അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ലൂക്കയുടെ പ്ലാനറ്റ് പെർസ്പെക്റ്റീവ് നമ്മൾ കഴിഞ്ഞൊരു 4 മാസമായിട്ട് തുടരുന്ന ഒരു സീരീസ് ആണ്. ഇതിന്റെ ഒരു 5ാമത്തെ അവതരണമാണ്. എല്ലാ മാസവും 2ാമത്തെ ശനിയാഴ്ചയാണ് നമ്മുടെ ഈ അവതരണം. വ്യത്യസ്തമായ മേഖലകളിൽ അതിനൊരു പെർസ്പെക്റ്റീവ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഈ കേരളത്തിലെ ഗവേഷണം ചെയ്യുന്ന മലയാളി ഗവേഷകരുടെ വ്യത്യസ്ത വിഷയങ്ങളിൽ, അതും ഈ ഒരു ഭൗമ രാഷ്ട്രീയവും സയൻസും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ്. നമ്മൾ തിമിംഗലങ്ങളെ കുറിച്ചും ഈ പ്രാദേശികമായിട്ടുള്ള കുട്ടികൾക്കിടയിലുള്ള സയൻസ് പഠനത്തെക്കുറിച്ചും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തെക്കുറിച്ചും മൈക്രോ പ്ലാസ്റ്റിക്കിനെ കുറിച്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ അവതരണം. ഈ മാസത്തെ വിഷയം നിപ്പ കാലത്തെ വവ്വാലുകൾ എന്നുള്ള വിഷയത്തിലാണ് സംസാരിക്കുന്നത്. നിതിനെ ബാദുഷ് പരിചയപ്പെടുത്തും. ഈ നമ്മുടെ മൊത്തം സെഷനുകളെ കോർഡിനേറ്റ് ചെയ്യുന്നത് ബാദുഷിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷകരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഇലക്ഷൻ റിസൾട്ടിന്റെ ഒക്കെ തിരക്ക് കാരണമാണ് 80ഓളം പേര് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്കവരും അവർക്ക് റെക്കോർഡഡ് വേർഷൻ അയച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ അവതരണങ്ങളെല്ലാം തന്നെ പിന്നീട് പലരും ചോദിക്കുകയും റെഫറൻസിന് വേണ്ടി ചോദിക്കുകയും ഗവേഷകരുടെ നമ്പർ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ ഫലപ്രദമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ എല്ലാ മാസവും ഈ വരുന്ന ആളുകളൊക്കെ തുടർന്ന് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ലൂക്കയുടെ ഒരു ക്വാണ്ടം സെഞ്ചുറി എക്സിബിഷൻ നടന്നു വരികയാണ്. ഇപ്പൊ ചേർത്തലയിൽ എത്തിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലായിട്ട്, അടുത്ത വെക്കേഷനിൽ മുതൽ മലബാറിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, വയനാട് ജില്ലകളിലും മലപ്പുറത്തൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ എക്സിബിഷനും കൂടി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ടോക്ക് ആരംഭിക്കുകയാണ്. ബാദുഷ് ഒന്ന് നിതിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അതിനുശേഷം നിതിന്റെ അവതരണത്തിലേക്ക് കടക്കാം. ഓക്കെ. റിസ്വാന, താങ്ക് യു സോ മച്ച്. ഇത് ശരിക്കും വളരെ ഓണസ്റ്റായിട്ട് വലിയൊരു പ്രിവിലേജ് ആണ്. നിതിൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാളാണ്. അപ്പോൾ ഏറ്റവും ഹൃദയത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്തിനെ ഒരു പൊതുപരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പ്രിവിലേജ് ആണ്. ഞാൻ ആദ്യം ഈ പറഞ്ഞ പരിപാടിയെ പറ്റി വളരെ ബ്രീഫായിട്ടൊന്ന് പറയാം. റിസ്വാൻ പറഞ്ഞതുപോലെ കേരളത്തിൽ ധാരാളം വ്യത്യസ്ത വിഷയങ്ങളിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എപ്പോഴും എല്ലാ കാലത്തും സയൻസിന് ഉള്ള വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും ഇത് ഒരു ഭാഷയുടെ ഒരു പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ ഒരു കാഠിന്യം കൊണ്ടോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇത് പൊതുജനങ്ങളിലേക്ക് പലപ്പോഴും എത്താതെ പോകാറുണ്ട്. അപ്പോൾ സയൻസ് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ള കേരള ശാസ്ത്രാജ്യ പരിഷത്തിന്റെ കൂടെ ചേർന്ന് കേരളത്തിലെ ഗവേഷകരെ, മലയാളത്തിലുള്ള ഗവേഷകരെ ലളിതമായ ഭാഷയിലും പൊതുജനങ്ങൾക്ക് എളുപ്പം ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലും ഈ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഈ പ്ലാനറ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു ടോക്ക് സീരീസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് പറയാം. നടന്നു വരുന്ന ധാരാളം ഗവേഷകരുണ്ടെങ്കിലും പൊതുജനങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളും വളരെ കുറവാണെന്ന് നമുക്കെല്ലാം അറിയാം. അത്തരത്തിൽ ഇതിനൊരു എന്താ പറയുന്നത്, ഇതിനെ ഒന്ന് മാറ്റി എഴുതിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് ആളുകളുടെ എല്ലാ സമയത്തും പ്രോപ്പറായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ധാരാളം സർവേകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കോൺസർവേഷൻ ലീഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നൊരു വലിയ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന് അർഹനായും ചെയ്തിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള റിസർച്ച് ചെയ്യുന്നൊരു ആളാണ് നിതിൻ. ഇപ്പോൾ KFRAയിലുള്ള വൈൽഡ് ലൈഫ് ഡിവിഷനിൽ PhD സ്റ്റുഡൻ്റ് ആണ്. പിന്നെ ധാരാളം കോൺസർവേഷൻ ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ ഗവേഷണ പ്രവർത്തനങ്ങളിലും ആക്റ്റീവായിട്ട് ലീഡർഷിപ്പ് പൊസിഷനിലുള്ള ആളാണ്. അതുപോലെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് ധാരാളം ആർട്ടിക്കിൾസ് എഴുതാറുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും വളരെ ആശങ്കയോടുകൂടി പലപ്പോഴും കാണുന്ന ഒരു ജീവിയാണ് വവ്വാലുകൾ. നമുക്ക് കൊച്ചിലെ തൊട്ട് പറഞ്ഞു കേട്ടും പരിചയമുള്ള കഥകളിലെല്ലാം ഒരു വില്ലനായിട്ടും പിന്നെ ഈ പറഞ്ഞ നിപ്പ കാലഘട്ടത്തിൽ പലപ്പോഴും ഒരു പേടി സ്വപ്നമായിട്ടും കണ്ട ഒരു ജീവിയാണ് വവ്വാലുകൾ. പക്ഷേ ഈ ജീവിയെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ശരിക്കുള്ള ഒരു പൊരുൾ എന്താണെന്നും എങ്ങനെയാണ് നമുക്ക് കാഴ്ചപ്പാട് ഉണ്ടാവേണ്ടതെന്നും ഒരു ജീവി എന്ന നിലയിൽ ഇതിനെ കാണേണ്ടത് എങ്ങനെയാണെന്നും ഈ ടോക്കിലൂടെ നിതിൻ സംസാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ബാദു ആൻഡ് റിസാൻ. ബാദു പറഞ്ഞതുപോലെ തന്നെ ബാദു ആദ്യം ഈ ഒരു പരിപാടിയുടെ കാര്യം വിളിച്ച് പറയുമ്പോൾ എനിക്ക് പരിഷത്തും ലൂക്കയും നടത്തിക്കൊണ്ടുവരുന്ന പല പരിപാടികളും
നമ്മൾ പുറത്തുനിന്ന് വീക്ഷിച്ച് കാണുകയാണ് ചെയ്തിട്ടുള്ളത്. അതുവഴി നെറ്റ്വർക്കുകൾ ഉണ്ടായി വരികയും അതുവഴി ഗവേഷണത്തിൽ പല ഒരു പല തിരിച്ചറിവുകൾ ഉണ്ടായും ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു 90s കിഡിലൊക്കെ വരുന്ന ഒരാളായിരിക്കാം ഞാനും. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കാണുന്നത്. പിന്നെ നേരത്തെ ബാദു പറഞ്ഞ പോലെ ഒരു കൂട്ടം ആൾക്കാർ സയൻസ് എന്ന് പറയുന്നതിനെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് അതെന്തോ വലിയൊരു മലയാണെന്ന് സൃഷ്ടിച്ച് എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പൊതുജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അത് എത്തിക്കാനുമായിട്ട് ലൂക്കയും അതേപോലെ തന്നെ പരീക്ഷത്തും ചേർന്ന് കൊണ്ടുവരുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവിനെ വളരെയധികം അപ്ലോസ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അവസരം തന്നതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ടോക്കിലോട്ട് കടക്കുകയാണെങ്കിൽ നമ്മൾ ക്വാണ്ടം എക്സിബിഷനെ കുറിച്ചും ക്വാണ്ടം പൂച്ചയും ഒക്കെ സത്യം പറഞ്ഞാൽ ലോക ശ്രദ്ധയെ ആകർഷിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അങ്ങനെ പറയുമ്പോഴും വവ്വാലുകളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ജീവിയുടെ ഒരു ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുമ്പം ആ ജീവി മനുഷ്യന്റെ ഉപയോഗത്തിൽ അധിഷ്ഠിതമല്ലാതെ അതിന്റെ നിലനിൽപ്പിന്റെ മൂല്യം എന്താണെന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 2018 ആ കാലഘട്ടത്തിൽ നിപ്പ കേരളത്തിൽ വരുമ്പോൾ അത് എത്രത്തോളം തീവ്രമാണെന്നും അത് ഏത് രീതിയിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നെന്നും പക്ഷെ പിന്നീട് വന്ന ന്യൂസുകളും അല്ലെങ്കിൽ മീഡിയ വഴി എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് മനുഷ്യരിലേക്ക് മീൻസ് പൊതുജനങ്ങളിലേക്ക് എത്തിപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മളുടെ ലോജിക്കിന് നിരക്കാത്ത കാര്യങ്ങൾ തന്നെയായിരിക്കും. നമ്മൾ ആദ്യം ഇതിനെ രോഗമായിട്ട് കണ്ടെങ്കിലും പിന്നീട് അതിന്റെ ഒരു സാമൂഹികവും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പല സൈഡുകളാണ് നമ്മൾ ഇതിനകത്ത് ന്യൂസുകളിൽ കൂടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ എന്റെ മുന്നിൽ എപ്പോഴും ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു കൊച്ചു വവ്വാലിനെയാണോ നമ്മൾ ഭയക്കേണ്ടത്, അതോ ആ വവ്വാലിനെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ആവാസ വ്യവസ്ഥയുടെ ഒരു തകർച്ചയെ കുറിച്ചാണോ നമ്മൾ സംസാരിക്കേണ്ടത് എന്നെപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ചോദ്യം ഞാൻ ഒരിക്കൽ പോലും ഈ ഒരു കഴിഞ്ഞ 6-7 വർഷമായി നിപ്പ കേരളത്തിൽ എത്തിയെന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒരിടത്ത് പോലും ന്യൂസ് പേപ്പറുകളിലോ അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തിലോ സംസാരിക്കുന്നതായി കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു ചോദ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ടോക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇങ്ങനൊരു ചോദ്യം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയത് അത് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ എളുപ്പവും നമ്മുടെ ഒരു നാട്ടും പ്രദേശം അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യം കാട്ടിക്കൊണ്ട് തുടങ്ങുന്ന തന്നെ ആയിരിക്കും തോന്നി. എൻ്റെ ഒരു വില്ലേജിന്റെ ഒക്കെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഗ്രാമത്തിന്റെ ഒക്കെ ഒരു ഡെപിക്ഷൻ എന്ന് വേണമെങ്കിൽ ഈ ചിത്രത്തെ വിളിക്കാവുന്നതാണ്. കാര്യം സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ എൻ്റെ സ്കൂളിൽ നിന്നത് തന്നെ വവ്വാലുകൾ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു ആൽമരത്തിന്റെ അടുത്തായിട്ടാണ്. അപ്പൊ അവിടെ രാവിലെ സ്കൂളിൽ പോകാനായിട്ട് നമ്മൾ അവിടെ വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരോടും കുറെ നേരം കാര്യം പറഞ്ഞ് അവിടെ നിന്ന് 10 മണിക്ക് മുന്നേ തൊട്ട് മുന്നേ ബെല്ലടിക്കുന്നതിന് തൊട്ട് മുന്നേ ഓടിക്കേറി പോകുന്നതും വരെ ഇതിന് ചുറ്റുമൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു സ്കൂളിന്റെ ആദ്യകാലം പൊക്കോണ്ടിരുന്നതെന്നൊക്കെ പറയാം. ഈ ഒരു 10 മണി നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ അന്ന് പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ അവിടെ വന്ന് നിന്ന് സംസാരിച്ച് ബസ്സൊക്കെ കയറി പോകുന്നുണ്ട്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു നമ്മളുടെ ആ ഒരു ഗ്രാമപ്രദേശം ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ആലിന് ചുറ്റുമുള്ള സ്ഥലമൊക്കെ പറയാം. എന്റെ നാടിന്റെ പേര് തന്നെ ആലുമൂട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ വവ്വാലുകളെ കുറിച്ചുള്ള ഒരു പ്രശ്നം എന്നൊന്നും അങ്ങനെ പറഞ്ഞു കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞിരുന്നത് ബസ് കയറാനായിട്ട് അവിടെ നിൽക്കുമ്പോൾ മേത്ത് കാഷ്ടിക്കുന്നതും അല്ലെങ്കിൽ വീടിന്റെ വരാന്തയിലെല്ലാം കാഷ്ടിച്ച് വെച്ചു പോകുന്നതും ഒക്കെയാണ് ഒരു പ്രശ്നമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും ഒരു നമുക്ക് മാറ്റി നിർത്തേണ്ട ഒരു ജീവിയെന്നോ അല്ലെങ്കിൽ ആ വവ്വാലിനെ കൂട്ടത്തെ അവിടെ നിന്ന് പുറത്താക്കണമെന്നോ ആരും പറഞ്ഞാൽ ആ കുഞ്ഞുനാളിലൊന്നും കേട്ടിട്ടില്ല. പക്ഷെ പിന്നീട് ഈ നമ്മുടെ നിപ്പ വരികയും അല്ലെങ്കിൽ കോവിഡ് വരികയൊക്കെ ചെയ്തിട്ട് ഇതിന്റെ അടുത്തുള്ള ഒരു പെർസ്പെക്റ്റീവ് വളരെ നെഗറ്റീവ് ഷെയ്ഡിലോട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഒരു തവണ ഞാൻ നാട്ടിലേക്ക് എത്തുമ്പോൾ അറിയുന്നത് ഈ ആൽമരം മുറിക്കേണ്ട ആവശ്യകത എല്ലാവരും കൂടി ഉന്നയിച്ചിരിക്കുകയാണ്. കാരണം അന്വേഷിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, വവ്വാലുകൾ എവിടെ നിന്ന് തുരത്തണം, വവ്വാലുകൾ നിപ്പ കൊണ്ടുവരും. ഇതാണ് ആൾക്കാർ കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പേടി നമ്മൾ സംസാരിച്ചു വരുമ്പം അത് ഈ 2018 നിപ്പയോട് കൂടി തുടങ്ങിയതാണോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കാര്യം നമ്മളുടെ എല്ലാ കുഞ്ഞുനാൾ മുതൽ നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള വിഷ്വൽ മീഡിയകളുണ്ട്. അത് ചിലപ്പം എന്റെ പേഴ്സണൽ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കാർട്ടൂൺ നെറ്റ്വർക്ക് പോലുള്ള ചാനലുകൾ വരുന്നു, TV പോപ്പുലറായി തുടങ്ങുന്ന ഒരു 95 ആ സമയമൊക്കെ. അപ്പോഴൊക്കെ നമ്മൾ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിരുന്ന TV കാണുന്ന സമയത്ത് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന് കുറച്ചു നേരം കിട്ടുന്ന ടൈമിൽ അപ്പൊ ഒരു കാർട്ടൂണൊക്കെ ഉണ്ടായിരുന്നു, സ്കൂബി ഡൂ എന്നൊക്കെ പറയുന്നത്. അതിനകത്തും എപ്പോഴും ഇങ്ങനെ ഒരു പേടി എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൊണ്ടുവരാൻ കുറെ വവ്വാലുകൾ ഓടിച്ചു കൊണ്ടുവരിക ചെയ്യുന്നത്. പിന്നീട് ആ കാർട്ടൂൺ കാലഘട്ടമൊക്കെ മാറി സിനിമകൾ കാണാൻ തുടങ്ങുന്നു. കുറെ മൂവീസ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുന്ന ഒരുവിധപ്പെട്ട പടങ്ങളിലെല്ലാം വിനയന്റെ പടങ്ങളായിരിക്കും കൂടുതലും വന്നുകൊണ്ടിരുന്നത്. ഇതിനകത്തെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു വവ്വാലുകളാണ് അവിടെ ഒരു ഹൊറർ ആംബിയൻസ് കൊണ്ടുതരുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് വായിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ ഒരു 6ാം ക്ലാസ്സിലൊക്കെ നമ്മുടെ ഗ്രന്ഥശാലയിൽ നിന്നൊക്കെ ബുക്കൊക്കെ എടുത്തു തുടങ്ങുന്ന ഒരു ടൈം. ആ സമയം അന്ന് ഡ്രാക്കുള വായിക്കുന്ന എന്തോ വലിയ കാര്യമാണ്. നമുക്ക് കൂട്ടുകാരുടെ ഇടയിലോട്ടൊക്കെ പോയി നമ്മൾ പറയുകയാണ് ഏതോ വലിയൊരു ഹൊറർ
മൂവി വാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഭീതിയോടുകൂടിയായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ആ ടൈമിൽ നമ്മൾ ഈ കോട്ടയം പുഷ്പമാനൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബുക്കുകൾ അതവിടെ നിന്ന് നമ്മൾ എടുത്തിട്ട് വരുന്നു. എടുത്തത് ബുക്ക് തുറക്കുമ്പോൾ തന്നെ തലേനാരം എടുത്തോണ്ട് പോയി മിക്സറൊക്കെ കഴിച്ച് അതിനകത്തിരുന്ന് അത് ഉറുമ്പരിച്ച ഒരു സാധനം ഒരു ബുക്കായിരിക്കും നമ്മളിലോട്ട് എത്തുന്നത്. അതൊക്കെ തട്ടി മാറ്റി നമ്മൾ വായിച്ചു തുടങ്ങുമ്പം അതിനകത്ത് ഡ്രാക്കുളയെ കുറിച്ച് വിവരിച്ച് തുടങ്ങി. ഡ്രാക്കുള വരുന്ന സമയം തന്നെ ഡ്രാക്കുളയുടെ ഒരു കയ്യാളായിട്ട് അവിടെ ഓവാലുകളുണ്ടാവും. ഈ 90കളൊക്കെ കഴിഞ്ഞു, 2000 കഴിഞ്ഞു, 2010 കഴിഞ്ഞു, 2020കളിലാണ് ഇപ്പം നമ്മുടെ ഒരു ജെൻസി കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിലൊക്കെ അവരിലോട്ട് ഏറ്റവും പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു സീരീസ് ആയിരിക്കാം സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് മന്തായിരുന്നു അതിന്റെ ഒരു സീസൺ വോളിയം ഒക്കെ ഇറങ്ങിയത്. ഇതിനകത്തും വരുമ്പോൾ ഈ വവ്വാലുകളെ തന്നെയാണ് ആക്ച്വലി ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊണ്ടുവരാനും അല്ലെ വില്ലന് ഒരു സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ ഒരു വിഷ്വൽ മീഡിയ നമ്മൾ ഏത് തരത്തിലാണോ നമ്മളെ ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡിലോട്ട് വവ്വാലുകളെ കുറിച്ച് ചിന്തിപ്പിക്കുന്നത് എന്ന് പറയുന്നത് വലിയൊരു ചോദ്യമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ഇതിപ്പോ ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ്. ഇനി ഇതിന് പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ ബൈബിളുകൾ എഴുതിയ സമയം എടുത്തു കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ പലതരത്തിലുള്ള പുരാണ ഗ്രന്ഥങ്ങൾ എടുത്താൽ പോലും ഇതിലൊക്കെ വവ്വാലുകൾ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് പെർസെപ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രജുറിസ്റ്റിക് ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ജീവിയാണ് വവ്വാലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു ഫോബിയ നമുക്ക് ഇതിൻ്റെ അടുത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു പേടി. അപ്പൊ പലപ്പോഴും നമ്മൾ ഫോബിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രകടമായിരിക്കും. ചിലർക്ക് പല്ലികളെ പേടിയാണ്, പാറ്റകളെ പേടിയാണ്, അല്ലെങ്കിൽ എട്ടുകാരികളെ പേടിയാണ്. ഇതെല്ലാം നമ്മൾ വളരെ എൻകൗണ്ടർ ചെയ്യുന്ന ജീവികളായിരിക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ. പക്ഷെ വവ്വാലുകൾ എന്ന് പറയുന്നത് എപ്പോഴും നൊക്ടാണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ രാത്രികാല സഞ്ചാരികളാണ് വവ്വാലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ കാണാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് ഒരു പേടി നമ്മൾ പലപ്പോഴും എക്സിബിറ്റ് ചെയ്യേണ്ടി വരാത്തത്. പക്ഷേ 2018 ഈ നിപ്പയും അതോടുകൂടി വവ്വാലുകളെ കുറിച്ചുള്ള ചർച്ചയൊക്കെ വന്നതോടുകൂടി പലരിലും ഈ പേടി ഉണ്ടെന്നുള്ള കാര്യം ഒരു എവിഡന്റ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പേടിക്കാണ് ആക്ച്വലി കൈറപ്റ്റോഫോബിയ എന്നൊക്കെ പറയുന്നത്. ഫോബിയ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പേടി എന്ന് പറയും. കൈറപ്റ്റോ എന്ന് പറയുന്നത് ഊഹിക്കാം. കൈറപ്റ്ററ എന്ന് പറയുന്ന ഒരു ജീവി വർഗത്തിലാണ് വവ്വാലുകൾ വരുന്നത്. ഒരു ലാറ്റിൻ വാക്കാണ്. കൈറോ എന്ന് പറയുന്നത് കൈ എന്നാണ് അർത്ഥം വരുന്നത്. ടെറോൺ എന്ന് പറയുന്നത് വിങ്, ചിറകെന്നും പറഞ്ഞു. അപ്പം ചിറകോട് കൂടിയ കൈകളുള്ളവൻ, അതിനെയാണ് ആ ഒരു കൈറോപ്റ്ററ എന്ന് പറയുന്ന ഓർഡർ ആയിട്ട് നമ്മൾ ബാറ്റ്സിനെ പെടുത്തുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫോബിയ മാറണമെങ്കിൽ, അല്ലെങ്കിൽ വവ്വാലുകളോട് മാത്രമുള്ള ഒരു ഫോബിയ അല്ല, അത് എന്തിനോടുമുള്ള ഫോബിയ ആയിക്കോട്ടെ, ഇരുട്ടിനോടായിക്കോട്ടെ, അല്ലെങ്കിൽ ചെലന്തികളോടായിക്കോട്ടെ, അല്ലെങ്കിൽ പല്ലികളോ പാറ്റകളോ എന്തിനോടായിക്കോട്ടെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫോബിയ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ജീവിയെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതായിരിക്കും. അതെങ്ങനെയാണ്, അതിന്റെ ഒരു അപ്പിയറൻസ് എങ്ങനെയാണ്, അത് എവിടെ ജീവിക്കുന്നു, അത് ഏത് സമയത്ത് ആക്റ്റീവ് ആവുന്നു, അതെന്തൊക്കെ കഴിക്കുന്നു, അതിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ, ആവശ്യമില്ലയോ എന്നൊക്കെ മനസ്സിലാക്കി എടുത്താൽ തന്നെ നമുക്ക് ഈ ഒരു ഫോബിയ മാത്രമല്ല മാറുന്നത്, നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഈ നിപ്പയുമായിട്ടൊക്കെ തന്നെ സംബന്ധിച്ചുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ ഇതിനെക്കുറിച്ച് ഒരു അറിവ് ജനറേറ്റ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോക്കിലൂടെ ഒരു ബേസിക് ആയിട്ടുള്ള എന്താണ് വവ്വാലുകളുടെ പാരിസ്ഥിതിക ധർമ്മം എന്താണ്, അല്ലെങ്കിൽ അവർ എന്താണ്, നമുക്ക് മനുഷ്യരുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ്, നിപ്പയായിട്ട് എങ്ങനെ കണക്റ്റഡ് ആവുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു പോകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ വളരെ ബേസിക് ആയിട്ട് ചോദിക്കുകയാണ് എന്താണ് വവ്വാലുകൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, വയനാട് ഒരു പഴശ്ശി പാർക്കുണ്ട്. ആ പഴശ്ശി പാർക്കിന്റെ ഒരു 2 കിലോമീറ്റർ റേഡിയസിൽ ഒരു 600 വീടുകളിലായിട്ട് ഞങ്ങൾ ചെറിയൊരു സോഷ്യൽ സർവേ ചെയ്തിരുന്നു. അപ്പം ഒരു 5-10 ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഓരോ വീട്ടിലും കയറിയിട്ട് അവിടുത്തെ ആളുകളോട് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം വവ്വാലുകൾ പക്ഷികളാണോ എന്നാണ്. അപ്പൊ ഒരു സർപ്രൈസിംഗ് എന്ന് ഞാൻ പറയില്ല, ഒരു 85% ആൾക്കാർ പറഞ്ഞത് വവ്വാലുകൾ പക്ഷികളാണെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താണ്, ചിറകുള്ളവരാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് ഞങ്ങൾ പലതരത്തിലുള്ള ഏജ് ഗ്രൂപ്പിലും പല ജെൻഡർ ഗ്രൂപ്പുകളിലും ഒക്കെ താരതമ്യപ്പെടുത്തി, പല എഡ്യൂക്കേഷൻ ഗ്രൂപ്പിലും ഒക്കെ താരതമ്യപ്പെടുത്തി നോക്കി. അപ്പൊ നമ്മുടെ ഒരു സോളജി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന്റെ അടുത്ത് നമുക്ക് ഒരു ഉത്തരം കിട്ടി, ഒരു 12ാം ക്ലാസ് സോളജി പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് ഉത്തരം കിട്ടി, വളരെ കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരു ജനറൽ ആയിട്ട് ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് ഈ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം ഒരു പ്രായഭേദമന്യേ അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു മിസ് കോൺസെപ്റ്റ് അവിടെ കിടപ്പുണ്ടെന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ്. വവ്വാലുകൾ എന്ന് പറയുന്നത് സസ്തനികളാണ്. മനുഷ്യരെ പോലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും മുലയോട്ടി വളർത്തുകയും ദേഹമാസകലും രോമങ്ങളും ഉള്ള, ചെവിക്കകത്ത് പിന്നാന്ന് പറയുന്ന ഒരു ചെറിയ ചെവിയും ഒക്കെയുള്ള ജീവികളാണ്, സസ്തനികളായിട്ടുള്ള ജീവികളാണ് വവ്വാലുകൾ എന്ന് പറയുന്നത്. വവ്വാലുകളെ എന്തുകൊണ്ട് ബാക്കിയുള്ള ജീവികളിൽ നിന്ന്, ബാക്കിയുള്ള സസ്തനികളിൽ നിന്ന് നമുക്ക് ഒരു യുണീക്ക് ആയിട്ട് പറയാൻ പറ്റും എന്നുള്ളത് ഇവയുടെ പറക്കാനുള്ള കഴിവ് തന്നെയാണ്. ലോകത്ത് 29ഓളം ജീവി വർഗങ്ങളായിട്ട് സസ്തനികളെ തിരിക്കുന്നുണ്ടെങ്കിലും അതിൽ പറക്കാൻ ഒരു പവേർഡ് ഫ്ലൈറ്റ്, പക്ഷികളെ പോലെ പവേർഡ് ആയിട്ടൊരു ഫ്ലൈറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏക സസ്തനി വിഭാഗമാണ് വവ്വാലുകൾ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, അവയുടെ വേറൊരു കഴിവാണ് ഇക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത്. പേര് പറയുന്നത് പോലെ തന്നെ ഇക്കോ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ മറ്റേ ഒരു
സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ പലപ്പോഴും ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു വെളിപ്രദേശത്തൊക്കെ പോയിരുന്നിട്ട് ഏതെങ്കിലും ഒരാളുടെ ഇരട്ടപ്പേര് വിളിച്ചു പറയാം, അത് അവിടെ തട്ടി തിരിച്ച് നമ്മളിങ്ങനെ വരുന്ന ഇങ്ങനെ കേട്ട് കിട്ടുന്ന ഒരു മനസ്സുഖത്തിലോട്ടൊക്കെ എത്തുന്ന ഒരു പ്രതിഭാസം എക്കോ എന്ന് പറയുന്നത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് സ്ഥലം. അപ്പൊ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് സ്ഥലങ്ങൾ മനസ്സിലാക്കുന്ന രീതി, അതാണ് വവ്വാലുകൾ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ 2-3 പോയിന്റിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന ജീവികളാണ് വവ്വാലുകൾ. പലപ്പോഴും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് വവ്വാലുകളുടെ കണ്ണ് കാണില്ല എന്ന് പറയുന്നത്. ഒരിക്കലും അല്ല, വവ്വാലുകൾക്ക് നന്നായി തന്നെ കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ രാത്രി കാലങ്ങളിലായതുകൊണ്ട് തന്നെയും അവര് ചില ഗ്രൂപ്പ് ഓഫ് വവ്വാലുകൾ ഷഡ്പദങ്ങളെയാണ് കൂടുതലും കഴിക്കാറ്. അപ്പം വിത്തിൻ മില്ലി സെക്കൻഡ്സ് ഈ ഷഡ്പദങ്ങളെ കണ്ടെത്തി അല്ലെങ്കിൽ ഇൻസെക്ട്സിനെ കണ്ടെത്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു ഇക്കോ ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യുന്നത്. അവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വവ്വാലിന്റെ മുഖത്ത് നിങ്ങൾ ബാക്കിയുള്ള ജീവികൾ കാണാത്ത തരത്തിലുള്ള ഒരു അഡാപ്റ്റേഷൻസ് ഒക്കെ കാണാൻ പറ്റും. അവർ അതുവഴി അവരുടെ വായു വഴി എക്കോ ലൊക്കേഷൻ ഈ അൾട്രാസോണിക് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഇരുട്ടത്ത് ഈ ജീവിയുടെ ശരീരത്ത് പോയി അത് തട്ടി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്ത് അത് പെട്ടെന്ന് പോയി അതിനെ പിടിക്കുക അല്ലെങ്കിൽ കഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഇക്കോ ലൊക്കേഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും വവ്വാലുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്ന 2 തരത്തിലുള്ള വവ്വാലുകൾ ഉണ്ടെന്നേ പറയുള്ളൂ. അത് ഏതാന്ന് വെച്ചാൽ നമ്മൾ പറയും കടവാവലുണ്ടെന്ന് പറയും, നരിച്ചീറുണ്ടെന്ന് പറയും. അതാണ് നമ്മുടെ ഉത്തരം പലപ്പോഴും കിട്ടുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വവ്വാലുകളെ 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. 2ആയിട്ടല്ല, പലതരത്തിൽ ലോകമെമ്പാടും തരംതിരിച്ചിട്ടുണ്ട്. കേരളത്തിലെ വവ്വാലുകളെ തരംതിരിച്ചിരിക്കുന്ന രീതി ഞാൻ പറയാനാണെങ്കിൽ പഴങ്ങൾ മാത്രം കഴിക്കുന്ന പഴഭോജികളായിട്ടുള്ള ഫ്രൂഗിവോറസ് ആയിട്ടുള്ള വവ്വാലുകളുണ്ട്. അതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വവ്വാലുകൾ. താഴെ കാണുന്നത് ഷഡ്പദങ്ങളെ മാത്രം അല്ലെ ഇൻസെക്ട്സിനെ മാത്രം കഴിക്കുന്ന ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള വവ്വാലുകൾ. അപ്പം ഇതിനെ രണ്ടിനെയും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു തരത്തിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. കാര്യം രണ്ടിന്റെയും ഫേഷ്യൽ ഫീച്ചേഴ്സിനകത്തൊക്കെ വ്യത്യാസമുണ്ട്, കണ്ണിനകത്ത് വ്യത്യാസമുണ്ട്, ചെവിയിൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ പഴഭോജികൾ ഫ്രൂഗിവോറസ് ബാറ്റ്സ് എന്ന് പറയുന്നത് അവർ പറയുന്നത് പോലെ തന്നെ പഴത്തെയാണ് അവർ കഴിക്കുന്നത്, പഴങ്ങളെയാണ് അല്ലെങ്കിൽ പ്ലാൻ മെറ്റീരിയൽസിനെ. ചിലപ്പം പോളൻ ഗ്രെയിൻസ് കഴിക്കുന്നുണ്ടാവും, ചിലപ്പം തളിരിലകൾ കഴിക്കുന്നുണ്ടാവും. പിന്നെ ഈ പഴങ്ങൾ മാത്രമായിരിക്കും അവർ കഴിക്കുന്നത്. പഴങ്ങൾ എന്ന് പറയുന്ന രാത്രിയിൽ ഒരിടത്ത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അതിന്റെ ഗന്ധം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ പൂവിന്റെയോ പഴത്തിന്റെയോ ഗന്ധം കിട്ടാൻ വേണ്ടിയിട്ട് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മൂക്ക് അവർക്കുണ്ട്. അതേപോലെ തന്നെ രാത്രിയിൽ ഈ പഴങ്ങളെ കാണാനും ഇലകളെ കാണാനും വലിയ കണ്ണുകൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ കാണുമ്പോൾ ഒരു നായ്ക്കുട്ടിയുടെയൊക്കെ മുഖമാണ് ഇവർക്ക് എപ്പോഴും വരുന്നത്. കാര്യമൊന്നുമല്ല, ഇവരുടെ ജോ എന്ന് പറയുന്നത്, ഇവരുടെ താടി നല്ല രീതിയിൽ ഇവർക്ക് വായ് നല്ല രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമല്ല, വലിയ ഒരു പേരക്കയോ അല്ലെങ്കിൽ ഒരു കവുങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏത്തപ്പഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സങ്കല്പിക്കുന്ന സമയത്ത് അത് കടിച്ച് തിന്നാൻ പാകത്തിന് വേണ്ടിയിട്ട് ഇവരുടെ ജോയും പല്ലുമൊക്കെ ഡെവലപ്ഡ് ആണ്. നേരെ മറിച്ച് ഷഡ്പദഭോജികളിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ണ് വളരെ ചെറുതാണ്. രാത്രിയിൽ കണ്ണിന്റെ ഉപയോഗം അവർക്ക് വളരെ കുറവാണ്. പക്ഷെ അവർ അഡാപ്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ. ആ മെക്കാനിസം വഴി അവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വായ ഉണ്ടാവും. അത് റിസീവ് ചെയ്യാൻ വേണ്ടി അവർക്ക് മൂക്കിന്റെ അടുത്തും ചെവിയും ഒക്കെ വേറൊരു തരത്തിലാണ് അഡാപ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. വളരെ മില്ലി സെക്കൻഡ്സിലായിരിക്കും അവരുടെ മുന്നിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ എന്ന് അറിയുന്നത്, മുന്നിൽ ഏതെങ്കിലും ഷഡ്പദങ്ങൾ ഉണ്ടോ എന്ന് അറിയുന്നത്, ഇനി മുന്നിൽ കൂടെ വേറെ ഏതെങ്കിലും വവ്വാലുകൾ വരുന്നുണ്ടോ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന പോലും ഈ എക്കോ ലൊക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പൊ വളരെ ബേസിക് ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പഴഭോജികളും ഷഡ്പദ ഭോജികളും എന്ന് പറഞ്ഞാൽ നമുക്ക് തരംതിരിച്ച് നമുക്ക് വവ്വാലുകളെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഈ 2 തരമേ അല്ലെങ്കിൽ 2 തരത്തിലുള്ള വവ്വാലെ കേരളത്തിലുള്ളതെന്ന് പറയുമ്പോഴും ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1500 സ്പീഷീസുകളെയാണ് കഴിഞ്ഞ ആഴ്ച വരെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ കണക്ക് പറയുകയാണെങ്കിൽ 135 സ്പീഷീസ് വന്നിട്ടുണ്ട്. 121 എന്ന് പറയുന്ന ഒരു കണക്കായിരുന്നു കഴിഞ്ഞ 5 വർഷം വരെ. നമ്മുടെ മോളിക്കുലർ സ്റ്റഡീസിന്റെയും പുതിയ ടെക്നോളജിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള ജീനോമിക് സ്റ്റഡീസ് ഒക്കെ വന്നിട്ടാണ് ഇപ്പോൾ 135 സ്പീഷീസോളം ആയിട്ടുണ്ട്. കേരളത്തിലെ കണക്ക് പറയാനാണെങ്കിൽ 1, 2 ഒന്നല്ല 50 സ്പീഷീസിനെയാണ് 2022 കേരളത്തിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് പുതിയതായിട്ട് 3 വവ്വാലുകൾ ഇനി വരാൻ പോകുന്നുണ്ട്. പക്ഷെ നേരത്തെ ഉള്ളതും അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ കാറ്റലോഗ് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത് 50 സ്പീഷീസ് വവ്വാലുകളാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം എന്റെ മനസ്സിൽ തന്നെ സംശയം തോന്നിയൊരു കാര്യമായിരുന്നു, ഞാൻ ഈ വവ്വാലുകളുടെയൊക്കെ ഫോട്ടോ ഇവിടെ ഇട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. പിന്നീട് എനിക്ക് തന്നെ തോന്നി, ഞാൻ ഈ ഒരു റിസർച്ച് മേഖലയിലോട്ട് വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള വവ്വാലുകൾ അല്ലെങ്കിൽ പലതരം വവ്വാലുകൾ എൻ്റെ വീടിന് ചുറ്റുപാടും ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കിയത്. അപ്പൊ അത് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അത് ഒരു പുതിയ അറിവായിരിക്കുന്ന ഒരു തോന്നലിന്റെ പുറത്താണ് ഞാൻ ആ ഒരു നമ്മുടെ ചുറ്റുപാടും കാണാൻ സാധ്യതയുള്ള ചുറ്റുപാടും എന്ന് പറയുമ്പോൾ കടലോരമായിരിക്കാം, അല്ലെങ്കിൽ ഇടനാടായിരിക്കാം, മലയോര മേഖലയായിരിക്കാം, എവിടെയാണെങ്കിലും കാണാൻ സാധ്യതയുള്ള ഒരു 5-6 വവ്വാലുകളുടെ ഫോട്ടോസാണ് അവിടെ കാണിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഫ്ലൈങ് ഫോക്സ് എന്ന് പറയുന്ന ഇന്ത്യൻ പഴവവ്വാൽ, ഇതിനെ നിങ്ങൾ എല്ലാവരും വളരെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ഇനി കണ്ടിട്ടില്ലെങ്കിൽ പോലും പത്രത്തിനകത്ത് നിപ്പ എന്ന് പറയുന്നതിന്റെ തൊട്ട് സൈഡിൽ മിക്കാറും ഈ ഒരു പുള്ളിക്കാരന്റെ ഫോട്ടോ ആയിരിക്കും കൊടുത്തു വരുന്നത്. ഏറ്റവും ഇന്ത്യയിൽ കാണുന്ന തന്നെ അല്ലെങ്കിൽ ഏഷ്യയിൽ കാണുന്ന ഏറ്റവും വലിയൊരു വവ്വാലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇന്ത്യൻ ഫ്ലൈങ് ഫോക്സ് എന്ന് പറയുന്നത്. വൈകുന്നേരങ്ങളിൽ നമ്മുടെ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ
ഒരു പരുന്നിന്റെ അത്രയൊക്കെ സൈസ് ആയിട്ട് ഇങ്ങനെ പറന്നു പോകുന്നുണ്ടാവും. മിക്കവാറും സിറ്റികളിലും അമ്പലങ്ങളിലും ഒക്കെ അടുത്തുള്ള വലിയ മരങ്ങളിൽ റൂസ്റ്റ് ചെയ്ത് കിടക്കുന്നതും കാണാൻ പറ്റുമായിരിക്കും. അടുത്തെയാണ് ഷോർട്ട് നോസ്ഡ് ഫ്രൂട്ട് ബാറ്റ് എന്ന് പറയും. കുറുമൂക്കൻ വവ്വാൽ എന്നാണ് പറയുന്നത്. ഇതും ഷേപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രൂട്ട്സ് കഴിക്കുന്ന ബാറ്റ് ആയിരിക്കും കാണാൻ പറ്റും. വലിയ ഐസ് ഉണ്ട്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആ മൂക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവരും കണ്ടിട്ടുണ്ടാവും പലപ്പോഴും, അല്ലെങ്കിൽ ശബ്ദങ്ങളെങ്കിലും നമ്മൾ വീട്ടിൽ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഏത്തപ്പഴത്തിലോ അല്ലെങ്കിൽ ഔലോലിക്കയിലോ അല്ലെങ്കിൽ ചെറിയ പേരക്കയിലോ റംബൂട്ടാനിലോ ഒക്കെ സ്ഥിരം വന്നു പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വവ്വാലുകളാണ് ഈ ഷോർട്ട് നോസ്ഡ് ഫ്രൂട്ട് ബാറ്റ് എന്ന് പറയുന്നത്. സൈനോട്രസ് സ്പിങ്സ് എന്നാണ് അതിന്റെ ശാസ്ത്രനാമം. സ്പിങ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, മറ്റേ ഉയർത്തെഴുന്നേറ്റ ആ ഒരു ജീവിയൊക്കെ ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷേ നമ്മുടെ ഷോർട്ട് നോസ്ഡ് ഫ്രൂട്ട് ബാറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവസ്ഥ കുറച്ച് പരിതാപകരമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആനകളുടെ കൂട്ടത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു ഫീമെയിൽ ആയിരിക്കും ആ ഹേർഡ് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ. ഈ ഷോർട്ട് നോസ്ഡ് ഫ്രൂട്ട് ബാറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറുമൂക്കൻ വവ്വാൽ എന്ന് പറയുന്നത്, ഇവര് റൂസ്റ്റ് ചെയ്യുന്നത്, ഇവര് താവളം ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പാം ട്രീസ് ഉണ്ടാവും, ഓർണമെന്റൽ ആയിട്ടുള്ള പാം ട്രീസ് ഉണ്ടാവും. ഈ പാമിന്റെ ട്രീ ആണെങ്കിൽ ആക്ച്വലി ഇവർ കടിച്ച് ഒരു കൊട പോലെ ആക്കും. കൊടപ്പനയൊക്കെ ആയിരിക്കും ഇവർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അത് കടിച്ച് വീണ്ടും ഒരു കൊട പോലെ ഇങ്ങനെ ആക്കും, മൊത്തം ഒരു ലീഫില്. ആ ലീഫിൽ ഒരു മെയിൽ ബാറ്റ് ഉണ്ടാവും, ഒരു കുറുമുഖൻ വവ്വാല് അതിന്റെ ഒരു മെയിൽ ഉണ്ടാവും. ഈ ഫ്രൂട്ട് ബാറ്റ് ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഫെറമോൺസ് ഒക്കെ ആക്കിയിട്ട് ഫീമെയിൽസിനെ പതിയെ അവിടേക്ക് അട്രാക്ട് ചെയ്യും. ഈ മെയിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവൻ ജീവിതകാലം മൊത്തം ആ ടെന്റ് ആണ് അവന്റെ, ആ ടെന്റ് അവൻ കാക്കും. ആ ടെന്റ് ആണ് ഇവന്റെ ഒരു ഫിസിക്കൽ ഹെൽത്ത്നെസിനെ കുറിച്ച് പറയുന്നത്, അവന്റെ ഒരു ജീൻ ഹെൽത്തിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ ആ ടെന്റിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഇവൻ അവിടെ ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്ത് പുതിയ ജനറേഷൻ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് തന്നെ വേറെ ഷോർട്ട് നോസ്ഡ് ഫ്രൂട്ട് ബാറ്റ്സ് മെയിൽസ് ഉണ്ടാവും, മാരൊക്കെ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. പലപ്പോഴും ചിലപ്പം ടെന്റ് ഉപേക്ഷിച്ച് പോകുന്ന ബാറ്റ്സിനെ കാണാറുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു ടെന്റിലോട്ട് വന്നു കയറുന്ന ബാറ്റ്സിനെയൊക്കെ കാണാറുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു സോഷ്യൽ ബിഹേവിയർ ഉള്ള ഒരു അനിമലാണ് ഈ ഷോർട്ട് നോസ്ഡ് ഫ്രൂട്ട് ബാറ്റ് എന്ന് പറയുന്നത്. പറഞ്ഞു വരുമ്പം എന്റെ രണ്ട് കൈപ്പത്തി വിടർത്തി വെക്കുന്നതിന് അത്രേ ഉണ്ടാവുള്ളൂ ഇവൻ ചിറക് വിരിച്ചു നിന്ന് കഴിഞ്ഞാൽ. പക്ഷേ കൊണ്ടുപോകുന്ന ഒരു സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് മുന്നോട്ട് വെക്കുന്നത്. അടുത്താണ് ലെസർ ഫോൾസ് വാമ്പയർ ബാറ്റ് എന്ന് പറയുന്നത് ചെറിയ നരിച്ച്. വാമ്പയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സംശയം ഉണ്ടാവാം, ഓക്കെ രക്തം കുടിക്കുവോ, അല്ലെങ്കിൽ മനുഷ്യരെ കഴിക്കുവോ, മനുഷ്യരുടെ അടുത്ത് നിന്ന് ചോര കുടിക്കുവോ, കുഞ്ഞുങ്ങളുടെ കാലിൽ നിന്ന് ചോര കുടിക്കുവോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവാം. ഏഷ്യയിലും അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് അമേരിക്ക ഒഴിച്ച് വേറൊരു ഭൂഖണ്ഡത്തിലും തന്നെ വാമ്പയർ ബാറ്റുകളില്ല. ഫോൾസ് വാമ്പയർ ബാറ്റാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ബാക്കിയുള്ള ബാറ്റുകളെ ഞാൻ ഫ്രൂഗിവോറസും ഇൻസെക്ടിവോറസ് എന്ന് പറയുമ്പോൾ, ലെസർ ഫോൾസ് വാമ്പയർ ബാറ്റ്സ് എന്ന് പറയുന്നത് കാർണിവോറസ് ആണ്. അവര് ഇൻസെക്ട്സിനെ മാത്രമല്ല കഴിക്കുന്നത്, നമുക്ക് ചുറ്റും നമ്മുടെ വെളിയിലൊക്കെ നമ്മൾ ട്യൂബ്ലൈറ്റ് ഒക്കെ ഇട്ട് രാത്രി ഓണായി വെച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചോട്ടിൽ വരുന്ന പല്ലീനെയും അല്ലെങ്കിൽ തവളേനെയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും വൃത്തികേടാക്കുന്ന പാറ്റകൾ പോലുള്ള ജീവികളെയൊക്കെ ഇവര് കഴിച്ചിട്ട് പോകുന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു വസ്തുത. പറയുമ്പോൾ നമ്മൾ കഴുകനെയും അല്ലെങ്കിൽ കാക്കേനെയൊക്കെ സ്കാവഞ്ചേഴ്സ് ആയിട്ട് പറയുമ്പോഴും എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഇവരും ഒരു തരത്തിൽ ആ ഒരു ധർമ്മം അല്ലേ ചെയ്യുന്നതെന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. ഇവർ വളരെ കോമൺ ആണ്. വളരെ കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധപ്പെട്ട ഓടിട്ട വീടുകളിൽ, ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടങ്ങളിലും അല്ലെങ്കിൽ ചെറിയ ഗുഹകളിലും അല്ലെങ്കിൽ ചെറിയ എന്ത് ബിൽഡിങ്ങുകളായിക്കോട്ടെ അവിടെ എല്ലാം ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ബാറ്റുകൾ, ഈ ലെസർ ഫോൾസ് വാമ്പയർ ബാറ്റുകൾ കാണാനായിട്ട് പറ്റും. നമ്മുടെ കേരളത്തിൽ കാണുന്നതിനകത്ത് അത്യാവശ്യം വലിയൊരു ചെവിയുള്ള ബാറ്റാണ് ഇതെന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ഉണ്ടായി വന്നിരിക്കുന്നത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ കാർണിവോറസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. കൂടുതൽ ഇക്കോലൊക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്ത് അത് റിസീവ് ചെയ്യുന്ന ഒരു ടെമ്പോ ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു അഡാപ്റ്റേഷൻ ഒക്കെ ഉണ്ടായി വന്നിരിക്കുന്നത്. അടുത്താണ് പെയിന്റഡ് ബാറ്റ് എന്ന് പറയുന്നത്, ചിത്രവാവൽ എന്നൊക്കെ പറയും. ഇത് നമുക്ക് ഒരു വാവൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ പലപ്പോഴും ഒരു നിശാശലഭമായിട്ടൊക്കെ തെറ്റിദ്ധരിച്ച് പത്രങ്ങളിൽ വരാറുണ്ട്, അല്ലെങ്കിൽ പത്രത്തിൽ വരുന്ന അപൂർവേന വവ്വാലിനെ കണ്ടെത്തി എന്ന് പറഞ്ഞ് ഈ പെയിന്റഡ് ബാറ്റിനെ എപ്പോഴും വരാറുണ്ട്. ബാക്കി എല്ലാ വവ്വാലുകളെയും ഞാൻ ഇതുവരെ കാണിച്ചതിന്റെ നിറങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ നേരെ മറിച്ച് ഇതിന് ഒരു ഓറഞ്ചും കറുപ്പും ഒക്കെ ആയിട്ട് ഒരു കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവർ കൂടുതലും റൂസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂട് കൂട്ടുന്നതെന്നൊക്കെ പറയുന്നത് നമ്മളുടെ വാഴ ഒന്ന് വാടി വരുന്ന അത് ഉണങ്ങുന്ന ഒരു പീരീഡിലായിരിക്കും ഇവർ അതിനകത്തോട്ട് റൂസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഉണങ്ങുന്ന ആ ഒരു കരിയിലയുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് അല്ലെങ്കിൽ ഹാബിറ്റാറ്റുമായിട്ട് ക്യാമഫ്ലോജ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഇത്തരത്തിൽ അഡാപ്റ്റഡ് ആയി വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും ന്യൂസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരിക്കലും അപൂർവയിനം വവ്വാലല്ല. നമ്മുടെ വീടിന്റെ പിറകിൽ ഒരു 5 or 6 വാഴകളൊക്കെ ചേർന്ന് ഒരു കന്ന് കൊണ്ടിട്ട് അതിൽ നിന്ന് പൊട്ടിക്കളിച്ച് കുറെ അധികം വാഴകളൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് റൂസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വവ്വാലാണ്, നമ്മുടെ വീട്ടിലൊക്കെ ചുറ്റുപാടും കാണാൻ സാധ്യതയുള്ള ഒരു വവ്വാലാണ് ഈ പെയിന്റഡ് ബാറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിത്രവാവൽ എന്നൊക്കെ പറയുന്നത്. അടുത്താണ് ലീസ് വിത്തസ്റ്റലെ, കുന്നനടയ്ക്ക വവ്വാൽ എന്നൊക്കെ പറയുന്നത്. അത് ആക്ച്വലി എന്റെ കൊളീന്റെ ഒരു കൈയുടെ ഒരു സെഗ്മെന്റ് ആണത്. അതിനകത്താണ് ഇതിരിക്കുന്നത്. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ അതിന്റെ
കുട്ടീനെ അങ്ങനെ വീണ് കിട്ടിയതായിരിക്കും എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ അല്ല, ഒരു അഡൽട്ട് ബാറ്റാണ്. അപ്പൊ ഞാൻ ആദ്യം കാണിച്ച ഇന്ത്യൻ ഫ്ലൈങ് ഫോക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ പഴവോവൽ, പരുന്തിന്റെ അത്രയൊക്കെ സൈസ് ഉള്ള ഒരു വോവൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടുന്ന് നമ്മളിപ്പം പിന്നെ ചെറിയൊരു നമ്മുടെ ടെന്റ് മേക്കിംഗ് ചെയ്യുന്ന ആ ഷോർട്ട് ഫ്രൂട്ട് ബാൻഡിനെ കണ്ടു. അവിടുന്ന് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് കൈയുടെ സെഗ്മെന്റ് അത്രയും മാത്രം വലിപ്പമുള്ള ഒരു അടക്ക വോവാലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പൊ ഇത് എവിടെയാണ് കൂട് കൂട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. നിങ്ങളൊരു റൂം ഒരു മാസത്തേക്ക് അങ്ങനെ ചിലപ്പം ഒട്ടും ആളനക്കം അല്ലാതെ കിട്ടി പോയി കഴിഞ്ഞാൽ കർട്ടൻസ് ഒക്കെ ഉണ്ട്, അതിനകത്തൊക്കെ കയറി ഇരുന്നു നിൽക്കാം. നമ്മുടെ ഫാനിന്റെ മേലത്തെ കപ്പിനകത്ത് ഇരുന്നു നിൽക്കാം. ഇനി ഓടിട്ട വീടാണെങ്കിൽ ആ ഓടിനകത്ത് ഇരുന്നു നിൽക്കാം. ചിലപ്പോ ഇനി വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടൊരു സ്ഥലമായിരുന്നു ഈ നമ്മളുടെ വീടിന്റെയൊക്കെ പെയിന്റിന്റെ കോട്ട് ചിലപ്പോൾ ഇളകി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കുറെ കാലം കഴിയുമ്പോൾ. അതിനകത്തേക്ക് ഇവനെ കാണാം. 1 2 ഒക്കെ ആയിട്ടാണ് ഇവരെ മിക്കവാറും ഉണ്ടാവാറ്. ഇതിന്റെ കുട്ടികളെ ആയിരിക്കും വീടുകളിൽ നിന്നൊക്കെ മിക്കവാറും വീണ് കിട്ടുന്നത്. നമ്മുടെ കട്ടിലിൽ നിന്നൊക്കെ കിട്ടാറൊക്കെ ഉണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഹ്യൂമൻസായിട്ട് വളരെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വളരെ ചെറിയൊരു വവ്വാലാണ് ലീസ് വ്യത്യസ്തല എന്ന് പറയുന്നത്, കുന്നനടക്ക വവ്വാൽ എന്ന് പറയുന്നത്. അടുത്താണ് ചെമ്പൻ കുതിരലാടൻ വവ്വാൽ. ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഫാക്ടർ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ പേര് വന്നിരിക്കുന്നത് അതിന്റെ മൂക്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ലൊക്കേഷൻ റിസീവ് ചെയ്യാനുള്ള പല അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഈ സ്ട്രക്ചർ നമ്മുടെ കുതിരയുടെ ലാടം പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിന് കുതിരലാടൻ വവ്വാൽ പേരിട്ടിരിക്കുന്നത്. വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അടുത്തയാണ് ഇരുള നിലമൂക്കൻ വവ്വാൽ എന്ന് പറയുന്നത്, ഡെസ്കി ലീഫ് നോസ് ബാറ്റ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ബാറ്റാണ്. അതിന്റെ ഈ സെഗ്മെന്റ്, ഈ ഒരു സ്ട്രക്ചർ, ഇതിന്റെ ലീഫ്ലെറ്റ് ആണെങ്കിൽ ഒരു കരിഞ്ഞ ഇല പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിനെ ഇലമൂക്കൻ വവ്വാൽ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഷേപ്പിലും അല്ലെ പല ഹാബിറ്റാറ്റിലും നമുക്ക് ചുറ്റും വവ്വാലുകൾ കുറെ അധികം നിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഷോർട്ട് നോസ്ഡ് ഫ്രൂട്ട് ബാൻഡ് ഒരു ടെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് ആ പാമ്പിനകത്തും അതിന്റെ കായ്ക്കകത്തൊക്കെ റൂസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു മരപ്പൊത്തിലിരിക്കുന്ന ഒരു കൂട്ടം നെരിച്ചീറുകൾ നമ്മുടെ ലെസർ ഫോൾസ് വാമ്പയർ ബാറ്റുകളാണ്. പിന്നെ വീടിന്റെ കോൺക്രീറ്റുകളും അല്ലെങ്കിൽ ഗുഹകളും ഒക്കെ പലതരത്തിൽ ഒക്യുപ്പൈ ചെയ്ത് ലോകത്ത് ഉള്ള സസ്തനികളിൽ എലിവർഗം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ള ജീവിവർഗമാണ് വവ്വാലുകൾ എന്ന് പറയുന്നത്. അത് ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു അഡാപ്റ്റേഷൻ തന്നെയായിരിക്കും അവർക്ക് ഇത്രയും റീജിയനിലോട്ട് പറന്നെത്താനും പറ്റിയത് ചിലപ്പോൾ. അതേപോലെ തന്നെ എക്സ്ട്രീം കണ്ടീഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്റാർട്ടിക്ക പോലുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ചില ഡെസേർട്ടുകൾ, പിന്നെ ചില ദ്വീപ സമൂഹങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ കോണുകളിലും വവ്വാലുകൾ കഴിഞ്ഞ ഒരു 50 മില്യൺ ഇയേഴ്സ് അഗോ ഇവോൾവ് ചെയ്ത് വന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ ഇത്രയും തരത്തിലുള്ള ഷേപ്പുകളിലും സൈസിലും അല്ലെങ്കിൽ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ ഇതിനെ കാണണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പാരിസ്ഥിതിക സേവനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അതിലേക്കാണ് നമ്മൾ അടുത്തതായി കടന്നു വരുന്നത്. ഒരു നാച്ചുറൽ പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ടാണ് ഈ വവ്വാലുകളെ പറയുന്നത്. അത് നമ്മളെപ്പോഴും സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ 5ാം ക്ലാസ് മുതൽ നമ്മുടെ പരാഗണത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് പല പല ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. പറയുമ്പോഴെല്ലാം നമ്മൾ പറയുന്ന 3 ബീകളെ കുറിച്ചായിരിക്കും എപ്പോഴും പറയുന്നത്. അത് ബീസ് ഉണ്ടാവാം, തേനീച്ചകൾ ഉണ്ടാവാം, ബട്ടർഫ്ലൈകൾ ഉണ്ടാവാം, ചിത്രശലഭങ്ങൾ ഉണ്ടായിരിക്കാം, ബേർഡ്സ് ഉണ്ടായിരിക്കാം, പക്ഷികൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരിക്കൽ പോലും വവ്വാലുകളെ കുറിച്ച് ഒരു സയൻസ് ടീച്ചർ പറഞ്ഞു തരും, മീൻസ് എന്റെ സമയത്ത് ഒരു സയൻസ് ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നതായിട്ട് ഒരു ഓർമ്മയില്ല. പക്ഷെ ഇപ്പൊ പലരും അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിക്കുലത്തിൽ അത് വരാത്തോണ്ടാണോ അല്ലെങ്കിൽ ഈ ഒരു ജീവിയെ പോളിനേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ 3 ജീവികളും, അത് തേനീച്ചകളായിക്കോട്ടെ, അല്ലെങ്കിൽ ചിത്രശലഭങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പക്ഷികളായിക്കോട്ടെ, ഇവർ 3 പേരും രാവിലെ വിരിയുന്ന ചെടികളിൽ നിന്നായിരിക്കാം അതിന്റെ പോളിനേഷൻ, അതിന്റെ പരാഗണത്തിലായിരിക്കാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം രാത്രി കാലങ്ങളിൽ വിരിയുന്ന പലതരത്തിലുള്ള പൂവുകളെയും അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ വിരിയുന്ന ഒരു വൈഡ് റേഞ്ചോ പല ഷേപ്പിലുള്ള പൂവുകളെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. രാത്രി കാലങ്ങളിൽ വിരിയുന്ന പൂവുകളെ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതിന് അത്യാവശ്യം നല്ല ഒരു സ്ട്രോങ് ഓർഡർ, ഒരു സ്ട്രോങ് സുഗന്ധം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറോ പേൽ കളറിലോ ആയിരിക്കും അതിന്റെ ഫ്ലവേഴ്സ് എപ്പോഴും വന്നു നിൽക്കുന്നത്. വേറെ ഒന്നുമല്ല, രാത്രിയിൽ അവർ ഇരുട്ടത്ത് നിന്ന് കഴിഞ്ഞാൽ വവ്വാലുകൾ പോലുള്ള അല്ലെങ്കിൽ നിശാശലഭങ്ങൾ പോലുള്ള ജീവികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആക്ച്വലി രാത്രി വിടരുന്ന പൂവുകൾ ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ പറയുമ്പോൾ രാത്രിയിലുണ്ടാവുന്ന പൂവുകളെ പരാഗണം ചെയ്യുന്ന ഒരു നാച്ചുറൽ പോളിനേറ്റിംഗ് ഏജന്റ് ആണ് നമ്മളുടെ വവ്വാലുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ കേരളത്തിൽ നിന്നോ അല്ലെ ഇന്ത്യയിൽ നിന്നോ ഏഷ്യയിൽ നിന്നോ വളരെ കാര്യമായിട്ടുള്ള സ്റ്റഡീസ് ഇത് വന്നിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് അമേരിക്കൻ കൺട്രീസ്, സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഡിയാണ് ടെക്കീല എന്ന് പറയുന്ന ബിവറേജിനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബോധ്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ടെക്കീല ഉണ്ടാക്കുന്നത് നമ്മുടെ അഗേവ് പ്ലാന്റ്, സ്മോൾ ചെടിയിൽ നിന്നൊക്കെ അതിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്നാണ് ടെക്കീല ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ടെക്കീല ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചിലപ്പം ശരിയാണ്, ആ ഒരു അഗേവ് പ്ലാന്റ് അവിടെ നിന്ന് വെട്ടി അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിപ്പം ഒരു ലിക്കർ ഉണ്ടാക്കുന്നതിന് ഇപ്പൊ എന്താണ് പ്രശ്നം? അത് പെട്ടെന്ന് കഴിയില്ലെന്നായിരിക്കും നമുക്ക് ആദ്യത്തെ ചിന്ത പോകുന്നത്. പക്ഷെ അതിന്റെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗേവിന്റെ ഫ്ലവർ ആണിത്, ഒരു കോളാമ്പി ഷേപ്പിലുള്ള ഫ്ലവർ ആണ്.
നമ്മൾ ഈ കാണുന്നത്. അതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് ലോങ് നോസ്റ്റ് മെക്സിക്കൻ ബാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മൂക്കിന്റെ ലെങ്തും ഈ പ്ലാന്റും വന്നിരിക്കുന്ന ഒരു കോ എവല്യൂഷൻ ആയിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇവരുണ്ടെങ്കിൽ മാത്രമാണ് ഇവരുടെ പോളിനേഷൻ വളരെ എഫക്റ്റീവ്ലി നടക്കുന്നത്. ഇവരിതിനകത്തോട്ട് ഈ മൂക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവരുടെ തല വരെ പോളനുമായിട്ടാണ് വെളിയിലോട്ട് വരിക. എന്നിട്ട് അടുത്തടുത്തോട്ട് പോകുന്നു. അങ്ങനെ അങ്ങനെ ഇവരത് ലൈക്ക് പോളിനേറ്റ് ചെയ്ത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പോളിനേഷൻ ടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അവിടുത്തെ ആളുകൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു, അപ്പൊ ഈ വവ്വാലുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പോളിനേഷൻ നടക്കുന്നുണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ വീണ്ടും ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാം, പുതിയ തരത്തിലുള്ള ഫാമിംഗ് ടെക്നിക്സ് ഒക്കെ വരുന്നുണ്ടാവും. ഇവർ ആക്ച്വലി ഇതിനെ തന്നെ വീണ്ടും ലൈക്ക് നമ്മളുടെ ക്ലോൺ കൾച്ചർ വഴിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ സമയത്ത് സംഭവിച്ചെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്ലാന്റ്സിന്റെ ജനറ്റിക് ഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുകയും വലിയൊരു ഇടിവ് വന്നു. അവസാനം ഇവരിപ്പോ ചെയ്തെന്താന്ന് പറഞ്ഞാല് ബാറ്റ് ഫ്രണ്ട്ലി ഒരു ടെക്കീല ഇന്റർചേഞ്ച് പ്രൊജക്ട് തുടങ്ങി. ഒരു 5 സെന്റെങ്കിലും മിനിമം ഈ അഗേവ് പ്ലാന്റ്സ് വെച്ച് ബാറ്റ്സിനെ പ്രൊമോട്ട് ചെയ്ത് അവർ വഴി പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഫാമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് സബ്സിഡീസ് അവർക്ക് ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ബാറ്റുകൾ കാരണം അല്ലെങ്കിൽ ബാറ്റ്സിന്റെ ഇമ്പോർട്ടന്റ് തിരിച്ചറിഞ്ഞ് സൗത്ത് അമേരിക്കയിൽ നടന്നു വരുന്നു എന്നുള്ള ഒരു വലിയ സ്റ്റോറിയുണ്ട്. അപ്പൊ ഈ ടെക്കീല പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വളരെ ചെറിയ എമൗണ്ട് ഓഫ് ടെക്കീല ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും പറയപ്പെടുന്നത്. പക്ഷെ ഏതാണ്ട് 2,60,000 ബോട്ടിൽസ് ആണ് അവിടുന്ന് 1 ഇയർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ ടെക്കീല തന്നെയാണ് നമ്മുടെ പലയിടത്തോട്ടും നമ്മുടെ ബീക്കോയിലും എല്ലാം എത്തുന്നത്. 1 ലിറ്റർ ടെക്കീലക്ക് ഏതാണ്ട് 2,000 രൂപയോളം വരുമ്പോൾ ഈ ബാറ്റ്സ് ഇല്ലെങ്കിൽ എത്രത്തോളം ഒരു റവന്യൂ ഇടിവായിരിക്കും ആ ഒരു സിസ്റ്റത്തിന് വരുന്നതെന്നുള്ളൊരു ചോദ്യമാണ് നമ്മളുടെ ഇനി നമ്മൾ ഈ ഒരു ടെക്കീലയെ കുറിച്ചോ അല്ലെങ്കിൽ ബെക്കാഡി എന്നൊക്കെ പറഞ്ഞൊരു ബ്രാൻഡിനെ കുറിച്ചോ ചിന്തിക്കുമ്പോൾ മുന്നിലോട്ട് വരേണ്ടത്. അടുത്താണ് സീഡ് ഡിസ്പോസൽ ഏജന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. വീട്ടിൽ ഒരു മാവോ അല്ലെങ്കിൽ ഒരു പേരക്കയോ അല്ലെങ്കിൽ ലൗലോലിക്കയോ അല്ലെങ്കിൽ റംബൂട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ സപ്പോട്ടയൊക്കെ ഉള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് ഫ്രൂട്ട് ആയിരിക്കും ഇവർ കഴിക്കുന്നത്. വളരെ മെസ്സി ആയിട്ട് കഴിക്കും, അവിടെ എല്ലാം ചിന്തിച്ചവർ കിടക്കുന്നുണ്ടായിരിക്കും. ഇവർ ഈ സീഡ് ഡിസ്പോസ് ചെയ്യാന്ന് പറയുമ്പോഴും പക്ഷികൾ എന്ന് പറയുന്നത് ഒരു സർട്ടൻ ഡിസ്റ്റൻസ് ആയിരിക്കും അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവരുടെ ഒരു ഹോം റേഞ്ച് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. പക്ഷേ തിറോപ്പസ് മീഡിയസ് എന്ന് പറയുന്ന ഇന്ത്യൻ ഫ്ലൈങ് ഫോക്സ്, നമ്മൾ ഈ കോമൺ ആയിട്ട് നമ്മൾ ടൗണിലൊക്കെ കാണുന്ന വവ്വാലുകൾ, ഇവർ ദിവസം ചിലപ്പോൾ 50 കിലോമീറ്റർ വരെയൊക്കെ ഫുഡ് അന്വേഷിച്ച് പോകുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. ഈ പഠനത്തിന്റെ ഈ പറക്കലിന്റെ ഭാഗമായി സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേരന്റ് ട്രീ അവിടെ ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു മാവ് ഉണ്ടെങ്കിൽ ആ മാങ്ങ ഇവൻ കഴിച്ചിട്ട് ഇവൻ അതിങ്ങനെ കടിച്ചു പിടിച്ചൊക്കെയാണ് കൊണ്ടുപോകുന്നു, ഒരിടത്ത് വരുന്ന കഴിക്കുന്നു, എന്നിട്ട് അടുത്തടുത്തോട്ട് പോകുന്ന വഴിക്കായിരിക്കും ഇവൻ ആ ഒരു സീഡ് അവിടെ ഇട്ടിട്ട് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പേരയ്ക്കാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്കായിരിക്കും ഡെഫിക്കേറ്റ് ചെയ്യുന്നത്. ഈ സമയത്തും ഈ ഒരു പേരന്റ് ട്രീന്ന് എത്രത്തോളം ദൂരെയാണ് ഈ സീഡ്സ് പോയി വീഴുന്നതെന്നുള്ളതാണ് ഇതിന്റെ ഒരു എഫക്റ്റീവ്നെസ് പറയുന്നത്. ഒരു ബ്രസീലിൽ നിന്നുള്ള ഒരു പഠനം പറയുന്നുണ്ടായി, ഇവർ ആക്ച്വലി ഒരു ക്ലിയർഡ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ്, സൈഡിൽ ഒരു ഫോറസ്റ്റ് ഉണ്ട്, തൊട്ടപ്പുറത്തൊരു ക്ലിയർഡ് ആയിരിക്കും. ഈ ഏരിയയിൽ 2 പോളുകൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷിക്ക് വന്നിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോൾ ക്രിയേറ്റ് ചെയ്തു, 2 പോളുകളൊക്കെ വെച്ചൊരു ബേസും ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ വവ്വാലുകൾക്ക് തൂങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ആക്ച്വലി ഇവിടെ വന്ന് സീഡ്സ് കഴിക്കുന്ന ബാറ്റ്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന ബാറ്റ്സും ബേർഡ്സും ഈ ഒരേ ഏരിയ യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം ഇവർ പിന്നെ ഈ എക്സ്പീരിയൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവസാനം പറഞ്ഞു വന്നത് ബാറ്റ്സ് എന്ന് പറയുന്നത് ബേർഡ്സ് ഡെഫിക്കേറ്റ് ചെയ്യുന്നതിന് കൂടുതൽ വലിയ റേഞ്ച് ഓഫ് സീഡ്സും അല്ലെങ്കിൽ വലിയ ഷേപ്പിലുള്ള വലിയ സൈസിലുള്ള സീഡ്സിനെ ഡെഫിക്കേറ്റ് ചെയ്യും. വേറൊരു ഒരു നമ്മുടെ ഒരു ഫോറസ്റ്റ് റീജനറേഷൻ ഡൈനാമിക്സിനകത്ത് വേറൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ആണ് നൽകുന്നതെന്നാണ് ആ പഠനം പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഇൻസെക്ട് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രുഗിയോറസ് ബാറ്റ്സിനെ കുറിച്ചും അവർ ചെയ്യുന്ന ഇക്കോളജിക്കൽ സർവീസുകളെ കുറിച്ചൊക്കെ ആയിരുന്നു. ഇനി നമ്മൾ നേരെ ഇൻസെക്ടിയോറസ് ബാറ്റ്സിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ ബാറ്റുകളാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ചിറക് രണ്ടുകൂടെ വിടർത്തി വെച്ചാൽ പോലും ചിലപ്പോൾ എന്റെ ഒരു കൈ ഒരു പാമ്പിന്റെ അത്രയും മാത്രമായിരിക്കും അത് വരുന്നത്. ഈ ഇൻസെക്ട്സിന്റെ ഒരു കണക്ക് നമ്മുടെ അഗെയിൻ അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ വെരി സാഡ്ലി ഐ എം സെയിങ് ദാറ്റ് ഇത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റഡീസ് വന്നിട്ടില്ല ഇപ്പോഴും. എനിക്കെല്ലാം റെഫർ ചെയ്യാനായിട്ട് നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലോട്ട് പറയേണ്ടി വരുന്നു. ഓഫ് കോഴ്സ് അവിടുന്ന് അവർക്കുണ്ടാകുന്ന റിസോഴ്സുകളും അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസും തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു റിസർച്ച് ആ ഒരു മേഖലയിൽ അവിടെ വർദ്ധിക്കുന്നത്. നമുക്കതിപ്പോൾ കിട്ടി തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാൻ കഴിഞ്ഞ ഒരു 3 years ഒക്കെ ആയിട്ട് ഇനി ഇവിടുന്ന് ഇത്തരത്തിലുള്ള പഠനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഈ ഇൻസെക്ട് പോപ്പുലേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറിഡയിലുള്ള ഒരു മയോട്ടിസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കുന്നനടക്കവാവിന്റെ അത്രയൊക്കെ ഉണ്ടാവുന്നുള്ളൂ. ഇവന്മാർ 60 പേരുള്ള ഒരു കോളനിയാണ് അവിടെ. അപ്പൊ ഇവരെല്ലാവരും കൂടെ വൈകുന്നേരം ഇവിടെ ഈ കോൺ ഫീൽഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 3000 ഇൻസെക്ട്സിനെയൊക്കെയാണ് ഒരാൾ ഒരു രാത്രി കഴിക്കുന്നത്. കാര്യം ഇവരിങ്ങനെ പറക്കുകയാണ്, മാമൽസ് ആണ്, അത്രയും ബോഡി വെയിറ്റ് ഉണ്ട്, പറക്കാനുള്ള എനർജി വേണം, ഭയങ്കര മെറ്റബോളിക് റേറ്റ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്യണമെങ്കിൽ അത്രയും ഫുഡ് ഇൻടേക്ക് ഉണ്ടാവണം. ഈ 3000 ഇൻസെക്ട്സിനെ, അത് പെസ്റ്റ് ആയിട്ടുള്ള ഇൻസെക്ട്സിനെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 60 പേരോട് കഴിക്കുമ്പോൾ എത്രത്തോളം ടൺ ഓഫ് പെസ്റ്റിനെയാണ് അവർ റിമൂവ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം.
റിമൂവ് ചെയ്യുന്നത് അവിടെ ഇരുന്നോട്ടെ, US-ന്റെ ഒരു കണക്ക് പ്രകാരം ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഏത് തരത്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെസ്റ്റിനെ എല്ലാം കൊല്ലാനായിട്ട് ഫാമേഴ്സ് അവിടെ പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സോ വാങ്ങേണ്ടി വരുമായിരിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ ബാറ്റ്സിനെ അവരെ കോൺ ഫീൽഡിൽ ബാറ്റ് ബോക്സുകൾ ഇൻസ്റ്റാൾ ചെയ്തു. നമ്മുടെ തക്കാളിപ്പട്ടിയൊക്കെ പോലെ ഇരിക്കുന്നതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനകത്തോട്ട് ഇൻസെക്യൂറസ് ബാറ്റ്സ് വന്ന് കൂട് കൂട്ടാനായിട്ട്, മീൻസ് അവരുടെ ഷെൽട്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരം ആകുമ്പോൾ ഇവന്മാർ ഇറങ്ങുന്നു, ഈ പെസ്റ്റിനെ എല്ലാം പിടിച്ചോണ്ട് പോകുന്നു അല്ലെങ്കിൽ കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു പെസ്റ്റ് കൺട്രോൾ നല്ല രീതിയിൽ ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് പറ്റിയെന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജും. അത് ഫാമേഴ്സിനെ ഡയറക്ട്ലി ബെനിഫിറ്റ് ചെയ്തു എന്ന് പറയുന്നതാണ് ഒരു റവന്യൂ സൈഡ്. അതേപോലെ തന്നെ കൊതുകുകളെ ആയാലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന പലതരത്തിലുള്ള വെക്ടേഴ്സിനെ കഴിച്ചുകൊണ്ടാണ് ഇവരുടെ ഒരു ഡയറ്റ് പോകുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമുക്ക് ചുറ്റുമുള്ള ഈ കൊതുകുകളൊക്കെ പരത്തുന്ന അസുഖങ്ങളിൽ നിന്ന് നമ്മൾ എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആണ് ഈ വവ്വാലുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവികളോ നമുക്ക് ചുറ്റും ഉണ്ടെങ്കിൽ തന്നെ. ഇനി അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഗുവാനോ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഗുവാനോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇൻസെക്ടിവറസ് ബാറ്റ്സിന്റെ കാഷ്ടത്തെയാണ് ഗുവാനോ എന്ന് പറയുന്നത്. ഫ്രൂഗിയോറസ് ബാറ്റ്സിന്റെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിങ്ങനെ ഒരു സ്പ്ലാഷ് പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു കാഷ്ടമായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. വേറെ ഒന്നുമല്ല, അവരുടെ ഡയറ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇൻസെക്ടിവറസ് എന്ന് പറയുന്നത് അവർ കഴിക്കുന്നത് കാൽസിഫറസ് ആയിട്ടുള്ള ഇൻസെക്ട്സിനെയാണ് കഴിക്കുന്നത്. അപ്പൊ ഒരു പെല്ലറ്റ് എന്ന് പറയും, നമ്മുടെ പല്ലിക്കാഷ്ടമൊക്കെ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് അതിന് ഗുവാനോ എന്നാണ് അതിന് പറയപ്പെടുന്നത്. ഈ ഗുവാനോ ഹാർവെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് മലേഷ്യയിലൊക്കെയുള്ള ഒരു ട്രൈബ്, ഒരു ഗോമതാങ് കേവ് എന്ന് പറഞ്ഞ ബോർണിയോയിൽ ഒരു കേവ് ഉണ്ട്. അവിടെ ഉള്ള ട്രൈബ് എന്ന് പറയുന്നത്, ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അവർ ഈ ഗുവാനോ എടുത്തിട്ട് അത് പ്രോസസ് ചെയ്ത് അവർ മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നു. ഒരു ബയോ ഫെർട്ടിലൈസർ ആയിട്ടൊക്കെ അവർ ആ ഒരു ഓർഗാനിക് ബാഡ് ഗുവാനോ എന്നൊക്കെ ടൈറ്റിൽ ചെയ്തിട്ട് അവരതിനെ വിൽക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോഴും അത് അവിടെ ഭയങ്കരമായിട്ട് അവർ വാഴക്കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇത് പാം കൃഷി ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഇവർക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ ഇത്തരത്തിലുള്ള ഭയങ്കര ന്യൂട്രിയസ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ കിട്ടുമായിരുന്നു. അവരതവിടെ കൊണ്ടുവന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ടേക്കപ്പ് ചെയ്ത് കൊണ്ടുപോയില്ല. അതിനകത്ത് ഒബ്വിയസ്ലി അതിന്റെ ഇടയ്ക്കുള്ള മീഡിയേറ്റർ റോളുകൾ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടം വരികയും പിന്നീട് അവർ ഈ ഒരു പ്ലാൻ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ വീണ്ടും ലോകത്തുള്ള പലതരത്തിലുള്ള NGOs ഇത് പൊക്കിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒബ്വിയസ്ലി. പക്ഷെ ഇത്തരത്തിലൊക്കെയുള്ള ഒരു ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ എക്കണോമിക് റോളുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ് വവ്വാലുകൾക്ക്. പ്രത്യേകിച്ച് നമുക്ക് കേരളം എന്നോ ഇന്ത്യ എന്നൊക്കെ പറയേണ്ടി വരും. സിൻസ് നമുക്ക് ഈ ഒരു നിപ്പ ഔട്ട് ബ്രേക്കും അല്ലെങ്കിൽ കോവിഡുമായിട്ട് നിപ്പയായിട്ട് മാത്രം രോഗങ്ങളുമായിട്ട് മാത്രം നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് കാണുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് വേറെ ആരെയും കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ചരിത്രാതീതമായ കാലം മുതൽ അല്ലെങ്കിൽ നമ്മളുടെ പഠനകാലം മുതൽ നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് ഷെയ്ഡുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് പറയേണ്ടി തന്നെ വരും. ഒരു നിപ്പ എന്ന് പറയുന്ന ഒരു അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ കോവിഡ് എന്ന് പറയുന്ന ഒരു അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസുഖം മനുഷ്യരിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ തന്നെ വവ്വാലുകളെ സ്ക്രീൻ ചെയ്ത് കാണിക്കുന്നതും അല്ലെങ്കിൽ വവ്വാലുകളെ ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്ത് കാണിക്കുന്നതും തരത്തിലുള്ള ഒരു ഒരു പ്രാക്ടീസ് നിലനിന്നിരുന്നു എന്ന് തന്നെ വേണേൽ പറയണം. പക്ഷെ ഇതൊക്കെ എവിടെ എത്തിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴായിട്ട് ന്യൂസ് കണ്ടിട്ടുണ്ടാവും, ഈ വവ്വാലുകളെ പേടിച്ചിട്ട് ആൾക്കാർ വെളിയിൽ ഇറങ്ങുന്നില്ല, അല്ലെ വവ്വാലുകളുടെ റൂസ്റ്റിംഗ് സൈറ്റുകൾ നശിപ്പിക്കുന്നു, വവ്വാലുകളെ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്നു. അതൊരു പൊതു പ്രശ്നമായിട്ട് മാറുകയാണ്. പഞ്ചായത്തിൽ നിന്നൊക്കെ വിളിച്ച് പറയാണ് ഈ വവ്വാലുകളോടുള്ളത് കാരണം ഞങ്ങൾക്ക് മീൻസ് അവിടുന്ന് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അതിനെ അവിടുന്ന് മാറ്റണം എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ വരികയാണ്. അവിടെ ചെന്ന് നമ്മൾ അന്വേഷിക്കുകയാണ് ഈ റൂസ്റ്റ് ഇവിടെ എത്ര വർഷമായിട്ടുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും പ്രായമായിട്ടുള്ള ഒരാൾ പോലും പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരു 70-75 വയസ്സിനകത്ത് നിൽക്കുന്ന പോലും ഒരു അപ്പാപ്പൻ പറയുന്നതെന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ വെച്ച സമയം മുതൽ അത് ഇവിടെ ഉണ്ട്, ഇവിടുന്ന് അത് അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറിയിരുന്നു, പിന്നീട് അത് ഇവിടേക്ക് തന്നെ വരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ ഹിസ്റ്റോറിക്കലി നമ്മളായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു അനിമലാണിത്. അല്ലെങ്കിൽ അതിന്റെ ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് നമ്മളും അതിനകത്തോട്ട് ഇൻവോൾവ് ആയി വന്നിരിക്കുന്ന ഒരു ഇക്കോസിസ്റ്റമാണ്. പക്ഷെ നമ്മൾ പോർട്രൈ ചെയ്യുന്നത് ഈ ഒരു ഡിസീസിന് ശേഷം അല്ലെങ്കിൽ ഡിസീസ് ഔട്ട് ബ്രേക്കുകൾക്ക് ശേഷം നമ്മൾ പോർട്രൈ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വളരെ റോങ് ആയിട്ടുള്ള രീതിയാണ്. ഇവിടെ തന്നെ മനോരമയുടെ ഒരു ന്യൂസ് വന്നു, റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫ്ലൈങ് ബോക്സ് നിപ്പ പരത്തുന്നത് കുറുക്കന്റെ മുഖമല്ല വവ്വാൽ എന്നൊക്കെ പറയുമ്പോഴും അതിനകത്ത് പോർട്രൈ ചെയ്യുന്നത് അത് ഇപ്പോഴും എവിടെയും ക്ലിയർ ആയിട്ടില്ല. നമ്മുടെ ഇവിടെയുള്ള വവ്വാലുകളെ കുറിച്ചൊരു ഡീറ്റെയിൽ ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഡൂസ് ആൻഡ് ഡോൺസ് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ജാഗ്രതാപരമായി ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാതെ ഇതിനെക്കുറിച്ചുള്ള റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ പലപ്പോഴും ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു ചോദ്യം വന്നിരിക്കാം, ശരി ഈ വവ്വാലുകളെ കുറിച്ച് ഇത്രയും വർണ്ണിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, വവ്വാലുകൾ ഇതിനൊന്നും കാരണമല്ല എന്നാണോ പറയുന്നതെന്ന് ചോദിച്ചിരിക്കാം. ഒരിക്കലുമല്ല. വവ്വാലുകളും ആക്ച്വലി ഈ ഒരു ഡിസീസും അല്ലെങ്കിൽ വൈറസുകളും എന്നൊക്കെ പറയുന്നത് ഈ 50 മില്യൺ വർഷം മുന്നേ വവ്വാലുകൾ ഇവോൾവ് ചെയ്ത് വന്നു എന്ന് പറയുന്ന ആ സമയം മുതൽക്കേ അതിന്റെ ശരീരവുമായിട്ട് കോ ഇവോൾവ് ചെയ്ത് അഡാപ്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ജീവികളാണ് അവയുടെ ശരീരത്തിലുള്ള വൈറസുകളോ അല്ലെങ്കിൽ മറ്റ് ജീവികളെന്ന് പറയുന്നത്. അത് വവ്വാലുകളുടെ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള പല വന്യജീവികളിലും ഒരു കീരീനെ നിങ്ങൾ എടുത്താലോ നിങ്ങളുടെ വീട്ടിൽ സ്ഥിരം വന്നു പോകുന്ന ഒരു എലീനെ എടുത്തു കഴിഞ്ഞാലോ ഇതിന്റെ ശരീരത്തുമൊക്കെ ഈ ജീവികളുമൊക്കെ
പല തരത്തിലുള്ള വൈറസുകളെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു നാച്ചുറൽ റിസർവർ ആണ് ആക്ച്വലി. പക്ഷെ എന്തുകൊണ്ട് വവ്വാലുകളുടെ ശരീരത്തിൽ കൂടുതൽ കാണുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, വവ്വാലുകൾ ഒരു ഫ്ലൈ മാമലാണ്. ഒരു 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 വൈറസിനെ സംബന്ധിച്ച് അതിന് എത്രയും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യണം എന്നുള്ള രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിടത്തുനിന്ന് അടുത്തടുത്തോട്ട് എത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് തന്നെ ഒരു ഹോസ്റ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അങ്ങനെ നോക്കുമ്പോൾ വവ്വാലുകൾ നല്ലൊരു ഹോസ്റ്റാണ്. അറ്റ് ദ സെയിം ടൈം ഇതിന്റെ ഒരു റൂസ്റ്റിംഗ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയാം വവ്വാലുകൾ ഒരു നമ്മൾ 1500 സ്പീഷീസ് ഉണ്ടെന്ന് പറയുമ്പോഴും ഇതിൽ ഒരു 90% സ്പീഷീസുകളും ഒരുമിച്ച് റൂസ്റ്റ് ചെയ്യുന്നവരാണ്. അവരൊരു സോഷ്യൽ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആനിമൽസ് ആണ് ഈ വവ്വാലുകൾ എന്ന് പറയുന്നത്. സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴും എത്രത്തോളം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വാമ്പയർ ബാറ്റുകളുണ്ട്. വാമ്പയർ ബാറ്റുകൾ ആക്ച്വലി അവര് വൈകുന്നേരങ്ങളിൽ ഈ ഇര തേടാൻ പോകുന്ന സമയത്ത് അവർക്ക് വേണ്ട ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് റൂസ്റ്റ് ചെയ്യുന്ന വവ്വാലാണെങ്കിൽ അവരുടെ ഭക്ഷണം ഷെയർ ചെയ്യലുണ്ട്. അവർ ബ്ലഡ് ആണ് കുടിക്കുന്നത്, ആ ബ്ലഡ് അത് റീഗർജിറ്റേറ്റ് ചെയ്ത് തൊട്ടടുത്ത ബാറ്റിന് കൊടുക്കലുണ്ട്. ആ കൊടുത്ത കാര്യം അപ്പുറത്ത് കിട്ടിയ വവ്വാല് മറക്കുകയല്ല ചെയ്യുന്നത്. അടുത്ത റൗണ്ടിൽ അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഈ ഫുഡ് ഷെയർ ചെയ്ത വവ്വാലിന് ഫുഡ് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ ഫുഡ് വാങ്ങിയ വവ്വാല് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് അല്ല എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഇവർ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സിസ്റ്റം ഇവിടെ നിലനിർത്തുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു വവ്വാലിന്റെ കുഞ്ഞിന് ഈ ഫുഡ് കിട്ടിയില്ല എന്നിരിക്കട്ടെ, ആ സമയത്ത് അതിന്റെ ആന്റിമാരായിരിക്കും മിക്കവാറും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ ആന്റിമാർ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഈ വവ്വാലിനും അല്ലെങ്കിൽ അതിന്റെ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു മരത്തെ കാണുന്ന സമയത്ത് നമ്മൾ പറയാം വവ്വാലുകൾ കൂട്ടം കൂടി നിൽക്കുന്നതാണ് കാണുന്നത്. പക്ഷേ അതിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, കറക്റ്റ് ആയിട്ട് ഒരു ബൈനോക്കുലർ വെച്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് വളരെ ഹൈറാർക്കിലായിട്ടുള്ള ഗ്രൂപ്പുകളെ കാണാൻ പറ്റും. പ്രഗ്നന്റ് ഫീമെയിൽസ് മാത്രം ഒരു സൈഡിൽ ഉണ്ടായിരിക്കും. ഡോമിനന്റ് ഫീമെയിൽസ് ആയിരിക്കും അതിന്റെ ഏറ്റവും മേലെ ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു മരത്തിന്റെ. സബഡൽട്ട് ആയിട്ടുള്ള മെയിൽസ് ഒരു സൈഡിലുണ്ടാവും. ഇനി ഇവരെല്ലാവരോട് ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. പ്രജനനകാലം കഴിഞ്ഞ് കുട്ടികളാവുന്ന ടൈമിൽ ഈ റൂസിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വൈകുന്നേരങ്ങളിൽ കൊണ്ടുപോയി ഒരു മരത്തിൽ വെച്ചിട്ടായിരിക്കും ഈ വവ്വാലുകൾ കുറേ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ വെക്കുന്ന സ്പേസിന് പാർക്കിംഗ് സ്പേസ് എന്നൊക്കെ പറയപ്പെടുന്ന വേറൊരു തരത്തിലുള്ള ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം വളരെ സോഷ്യലായിട്ട് പരസ്പര സഹായത്തോടുകൂടി വലിയൊരു കിൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അനിമലാണ് ബാറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഒരു സോഷ്യൽ അനിമൽ എന്നൊക്കെ പറയുന്ന സമയത്ത് മനുഷ്യന്റെ കാര്യം പറയുന്നത്, അതിനപ്പുറത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നതാണ് ആനകളെ കുറിച്ചൊക്കെ പറയുന്നു, മാട്രിയാർക്കൽ ആയിട്ടുള്ള സിസ്റ്റം പോകുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതിനോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ സെറ്റപ്പാണ് ഇത്രയും ചെറിയ ജീവികൾ നമ്മുടെ മുന്നിലൂടെ കാഴ്ചവെച്ച് കൊണ്ടുപോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മേക്കിംഗ് ബാറ്റ് തന്നെ അതിനെ നമ്മൾ ഒരു മണിക്കൂർ ഒബ്സർവ് ചെയ്യണമെങ്കിൽ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സും ഭയങ്കര രസകരമായിട്ടുള്ള ബിഹേവിയേഴ്സ് ഈ മെയിൽ ഫീമെയിൽ ഇന്ററാക്ഷൻസ് ഒക്കെ ഒന്ന് കാണാൻ പറ്റും. ഇനി അടുത്താണ് ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ അടക്കവവാലിനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സെഗ്മെന്റ് അത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ലോഞ്ചിവിറ്റി, അതിന്റെ ഒരു ജീവിത ചക്രം എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് 30 വർഷം 35 വർഷത്തോളം അത് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള കുറെ ക്വാളിറ്റീസ് ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ വവ്വാലുകളുടെ ദേഹത്ത് ഇത്തരത്തിലുള്ള വൈറസുകൾ ഇവോൾവ് ചെയ്തു വന്നത്. പക്ഷെ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ വവ്വാലുകളെ എന്തുകൊണ്ട് ഈ വൈറസുകൾ അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വരും. നമുക്കറിയാം വവ്വാലുകളിൽ നിന്നും പല വൈറസുകളും മനുഷ്യരിലേക്ക് വരുന്നു, മറ്റു ജീവികളിലേക്ക് വരുന്നു. പക്ഷെ വവ്വാലുകളെ എന്തുകൊണ്ട് അഫക്ട് ചെയ്യുന്നില്ല? അത് വേറെ ഒന്നുമല്ല, ഇവരുടെ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത്, ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെയൊക്കെ ശരീരത്ത് ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ് വരുന്നു, അവിടെ അതിന് വേണ്ട പണിയൊക്കെ എടുക്കുന്നു, ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാവാതെ ശ്രദ്ധിച്ച് അണുക്കളെയൊക്കെ നശിപ്പിച്ച് അങ്ങനെ പോകുന്നു. പക്ഷേ വവ്വാലുകളുടെ ശരീരത്തിൽ എന്ന് പറയാൻ നിങ്ങൾക്കറിയാം, ഇവരുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഇവർക്ക് ഇത്രയും ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിറകൊണ്ട് പറക്കുന്ന ജീവിയാണ്. ഒരു സ്ഥലത്തേക്ക് മറ്റൊരിടത്തേക്ക് പോകാൻ വേറെ മാർഗങ്ങളൊന്നും തന്നെയല്ല. പറക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എനർജി ആവശ്യമായിട്ട് വരും. എനർജി ആവശ്യമാവുന്ന സമയത്ത് തന്നെ ഇതിന് അത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതിന്റെ മൈറ്റോകോൺട്രിയ എത്ര ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു. പക്ഷെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് അത്രയും സെൽ ഡാമേജുകളോ അല്ലെങ്കിൽ വേറെ ജനിതകപരമായിട്ടുള്ള ഡാമേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കാം. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ഇൻഫ്ലമേഷൻ ഉണ്ടായി മനുഷ്യന്മാർ കൂടുതലായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടായി നമ്മൾ മരിക്കുമെന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഈ ഇൻഫ്ലമേഷനെയൊക്കെ മാസ്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ആക്റ്റീവായിട്ട് ഇതിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ഒരു സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈറസുകൾക്ക് അത് എങ്ങനെയാണ് ഗുണം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറസിനെ അവിടെ കൊല്ലുകയല്ല ചെയ്യുന്നത്. വൈറസുകൾക്ക് അവിടെ ഒരു പതുങ്ങിയിരിക്കാനുള്ള ഒരു സ്പേസ് ആണ് ഇവരുടെ ശരീരത്തിൽ ഒരുങ്ങുന്നത്. അപ്പൊ ഏത് സാഹചര്യത്തിലാണ് ഇവർ വെളിയിലോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഒരു വവ്വാല് അതിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആവുന്ന സാഹചര്യത്തിൽ, നമ്മളുടെ ആയാലും പ്രതിരോധ ശേഷി ഡൗൺ ആവുന്ന സാഹചര്യങ്ങളായിരിക്കും നമുക്കൊരു അസുഖം വരുന്ന സാഹചര്യം, ഒരു പനി പോലെ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു എൻവയോൺമെന്റ് മാറുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് ഫീമെയിൽ ആകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴായിരിക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം
ഡൗൺ ആവുകയും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വെളിയിൽ നിന്നുള്ള ഒരു ബോഡി കയറിയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബോഡി ആക്റ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നത്. സെയിം സിസ്റ്റം തന്നെയാണ് വവ്വാലുകളിൽ നടക്കുന്നത്. പക്ഷെ ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് 24/7 കംപ്ലീറ്റ്ലി ആക്റ്റീവ് ആയിരിക്കും, ജസ്റ്റ് ബിക്കോസ് അവർ ആ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ ഒരു ഫിസിയോളജിക്കൽ അനാറ്റമിക്കൽ സൈഡൊക്കെ ജേക്കബ് മാണി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എഴുതിയിട്ടുണ്ട്. പരിഷത്തിന്റെ ഒക്കെ വയനാടത്തെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തകനായിരുന്നു. അവന്റെ ഫേസ്ബുക്ക് പേജ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരു ആർട്ടിക്കിൾ അതിനകത്ത് തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ഈ വൈറസുകളെ കുറിച്ച് പറയുമ്പോൾ വവ്വാലുകളിൽ ഇത് ഇത്രയും വൈറസുകളുണ്ട്, അല്ലെ വവ്വാലുകൾ വഴിയാണ് ഇത് ഇവിടേക്ക് എത്തിയെന്ന് പറയപ്പെടുന്നത്. പക്ഷെ വവ്വാലുകൾ ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂളും ആൽമരം അവിടെ ഉണ്ട്, അതിനകത്ത് വവ്വാലുകളുണ്ട്. ഇരിക്കുന്ന പലർക്കും പല വർഷങ്ങളായിട്ട് അറിയാവുന്ന വവ്വാൽ കോളനികൾ നിങ്ങളുടെയൊക്കെ മുന്നിലുണ്ടാവും. നിങ്ങൾ അല്ലെങ്കിൽ ബസ്സിൽ പോകുന്ന സമയത്ത് പലയിടത്തും കണ്ടിട്ടുണ്ടാവും. പക്ഷെ എങ്ങനെയാണ് ഈ വവ്വാലുകളിൽ നിന്ന് ഈ അസുഖം മനുഷ്യരിലേക്ക് എത്തുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ പലപ്പോഴായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടാവാം. അപ്പൊ അത് നിപ്പയുമായിട്ടൊക്കെ തന്നെ ചേർന്ന് വായിക്കുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള പാരിസ്ഥിതിക ഘടകങ്ങളുണ്ടെന്ന് വേണം പറയാനായിട്ട്. ഇവിടെ ഒരു കേസ് വന്ന സമയത്ത് നമ്മൾ നിപ്പയുടെ ഇൻഡെക്സ് കേസിനെ കുറിച്ച് സംസാരിക്കുന്നു. വവ്വാലാണ് അതിന്റെ ഉറവിടം എന്ന് പറയുന്നു. അതിന് നമ്മൾ അത്തരത്തിൽ വിടുന്നു. അതിന്റെ കോർ റീസൺ എന്താണെന്ന് ഇപ്പോഴും ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെക്ക് ചെയ്തിട്ടുണ്ടാവാം, നമുക്ക് അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അത് അഡ്രസ് ചെയ്യുന്നില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. ആദ്യമായിട്ട് നിപ്പ വരുന്ന മലേഷ്യയിൽ, സിംഗപ്പൂര്, മലേഷ്യ ആ ഒരു മേഖലയിൽ, മലേഷ്യയിൽ 1998 നിപ്പ വന്ന സമയത്തുള്ള ഒരു സോഷ്യോ ഇക്കോളജിക്കൽ സ്റ്റഡി പിന്നീട് നടക്കുകയുണ്ടായി. 90കളുടെ ആദ്യ ഘട്ടത്തിലാണ് മലേഷ്യയിൽ ഭീകരമായിട്ട് പന്നി ഫാമുകൾ ഉണ്ടായി. ഈ പന്നി ഫാമുകൾ ഉണ്ടായ സമയത്ത് തന്നെ അത് 90% പ്രൊഡക്ഷൻ ഇപ്പോഴത്തേക്കാൾ കൂടുതൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് തന്നെ അവിടുത്തെ ഫാമേഴ്സ് പന്നികളെയൊക്കെ മേടിച്ചു, വളർത്തി തുടങ്ങി, നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ വരുന്നു, നല്ല രീതിയിലുള്ള എക്കണോമിക് സെയിലുകൾ ഉണ്ടാവുന്നു, ഉറപ്പായിട്ടും കുറച്ചുകൂടെ ഏരിയ എക്സ്പാൻഡ് ചെയ്യുന്നു, പലതരത്തിലുള്ള എൻഗ്രോസിങ്ങുകൾ ഉണ്ടാവുന്നു, അവിടെ ഫാമുകൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു വന്നു. ഇതിന്റെ കൂടെ തന്നെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ടിംഗ് ട്രീസും ഇതിനിടയിലൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. മാവായിരുന്നു വെച്ചെന്നാണ് പറയപ്പെടുന്നത്. ഈ മാവ് അവിടെ വെക്കുന്നു, മാവ് വളർന്നു വരുന്നു, നല്ല രീതിയിൽ മാമ്പഴം ഉണ്ടാവുന്നു. ഇതിനകത്തുനിന്നൊക്കെ ഇവർക്കൊരു ഇൻകം അവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ കൂടെ തന്നെ നമ്മൾ അപ്പുറത്ത് എൻഗ്രോസ് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഫ്രിഞ്ച് ഏരിയയൊക്കെ ഒക്യുപ്പൈ ചെയ്താണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. സംഭവിച്ചത് മലേഷ്യ പോലുള്ള പല ഐലൻഡ് രാജ്യങ്ങളിൽ നിന്നും, ഐലൻഡ് രാജ്യങ്ങൾ വവ്വാലുകൾ പലപ്പോഴും ഒരു ഐലൻഡ് സ്പെസിഫിക് ആയിട്ടൊക്കെ ഒതുങ്ങാറാണ് ചെയ്യാറ്. പക്ഷേ ഇവർക്ക് ഈസി സോഴ്സ് മെയിൻലാൻഡുകളിൽ കിട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ഇവന്മാര് ഈ ഫാമുകൾ ഒക്യുപ്പൈ ചെയ്യാൻ തുടങ്ങി. വലിയ മനുഷ്യ ശല്യമൊന്നുമില്ല, ആവശ്യത്തിന് ഫുഡ്, ആവശ്യത്തിന് സ്പേസ് അവിടെ വരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു ഭയങ്കര മെസ്സി ആയിട്ടുള്ള ഈറ്റേഴ്സ് ആണ്, ഭയങ്കരമായിട്ടാണ് ഇവർ കഴിക്കുന്നത്, ഇങ്ങനെ കടിച്ചു പറിച്ചാണ് കഴിക്കുന്ന ഒരു ഫ്രൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ. ഈ കഴിച്ച സാധനങ്ങളൊക്കെ നമ്മുടെ ഫാമിന്റെ അവിടേക്ക് വീണാൻ തുടങ്ങി. ഈ വീണ സാധനങ്ങളെല്ലാം അവിടുത്തെ പന്നികൾ കഴിക്കാൻ തുടങ്ങി. ഈ പന്നികളിൽ ഈ വൈറസുകൾ ആക്റ്റീവ് ആവാൻ തുടങ്ങി. ആ ആക്ടിവിറ്റിയിൽ നിന്ന് പിന്നീട് മനുഷ്യരിലേക്ക് എത്തുന്നു. അപ്പോഴും നമ്മൾ കൂട്ടി വായിക്കേണ്ടത് വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്ക് എത്തിയെന്ന് പറയുമ്പോഴും വവ്വാലുകൾ എന്തുകൊണ്ട് അവിടെ എത്തി എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മളുടെ അവിടുത്തെ ഒരു ലാൻഡ് യൂസിനകത്തുള്ള മാറ്റം വരുന്നുണ്ട്, ഒരു എൻക്രോച്ച്മെന്റ് ആക്ടിവിറ്റി വരുന്നുണ്ട്, നമ്മുടെ ഒരു എക്കണോമിക് സ്കെയില് മുന്നോട്ട് വെക്കാനായിട്ട് നമ്മൾ വേറൊരു തരത്തിലുള്ള സാമൂഹിക നിലപാട് നടത്തുന്നുണ്ട് അവിടെ. ഇതിന്റെ എല്ലാം ഭാഗമായിട്ടായിരിക്കാം ഈ കാട്ടിൽ കിടന്ന വവ്വാലുകൾ ഇവിടേക്ക് എത്തുന്നത്. ഉറപ്പായിട്ടും കാട്ടിലുണ്ടായിരുന്ന ഒരു സേഫ് സിറ്റുവേഷനോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഹൈ ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനോ ആയിരിക്കില്ല അവർക്ക് നാട്ടിൻ പ്രദേശങ്ങളിലോട്ട് ഉണ്ടാവുന്നത്. ഒരു പീരീഡ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവരെ ഓടിക്കാനായിട്ട് ശ്രമിക്കുന്നു, ഉറപ്പായിട്ടും വെടിവെക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ പടക്കം എറിയാനോ അല്ലെങ്കിൽ മരങ്ങൾ മുറിക്കാനോ തുടങ്ങുന്നു. ഇവരുടെ ആവാസ സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നു, അനിമൽ സ്ട്രെസ്ഡ് ആവുന്നു, അതിന്റെ ദേഹത്ത് നിന്ന് വൈറസ് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടി വരുന്നു. ഇതേപോലെ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ബംഗ്ലാദേശിലും 2001 ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത്. ആ സമയത്തും നമ്മളുടെ പാം കൾട്ടിവേഷനും അല്ലെങ്കിൽ ഈ വ്യവസായമൊക്കെ കൂടിക്കൊണ്ടുവരുന്നു. നമ്മളുടെ ടോഡി കൾട്ടിവേഷൻ, ടോഡി പാം, ഇതിന്റെയൊക്കെ വ്യവസായം കൂടിക്കൊണ്ടുവരുന്നു, എൻക്രോച്ച്മെന്റ് നടക്കുന്നു. പിന്നീടാണ് കേസുകൾ വരാൻ തുടങ്ങുന്നു, 100 മേലെ കേസുകൾ വരുന്നു. പിന്നീട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ഇക്കോളജിക്കൽ സൈഡ്, അതിന്റെ ഒരു ആവാസ വ്യവസ്ഥയുമായിട്ട് ഇതിനെ ചേർത്ത് വായിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് വവ്വാലുകളാണ് ഈ വരുന്ന കള്ള് അവന്മാർ ആ കുടത്തിനകത്തുനിന്ന് കുടിക്കുന്നുണ്ട്. ഈ കുടത്തിനകത്തുനിന്നാണ് നമ്മൾ കുടിക്കുന്നത്. ഈ കുടത്തിനകത്തുനിന്ന് കുടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ കുടിച്ചിട്ട് പോവല്ല, ഇവന്മാരും ഇതേ കണക്ക് തന്നെ പൂസായിട്ട് ഈ കുടത്തിനകത്തോട്ട് വീഴാണ്. നമ്മൾ ഇതിനകത്തുനിന്നാണ് കള്ളെടുത്ത് കുടിക്കുന്നത്. വവ്വാലിനെ കിട്ടുന്നു, വവ്വാലിന്റെ ഒരു സൈഡിൽ കരിച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണ് മനുഷ്യനും ഈ വന്യജീവികളുമായിട്ട്, നമ്മൾ ആനയും കടുവയും വെച്ച് പറയുന്ന സമയത്ത് പോലും ഇന്ററാക്ഷൻസ് വളരെയധികം കൂടി വരികയാണ്.
നമ്മൾ ഇവരെ ഒരു പരിധിക്കോ അല്ലെങ്കിൽ നമ്മൾ ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ കുറച്ച് നിർത്തിയ സമയത്ത് നമുക്ക് ഒരു തരത്തിലും പ്രശ്നം വരുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഡെൻസിറ്റി കൂടുന്നു, ഇന്ററാക്ഷൻസ് കൂടുന്നു, എൻക്രോച്ച്മെന്റുകൾ കൂടുന്നു. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കുമ്പോഴത്തേക്ക് എമർജിംഗ് ഡിസീസുകൾ അല്ലെ ഇൻഫെക്ഷസ് ഡിസീസുകൾ, സൂണോട്ടിക് ഡിസീസുകൾ, ജന്തുജന്യ രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും മുന്നിലോട്ട് വന്നു തുടങ്ങുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഇന്ത്യയിലെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ 40 വർഷമായിട്ട് നമ്മൾ നേരിടുന്ന തരത്തിലുള്ള ഒരു ജന്തുജന്യ രോഗങ്ങളായിരിക്കില്ല നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ 2018 കേരളത്തിലെ കേസ് പറയുകയാണെങ്കിൽ, കേരളത്തിലെ കേസ് നമുക്കറിയാം. 2018 ചങ്ങരോത്തൊക്കെ കേസ് പറയുന്നു. പിന്നീട് പല തവണയായിട്ട് 2025 നമ്മളിപ്പം പാലക്കാട് കേസ് വരെ വന്നു നിൽക്കുമ്പോഴും ഇതിന്റെ കോർ റീസൺ എന്താണെന്ന് നമുക്കറിയില്ല. 30-ലേറെ ജീവനുകൾ നമ്മുടെ ഇടയിൽ നിന്ന് പോയിരിക്കുന്നു. ഇതിനകത്ത് പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നു, സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നു. പക്ഷെ ഇതൊന്നും തന്നെ ഇതിന്റെ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള സംഘടന എന്താണെന്നോ അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടും അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ ശോഷണം എന്താണെന്നോ എന്നുള്ളതിനെ കുറിച്ചൊന്നും അഡ്രസ് ചെയ്യാതെ വവ്വാലുകളാണ് കോർ റീസൺ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുന്നു എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് എന്താണെന്നുള്ള ഒരു ചിന്ത പോകുന്നുണ്ടോ അല്ലെങ്കിൽ സ്റ്റഡീസ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഫ്രൂഗിയോറസ് ബാറ്റ്സ് ആണ് ഈ നിപ്പ പോലുള്ള ഹെൻഡ്ര പോലുള്ള വൈറസുകളുടെ ഉഭവ കേന്ദ്രം എന്നുള്ളത് ആഫ്രിക്കയിൽ പണ്ടേ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇവരുടെ ഈ വൈറസുകളുടെ ഒരു ഗ്രോത്തും അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് വവ്വാലിൽ തന്നെയാണ് നിൽക്കാനുള്ള സാധ്യതയുള്ളത്. നമ്മൾ അവിടെ നിന്നുള്ള ചെങ്ങരോത്ത് നിന്നുള്ള കോഴിക്കോട് നിന്നായാലും മലപ്പുറത്ത് നിന്നുള്ള വവ്വാലുകളുടെ സാമ്പിളുകളും അവരുടെ മനുഷ്യരുടെ സാമ്പിളുകളും ഒക്കെ പരിശോധിക്കുമ്പോഴും പറഞ്ഞു വരുന്നത് ഈ വവ്വാലുകളിൽ കാണാൻ സാധ്യതയുള്ള നിപ്പയുടെ സ്ട്രെയിൻസിനെ തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ മലേഷ്യയിൽ പറയുന്ന ഒരു ഇക്കോളജിക്കൽ ഇംബാലൻസിന്റെ കാര്യം അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലോ ബംഗ്ലാദേശിലോ പറയുന്ന ഒരു ഇക്കോളജിക്കൽ ഇംബാലൻസിന്റെ കാര്യം എന്തുകൊണ്ട് നമ്മളെ കേരളത്തിലോട്ട് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു നല്ലൊരു ലേഖനം വന്നിരുന്നതിനകത്ത് വെച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു ഇത് തന്നെയാണ് കാരണം എന്നല്ല പറയുന്നത്, പക്ഷെ ഇതാകാൻ കാരണം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഇതിനകത്ത് പഠിച്ചു വരുമ്പോൾ നമ്മളുടെ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മുടെ ലാൻഡ് യൂസിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളും ക്ലൈമറ്റ് ചേഞ്ചും ടെമ്പറേച്ചർ റൈസും അത് ഒരു ജീവി, പ്രത്യേകിച്ച് വവ്വാല് പോലുള്ള ഒരു ജീവിയുടെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ അത് അഫക്ട് ചെയ്യുന്ന രീതികളോട് വെച്ച് നോക്കുമ്പോൾ ഇതൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ 2002 ഈ 2018 നമ്മളുടെ കേസ് ഉണ്ടാകുന്നത്. 2002 മുതലുള്ള അവിടുത്തെ ഒരു ലാൻഡ് യൂസിന്റെ ഒക്കെ ഒരു സാറ്റലൈറ്റ് ഇമേജറി വെച്ച് പറയുമ്പോൾ ഒരു ബാഡ് ട്രൂസ് ഇവിടെയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം ഇവിടെ എല്ലാം പല തരത്തിലുള്ള പ്ലാന്റേഷൻസ് കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. എന്നെ അത്രയും കാര്യമായിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് നടന്നു വരുന്നതേ ഉള്ളതോടെ ബിൽഡിങ്സുകൾ കുറവാണ്, വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. അറ്റ് ദ സെയിം ഡേ 2018 വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വലിയ തോതിലുള്ള മോണോക്രോസ് കൾച്ചറൽ പ്ലാന്റേഷൻസ് വരുന്നുണ്ട്. കോറികൾ, ലാറ്ററൈറ്റ് കോറികൾ വളരെ കാര്യമായിട്ട് വരുന്നുണ്ട്. വളരെ തിങ്ങിപ്പാർക്കുന്ന വീടുകൾ വരുന്നുണ്ട്. ഈ ഒരു ഏരിയകളിലോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മോണോക്രോസ് പ്ലാന്റേഷൻസ് വരുന്നുണ്ട്. ഇവിടേക്കൊക്കെ ആ 2002 ഇമേജറിയിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്, പക്ഷേ അത് വ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ സംസാരിക്കുന്നു ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രധാന ചോദ്യം. ഈ ടോക്കിന്റെ ആദ്യം ഞാൻ പറഞ്ഞതും അത് തന്നെയായിരുന്നു. ഒരു കുഞ്ഞു വവ്വാലിനെയാണോ അതോ നമ്മളുടെ ഈ വവ്വാലുകളെ നമ്മളുടെ അടുത്തേക്ക് എത്തിക്കുന്ന നമ്മളുടെ ആവാസ വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിത ശൈലിയിലുണ്ടായ മാറ്റത്തെക്കുറിച്ചാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം കൊണ്ട് ഇത് അഡ്രസ് ചെയ്താൽ മാത്രമായിരിക്കും നിപ്പയുടെ ഉറവിടം എവിടെ നിന്നാണോ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എത്രത്തോളം മാറി നിൽക്കണം അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് ബൗണ്ടറീസ് ആണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു എൻക്രോച്ച്മെന്റും കാര്യങ്ങളും ഒക്കെ അത് ഒരു ബ്രോഡർ പിക്ചറിൽ ഞാൻ ഇവിടെ ഈ ലുക്കയിൽ ഇരിക്കുന്ന ഒരു സമൂഹത്തിനോട് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ലിസണേഴ്സിനോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് ഉറപ്പായിട്ടും വൈൽഡ് ലൈഫിനെ ബാധിക്കുന്നുണ്ട്, അത് ഉറപ്പായിട്ടും അവിടുത്തെ ഇക്കോസിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട്. അത് പലതരത്തിലുള്ള ഡിസീസുകൾക്കും പലതരത്തിലുള്ള ഒരു മേജറായിട്ടും പറയുകയാണെങ്കിൽ ഒരു ഇന്ററാക്ഷൻ അവിടെ കൂട്ടുകയും അത് പിന്നീട് വന്യജീവികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ തന്നെ വേണം പറഞ്ഞു വെക്കാൻ. വളരെ സ്പെസിഫിക് ആയിട്ട് വവ്വാലുകളെ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഹൈവേ വികസനത്തെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം 6 ലൈൻ ഹൈവേ പലയിടത്തായിട്ട് മീൻസ് കേരളം മൊത്തം വന്നിരിക്കുന്നത്. അതിനു മുന്നേ ഒരു സ്റ്റഡീസ് നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഞാൻ ഇതുവരെ നോക്കിയിട്ട് എനിക്ക് റിപ്പോർട്ട് കിട്ടാൻ സാധിച്ചിട്ടില്ല. ഈ ഹൈവേ വന്ന സമയത്ത് ഇതിനപ്പുറത്തുണ്ടായിരുന്ന കൊറ്റില്ലങ്ങൾ അല്ലെ വവ്വാലിടകൾ ഇവർക്കൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് KFRI ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് ബയോളജി അവിടെ ഒരു സെന്റർ ഫോർ സിറ്റി സയൻസ് എന്ന് പറഞ്ഞ ഒരു ലാബ് ഉണ്ടായിരുന്നു. ആ ലാബും ഒക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ ഈ ഒരു ബെൽറ്റിലുള്ള ആൾക്കാരുമായിട്ട് ചെറിയൊരു സോഷ്യൽ സർവേ നടത്തുന്നുണ്ടായി. വലിയ സിസ്റ്റമാറ്റിക് എന്നല്ല, ഒരു ഗ്രൂപ്പ് ചർച്ച, ഒരു സാമൂഹികപരമായിട്ടുള്ള ചർച്ചപരമായിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്. വാർഡ് തലത്തിൽ മെമ്പർമാരെ വിളിക്കുകയും അവിടെ പണ്ട് ഈ വവ്വാൽ റൂസുകൾ ഉണ്ടോ എന്നൊക്കെയുള്ള അന്വേഷിച്ച് അങ്ങനെ പിന്നെ അവിടുത്തെ ഗ്രൗണ്ട് റൂട്ട് ചെയ്യുന്നതിന് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അവിടെ എത്തിയപ്പോൾ മനസ്സിലായത് വർഷങ്ങളായിട്ട് 50 വർഷത്തിന് മേലെ വരെ അവിടെ നിന്നിരുന്ന പലതരത്തിലുള്ള റൂസ്റ്റുകൾ കട്ട് ഡൗൺ ചെയ്യപ്പെട്ടു. ഈ മുറിച്ച റൂസ്റ്റുകൾ എങ്ങോട്ട് പോയെന്നുള്ളൊരു ചോദ്യമുണ്ട്.
നമ്മൾ അതിന്റെ ഉൾപ്രദേശങ്ങളിലോട്ട്, രാമനാട്ടുകര പോലെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ പല സ്ഥലങ്ങൾ, ആ ഉൾപ്രദേശങ്ങളിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലായത് കഴിഞ്ഞ ഈ ഹൈവേയുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് ഈ റൂസ്റ്റ് കട്ട് ചെയ്തു. ആ സമയത്താണ് പല വീടുകളുടെയും പുറകിലുള്ള റബ്ബർ തോട്ടങ്ങളിലും അല്ലെങ്കിൽ കശുമാവും തോട്ടങ്ങളിലും കവുങ്ങുകളിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള വലിയ മരങ്ങളിലോട്ടൊക്കെ ഇതുകൾ റൂസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എത്രത്തോളം സോഷ്യലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്ന ജീവികളാണ് വവ്വാലുകൾ എന്ന് പറയുന്നത്. 5000 10,000 ഒക്കെ റൂസ്റ്റ് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഇവര് സ്പ്ലിറ്റ് ചെയ്ത് ഇവർ 1000 2000 എണ്ണൊക്കെ ആയിട്ട് പലയിടത്ത് ജീവിക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ ഇവരുടെ സോഷ്യൽ ഇംബാലൻസ് നഷ്ടപ്പെട്ടു, അവരുടെ ഒരു ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നു. ഇതെല്ലാം ഒരു തരത്തിൽ ഇവരുടെ ഇമ്മ്യൂണിറ്റി കുറയാൻ സാധിക്കുന്നതാണ്. ഈ പുതിയ ഇടത്തോട്ട് വരുമ്പോൾ ഉറപ്പായിട്ട് അവർക്ക് ഫൊറേജ് ചെയ്യാനുള്ള, അവരുടെ എവിടെ പോയി ഭക്ഷണം കഴിക്കണം, അല്ലെ നേരത്തെ അവർ എവിടെ നിന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതിനകത്തുള്ള ഇംബാലൻസുകളൊക്കെ മുന്നോട്ട് വരും. അപ്പൊ ഉറപ്പായിട്ടും അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ള സപ്പോർട്ട പോലുള്ള, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും ബാക്ക്യാർഡ്സ് ഇപ്പം നല്ല തരത്തിൽ ഫ്രൂട്ടിംഗ് ട്രീസ് ഒക്കെ കൊണ്ട് എൻട്രീസ്ഡ് ആണ്. അത് സപ്പോർട്ടയാവാം, റംബൂട്ടാനാവാം, പലതരത്തിലുള്ള എക്സോട്ടിക് ട്രീസുകളെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിക്കാനായിട്ട് ഈ വവ്വാലുകൾ നമ്മളിലോട്ട് കൂടുതൽ എത്താനുള്ള സാഹചര്യം വരുന്നതാണ്. ഇനി അതിനെല്ലാം അപ്പുറത്ത് പുതിയൊരു സ്ഥലത്തോട്ട് വരുമ്പോൾ ഇവർക്ക് നാവിഗേഷനുള്ള പ്രശ്നങ്ങളുണ്ടാകും. അവിടെയാണ് ലീനിയർ ഇൻട്രൂഷൻസ് പോലുള്ള ലൈൻ കമ്പികൾ, റോഡുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള പാലങ്ങൾ, ഇതെല്ലാം വഴി ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. ചിലപ്പോൾ വണ്ടി ഇടിച്ചിട്ടായിരിക്കാം മരിക്കുന്നത്, ചിലപ്പോൾ ഈ റൂസ്റ്റ് ചെയ്യുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ലൈൻ കമ്പികൾ ഉണ്ടാവും, അവിടോട്ട് പോയിരുന്നിട്ടായിരിക്കും ചാവുന്നത്. അപ്പൊ ഇത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്രൂട്ടിംഗ് ട്രീയുടെ അടുത്ത് തന്നെ ആയിരിക്കും മിക്കവാറും വവ്വാലുകൾ ചത്തു കിടക്കുന്നത് കാണാറ്. കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു ഫ്രൂട്ടിംഗ് ട്രീ ഉണ്ട്, അത് അവിടെ വന്ന് സേഫ് ആയിട്ട് കഴിക്കുന്നു. കഴിച്ചിട്ട് രാത്രി എഴുന്നേറ്റ് പോകുമ്പോൾ ഈ ഫ്രൂഗ്യൂറസ് ബാറ്റ്സ് നമ്മുടെ നേരത്തെ ഇൻസെക്യൂറസ് ബാറ്റ്സിനെ പോലെ ഇക്കോ ലൊക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇവർക്ക് ഇരുട്ടത്ത് വലിയ കണ്ണുകളുണ്ട്, കാണാൻ പറ്റും. എന്നിരുന്നാൽ കൂടി കുറെ അധികം ഇപ്പൊ ഒരു പോസ്റ്റ് അവിടെ നിൽക്കുന്നു, ആ പോസ്റ്റിൽ നിന്ന് ഒരു സൈഡിലേക്കല്ല ലൈൻ കമ്പികൾ പോകുന്നത്, 4 പാടിലേക്കും ലൈൻ കമ്പികൾ പോവാണ്. ഇതിന്റെ മിക്കവാറും ഒരു എഡ്ജിൽ എവിടെയെങ്കിലും പോയി മാറി തട്ടുന്നു, ഇലക്ട്രിക്യൂട്ടഡ് ആവുന്നു. അതാണ് പലപ്പോഴും സംഭവിക്കാറ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കഴിഞ്ഞ ഒരു 2 വർഷം മുന്നെയാണ് ചൂട് കാരണം കോഴിക്കോട് വവ്വാലുകൾ ചത്തു വീഴുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായത്. അപ്പൊ ഇത്തരത്തില് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നതായാലും അല്ലെ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് പ്രഷറുകളും വവ്വാലുകൾ പോലുള്ള ഈ പറന്നകലാൻ കഴിവുള്ള ജീവികളിൽ പോലും അഫക്ട് ചെയ്ത് തുടങ്ങി. അത് അവരിൽ നിന്ന് അവരുടെ ശരീരത്ത് വളരെ സേഫായിട്ട് കഴിയുന്ന വൈറസുകളെ നമ്മളിലോട്ട് എത്തിക്കാനും ഒക്കെയുള്ള പാകത്തിനുള്ള ഒരു എൻവയോൺമെന്റ് നമ്മുടെ കേരളത്തിന്റെ പ്രകൃതി സാഹചര്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് തന്നെ വേണം നമ്മൾ പറയാനായിട്ട്. ഇതിനെല്ലാം ഉപരി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ബാക്ക്യാർഡിലോട്ട് വന്ന റൂസ്റ്റുകൾ, ഈ വീടുകൾ എന്ന് പറയുന്നത്, ഈ വീടുകളുടെ ഒരു 3 വർഷം 4 വർഷമായിട്ടുള്ളൂ ഇവർക്ക് ഈ റൂസ്റ്റ് വന്നിട്ടുണ്ട്. ഒരിക്കലും 50 വർഷമായിട്ട് റൂസ്റ്റുകളെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരുടെ പ്രതീതിയോ ടോളറൻസോ ആയിരിക്കില്ല ഇവർക്കുണ്ടാവുന്നത്. ഇവർക്ക് ഈ വവ്വാലെന്ന് പറയുന്നത് വലിയ പ്രശ്നമായിരിക്കാം. ഈ വവ്വാലിൽ നിന്ന് അവർക്ക് വരുന്നതെല്ലാം പ്രശ്നങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ വീട്ടിലെ പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ചിലപ്പം ഞാനോ എന്റെ വീട്ടിൽ നിന്നോ ആരെങ്കിലും അവിടെ ഇതിന്റെ അടിയിൽ പോയി നിൽക്കുമ്പോൾ, ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് വവ്വാല് കാഷ്ടിക്കുന്നത് മാത്രമാണ് ഇതിന്റെ പ്രശ്നം. പക്ഷേ പുതിയതായിട്ട് ഈ റൂസ്റ്റുകൾ വന്നു ചേർന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്കൊരു പേടി വരുന്നുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അത്തരത്തിലുള്ള വായനകളാണ് നടത്തുന്നത്, ഭയമാണ് നമ്മൾ ജനറേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പേടി വരുന്നത് മാത്രമല്ല, ഇവർക്ക് വെളിയിൽ ഒരു തുണി അലക്കി വിരിക്കാൻ പറ്റുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു തരത്തിലുള്ള ഫ്രൂട്ട്സും അവർക്ക് കിട്ടുന്നില്ല. മൂന്നാമത്തത് കുട്ടികൾ വെളിയിലോട്ട് പോകാൻ പറ്റുന്നില്ല. നാലാമത്തത് ഇവർ കൊപ്ര ഉണക്കാനോ മല്ലി വറ്റൽ മുളക് ഇതൊക്കെ ഉണക്കാൻ പറ്റുന്ന സമയത്ത് ഇത് കാഷ്ടിച്ചിരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇനി ഇവരുടെ കിണറിൽ ഇത് കാഷ്ടിക്കുന്നുള്ള പ്രശ്നങ്ങൾ. ചില സ്ഥലങ്ങളിൽ ഒരു 100 150 ഒക്കെ റബ്ബർ ട്രീസിലാണ് ഇതുങ്ങൾ വന്ന് റൂസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ മൊത്തത്തിലുള്ളൊരു ഷിഫ്റ്റ് ആണ്. ഈ പലയിടത്തുനിന്നും വീഡിയോസ് ഒന്ന് ഉച്ച സമയത്തൊക്കെ 5000 6000-ഓളം വവ്വാലുകൾ ഒരിടത്ത് നിന്ന് ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട്. ഉച്ച സമയം എന്നൊക്കെ പറയുന്നത് ഇവര് ഒരു ചെറിയ ലോക്കൽ മൈഗ്രേഷൻ നടക്കുമ്പോൾ മാത്രമാണ് ആ സമയത്തൊക്കെ പറക്കാറ്. പക്ഷെ ഈ മരം മുറിക്കുക ഇവർ ഏറ്റവും അടുത്തുള്ള റൂസ്റ്റിംഗ് ട്രീ നോക്കുകയാണ്, അതൊരു വീടിന്റെ പുറകിലായിരിക്കും. പണ്ട് ആൾക്കൂട്ടത്തിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലങ്ങളിലോ മാറി നിന്ന ജീവികൾ ഇത്തരത്തിൽ അത് റൂസ്റ്റ് ചെയ്യാനായിട്ട് ഫോഴ്സ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് മൂലം എന്തൊക്കെയാണ് നമ്മളുടെ ഇക്കോസിസ്റ്റത്തിൽ ഇക്കോളജിക്കലായിട്ടും അല്ലെങ്കിൽ ഒരു സാമൂഹികപരമായിട്ടും വരുന്നതെന്നുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടേ പറ്റുള്ളൂ. ഈ ആളുകളുടെ പേടിയും അവരുടെ ജീവിത രീതികളും കൺസിഡർ ചെയ്യാതെ നമുക്ക് ഒരു അനിമലിന്റെ കൺസർവേഷൻ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വീണ്ടും ചോദിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് മാത്രമായിരിക്കും കൺസർവേഷൻ പോകുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ജീവിയുടെ ഇൻട്രൻസിക് വാല്യൂവിനെ ചോദ്യം ചെയ്യപ്പെടുന്നത്. മനുഷ്യന്റെ ഉപയോഗത്തിന് അധിഷ്ഠിതമല്ലാതെ ഈ ജീവിയുടെ മൂല്യം എന്ത് എന്നുള്ളൊരു ചോദ്യം മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോഴും വവ്വാലുകളെ കുറിച്ച്. അസുഖങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വവ്വാലുകളെ കാണുകയാണെങ്കിൽ ഞാൻ എപ്പോഴും കാണാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കാണാൻ ശ്രമിക്കാതെ പോകുന്ന ഒരു കാര്യം, ഒരു വവ്വാൽ റൂസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വവ്വാലിടം, വവ്വാല് ചേക്കരുന്ന ഒരു സ്ഥലം എന്ന് നമ്മൾ പറയുന്നത് ഒരു വലിയ മരം അല്ലെങ്കിൽ ഒരു ചെറിയ മരം, അതിനകത്ത് ജീവിക്കുന്ന കുറെ വവ്വാലുകൾ.
എന്നിരുന്നാൽ ഇവയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന വലിയൊരു ഗ്രൂപ്പ് ഓഫ് വൈൽഡ് ലൈഫ് അവിടെ ഉണ്ടാവും. അതിനകത്ത് എലികൾ വരുന്നുണ്ടാവും. ഈ മരത്തിന്റെ താഴെ നിന്ന് ഇവർ കൊണ്ടുവിടുന്ന സീഡ്സ് കഴിക്കാനായിട്ടുള്ള എലികൾ വരുന്നുണ്ടാവും. ഇതിലെ ഫ്രൂട്ട്സ് കഴിക്കാൻ വരുന്ന കുരങ്ങന്മാരുണ്ടാവും. ഇതിനകത്തുനിന്ന് കഴിക്കാനായിട്ട് ചിലപ്പം ഫ്രൂട്ട്സ് കഴിക്കാൻ വരുന്നതായിരിക്കും, ഇൻസെക്ട്സിനെ കഴിക്കാൻ വരുന്ന ബേർഡ്സ് ഉണ്ടാവും. ഇനി ഇതിന്റെ താഴെ ഷെൽട്ടർ ചെയ്യുന്ന വൈൽഡ് ലൈഫ് ഉണ്ടാവും. കീരികൾ ഉണ്ടാവും. കീരികളൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും മരത്തിന്റെ താഴെന്നോ അല്ലെങ്കിൽ മരത്തിനകത്തുനിന്നോ ഒക്കെ കഴിച്ച് പോകുന്ന കീരികളാണ്. അപ്പൊ അതൊക്കെ വരുന്ന ഒരു കൂട്ടം വൈൽഡ് ലൈഫുകൾ ഉണ്ടാവാം. ഇനി ഒരു നാട്ടിലെ ഒരു മരം, ഇതൊരു നാട്ടിലെ മരമാണ്. അപ്പൊ നമ്മൾ കാണാതെ രാത്രിയിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു വൈൽഡ് ലൈഫ് ഇന്ററാക്ഷൻസ് ഒക്കെ അവിടെ നടന്നു പോകുന്നത്. എന്നാൽ നേരെ മറിച്ച് ഈ ഒരു റോസ്റ്റിംഗ് സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന നമ്മൾ അഴിച്ചുവിടുന്ന ഒരു പൂച്ചയോ ഒരു പട്ടിയോ അല്ലെങ്കിൽ ഒരു താറാവോ കോഴിയോ അല്ലെങ്കിൽ നമ്മൾ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു പശുവോ ഒക്കെ അവിടെ ഉണ്ടാവാം. അവരൊക്കെ ഇതിന്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയോ അല്ലെങ്കിൽ ചത്ത് കിടക്കുന്ന വവ്വാലിനെ കഴിക്കുക അല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും മണ്ണ് കക്കുകയോ എന്നുള്ളതൊക്കെ ചെയ്തിരിക്കാം. അപ്പൊ ഇവരുമൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന വലിയൊരു ലോകമാണ് നമുക്ക് അപ്പുറത്തേക്കുള്ളത്. നമുക്ക് ഒരിക്കലും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ജനസാന്ദ്രതയിലൊന്നും അല്ല കേരളമോ ഇന്ത്യയോ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മളൊരു ട്രോപ്പിക്കൽ കൺട്രീസ് ഒന്നും നിൽക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ വളരെ വ്യക്തമായി അഡ്രസ് ചെയ്തേ പറ്റുള്ളൂ. അവിടെയാണ് നമ്മൾ ഇതിന്റെ കോർ റീസൺസിനെ കുറിച്ച് അറിയേണ്ടത്. കാര്യം ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ വളരെ വലിയൊരു ആവശ്യമാണ്. അത് നമ്മൾക്കും സേഫാണ്, വൈൽഡ് ലൈഫിനും സേഫാണ്, നമ്മുടെ ഇക്കോ സിസ്റ്റം സേഫാണ്. അപ്പോഴാണ് നമ്മൾ വുഹാനിലൊക്കെ മാർക്കറ്റിൽ കണ്ടത് കോവിഡിന്റെ സമയത്ത് എന്താണ് അവിടുത്തെ വെറ്റ് മാർക്കറ്റ്സിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. അവിടുന്ന് വവ്വാലുകളെ കഴിക്കുന്നു, അതുവഴി അസുഖം വരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പൊ ഇത് വുഹാനിൽ മാത്രമുള്ള ഒരു കാര്യമാണല്ല, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലുണ്ട്, ഇന്ത്യയിലെ പല ഭാഗത്ത് നടക്കുന്നുണ്ട്. കേരളത്തിൽ നടക്കുന്നുണ്ടോ? കേരളത്തിലും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. കേരളത്തിൽ പണ്ട് കാസർഗോഡ് ഒരു അമ്പലം ഉണ്ടായിരുന്നു, ഒരു ശിവരാത്രിക്ക് ആ അമ്പലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഷോർട്ട് നോസ് ഫ്രൂട്ട് ബാറ്റ് പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു ബാറ്റ് ഉണ്ട്. അതിനെ അടിച്ച് കൊന്നിട്ട് അതിനെ പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. നിപ്പയ്ക്കൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു ആ ഒരു സിസ്റ്റം അവിടെ നിന്ന് മാറ്റിയത്. ഇനി അതല്ല, കൊരട്ടി പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയി പലപ്പോഴും കണ്ടിട്ടുണ്ട്. വയനാട് സംസാരിക്കുന്ന സമയത്ത് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവരിപ്പോഴും ആസ്മയ്ക്ക് വേണ്ടിയിട്ട് വവ്വാലുകളെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പാലക്കാട് സൈഡിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഞാൻ പേഴ്സണലി ഇന്ററാക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ മാത്രമാണ് പറയുന്നത്. പലയിടത്ത് പല സാഹചര്യങ്ങളിൽ ഇതിനെ ഉപയോഗിക്കുന്നുണ്ടാവും. കൂടുതലും മെഡിസിനൽ പർപ്പസ് അല്ലെങ്കിൽ ഒരു ലെഷർ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റി ആയിട്ട് ഇതിനെ കൊല്ലുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോട്ടീൻ കണ്ടന്റ്, ഒരു മീറ്റ് ആയിട്ട്. ഈ ഇപ്പം പലതരത്തിലുള്ള ഇന്റർനാഷണലൊക്കെ ആൾക്കാർ പറയുന്നത് പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടാണ് ഇവരതിനെ ഉപയോഗിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് വരികയാണ്. ഇവിടെ എന്ത് തരത്തിലുള്ള ബൗണ്ടറിയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. ഒരു വൈൽഡ് ലൈഫ് ഒരു മീറ്റ് നമ്മൾ പോർക്കിന്റെ പോലും ചിലപ്പോൾ മീറ്റ് നമ്മൾ കഴിക്കുമ്പോൾ വെൽ കുക്ക്ഡ് ആയിട്ട് കഴിക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് പലതരത്തിലുള്ള വേമുകളൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് വരുമ്പോഴാണ് ഇത്രയും വൈറസിനെയൊക്കെ ക്യാരി ചെയ്യുന്ന ഒരു വവ്വാലിനെ നമ്മൾ വളരെ അൺപ്രൊഫഷണൽ ആയിട്ട് കുക്ക് ചെയ്ത് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുന്നത്. ഇനി അടുത്തൊരു സംഗതിയാണ് വൈൽഡ് ലൈഫ് ട്രേഡ് എന്ന് പറയുന്നത്. വൈൽഡ് ലൈഫ് ട്രേഡ് ഞാൻ നേരത്തെ കാണിച്ച ചിത്രവാവൽ എന്ന് പറയുന്നത് നമ്മൾ വിയറ്റ്നാമിലേക്ക് അവിടുത്തെ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ് നമ്മളുടെ വവ്വാലുകൾ, സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വവ്വാലായിട്ട് മീൻസ് ബ്യൂട്ടിഫുൾ കാറ്റഗറി പെടുത്തി ആ ഒരു ടൈമിന്റെ അസ്വാഭാവികത അതവിടെ ഒരു സൈഡിൽ നിലനിൽക്കുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടി കളർ എന്നുള്ളൊരു കളർഫുൾ ആയിട്ട് ഈ ബാറ്റിന്റെ അത് വലിയൊരു ഭംഗിയായിട്ടുള്ള എലമെന്റ് ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഇപ്പോഴും ഇതിനെ ഒരു ഓർണമെന്റൽ പ്രോപ്പർട്ടി ആയിട്ട് വിൽക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് കേരളത്തിൽ എന്റെ വാഴത്തോട്ടത്തിൽ കാണുന്ന ഒരു വവ്വാലിനെയാണ് ഇവിടുന്ന് നേരെ അടിച്ചു പരത്തി സ്റ്റഫ് ചെയ്ത് ഒരു ഫ്രെയിമൊക്കെ ഇട്ട് സുന്ദരനാക്കി നേരെ എവിടെ വിടുന്നത്, വിയറ്റ്നാമിലോട്ട് വിടുന്നത്. അവിടെ ഏതോ ഒന്നും അറിയാത്ത പപ്പൻ അതിനെ മേടിച്ചുകൊണ്ട് വന്നു വെക്കുന്നു, കുഞ്ഞുമക്കൾ അതിനേക്ക് എടുത്ത് കളിക്കുന്നു, അതിന്റെ ദേഹത്തുനിന്ന് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ തിരിച്ചിങ്ങോട്ട് കിട്ടുന്നു. എന്ത് രസകരമായിട്ടായിരിക്കും നമുക്ക് ഇവിടെ മാത്രം ഉണ്ടായി കിടക്കേണ്ട ഏതെങ്കിലും ഒരു എൻഡമിക് ആയിട്ടിരിക്കേണ്ട ഒരു ഡിസീസിനെ പാൻഡമിക് ആക്കി മാറ്റുന്ന എന്നുള്ളൊരു ചിന്ത അവിടെ ജനറേറ്റ് ചെയ്യേണ്ടിയിരിക്കും. ഇനി നമ്മൾ ബാലി പോലുള്ള അല്ലെങ്കിൽ ഇന്തോനേഷ്യൻ കൺട്രീസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ ഫ്ലൈങ് ഫോക്സുകളെ അവിടെ പെറ്റുകളായിട്ട് വളർത്തുന്നത് കാണാൻ പറ്റും. അവിടെ വെരുകളെയൊക്കെ പെറ്റുകളാക്കി വളർത്തി അതിന്റെ കാഷ്ടം എടുത്ത് നമ്മുടെ സിവറ്റ് കോഫിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ അപ്പുറത്തായിട്ടായിരിക്കും ഇപ്പം വവ്വാലുകളെ നിർത്തി വവ്വാലുകളുടെ കാഷ്ടം എടുത്ത് അതിലെ കോഫി കൊടുക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വൈൽഡ് ലൈഫ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ്, അത് വവ്വാലെന്നല്ല ഏത് തരത്തിലുള്ള വൈൽഡ് ലൈഫ് ആയിക്കോട്ടെ, അത് ഒരു തരത്തിലും നമ്മുടെ മനുഷ്യന് പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇവിടെയാണ് വൺ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ, ഏകാരോഗ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഒരു അസുഖം വരുന്ന സമയത്ത് കേവലം മനുഷ്യനെ കുറിച്ചോ അല്ലെങ്കിൽ ആ അസുഖം ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ജീവിയെ കുറ്റപ്പെടുത്തിയോ തീർക്കുകയല്ല വേണ്ടത് അവിടെ. അതിന് പകരം മനുഷ്യനും ആ ജീവിയും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും ഏത് തരത്തിൽ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാം, മൂന്നിനെ ഒരേ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള പ്രോട്ടോകോൾസ് ഡെവലപ്പ് ചെയ്യാൻ പാകത്തിനുള്ള അല്ലെങ്കിൽ അത്രയും വിഷണറി ആയിട്ടുള്ള ആ ഒരു ബോധമുള്ള ഒരു ഭരണകൂടം നമുക്ക് ഉണ്ടാവേണ്ട ഒരു ആവശ്യകത, അല്ലെങ്കിൽ ആ ഭരണകൂടത്തെ നയിക്കാൻ പറ്റുന്ന ഒരു മാർഗദർശിനികൾ നമുക്ക് മുന്നിൽ ഉണ്ടാവേണ്ട
ഒരു ആവശ്യകത നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മൾ പലപ്പോഴും പ്രബുദ്ധരായിരിക്കുമ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കേസുകളെ നമ്മൾ ഏത് രീതി ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിൽ ചോദ്യം തന്നെയാണ്. ഈ വൺ ഹെൽത്തിൽ തന്നെയായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ വൈൽഡ് ലൈഫ് ട്രേഡിനെ കുറിച്ചും അല്ലെങ്കിൽ വൈൽഡ് ലൈഫുമായിട്ടുള്ള ഇന്ററാക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. ആ ട്രേഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 2 വർഷം മുന്നെയാണ് സൈറ്റീസ് എന്ന് പറയുന്ന നമ്മുടെ ഉടമ്പടിയിൽ നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റ് വളരെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന മന്ദാര പോലുള്ള ഇനിഷ്യേറ്റീവിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഒന്നും തന്നെ വരുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാക്രോ ലെവലിൽ ഞാൻ വവ്വാലുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അത് മനുഷ്യരിലേക്ക് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും നമ്മൾ കാണുന്ന ബിഗർ പിക്ചർ എന്ന് പറയുന്നത് അതൊരു ക്ലൈമറ്റ് ചേഞ്ച് സിനാരിയോയില് എങ്ങനെയാണ് നമ്മളുടെ നമ്മളുടെ ചുറ്റുപാടിനെയും നമ്മളെ ചുറ്റും ഇത് അഫക്ട് ചെയ്യുന്നത് ഇവിടെ തീരുന്നില്ല. ഇത് വീണ്ടും തിരിച്ച് വൈൽഡ് ലൈഫിലോട്ട് എത്തുകയും ഇതിങ്ങനെ ഒരു റിപ്പീറ്റഡ് പ്രോസസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നതും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ വിഷണറി അല്ലാതായി പോകുന്നതും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്രൊജക്ടുകളും ആൻഡമാൻ പ്രൊജക്ടുകളെ കുറിച്ചും ലക്ഷദ്വീപിൽ ഉണ്ടാകാൻ പോകുന്ന പ്രൊജക്ടുകളെ കുറിച്ചും ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകളെ കുറിച്ചെല്ലാം എല്ലാവരും ബോധവാന്മാരായിരിക്കും ഇവിടെ. അപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെന്റ് സൈഡിൽ നിന്നാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് സൈഡിൽ നിന്നാണെങ്കിലും പ്രകൃതിക്കോ അവിടെ ജീവിക്കുന്ന ജീവികൾക്കോ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ വെച്ച് വികസനം എന്ന് പറയുമ്പോഴും സുസ്ഥിര വികസനത്തിന് അപ്പുറത്തേക്ക് ചില കോർപ്പറേറ്റ് കമ്പനികൾക്കോ അല്ലെങ്കിൽ ചില മുതലാളികൾക്കോ ഒരു കുത്തകയുടെ അടിസ്ഥാനപരമായിട്ട് മാത്രം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരുമ്പോൾ അത് പൊതുജനത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ ജീവികൾക്കോ അല്ലെങ്കിൽ ആ സമൂഹത്തിനോ അല്ലെങ്കിൽ ചുറ്റുപാടിനോ അത് ഗുണകരമാകുന്നില്ല എന്നുള്ള ഒരു വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ചില എക്സാമ്പിളുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. പക്ഷെ ഇതേപോലെ 100 എക്സാമ്പിളുകൾ എനിക്കിപ്പം ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്ത് കാണാൻ പറ്റുമായിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അതെല്ലാം അപ്പുറത്ത് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഓരോ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇതിനൊക്കെ മുന്നേ കഴിഞ്ഞ ഒരു 2 ആഴ്ചത്തെ കണക്കാണ് നമ്മുടെ സൗത്ത് ഏഷ്യയിൽ, അത് തായ്ലൻഡ് മുതൽ അല്ലെങ്കിൽ ഇന്തോനേഷ്യ മുതൽ സുമാത്ര മുതൽ ശ്രീലങ്ക മുതൽ ഇന്ത്യ വരെ എത്തി നോക്കുമ്പോൾ 2000-നടുത്ത് മനുഷ്യരാണ് നമ്മളുടെ നാച്ചുറൽ കലാമിറ്റീസ് കാരണം മരിച്ചിരിക്കുന്നത്. ഈ പറയുന്ന വികസിതമായിട്ടുള്ളതോ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾ ഇതിൽ എന്ത് കഴിച്ചു, അല്ലെങ്കിൽ ആ ഏറ്റവും ബേസിക് മിനിമൽ കണ്ടീഷനിൽ ജീവിക്കുന്ന ആളുകൾ എന്ത് കഴിച്ചു എന്നുള്ള ചോദ്യം ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നതാരും അല്ലെങ്കിൽ ഇതിനകത്ത് ആരാണ് എന്താണ് ഇട്ടുകൂട്ടാൻ ശ്രമിക്കുന്നത്, ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, ആരെയാണ് വളർത്തുന്നത് എന്നുള്ള ചോദ്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും നമുക്ക് ചില പച്ചത്തുരുത്തുകൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വവ്വാലുകളുടെ കാര്യം മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ വന്ന സമയത്ത് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. ആ സമയത്താണ് പലരും കോവിഡ് വന്ന സമയത്ത് ആൾക്കാർ വവ്വാലുകളാണ് അതിന് കാരണമെന്ന് കണക്കാക്കിക്കൊണ്ട് അതിന്റെ റൂസ്റ്റിംഗ് സൈറ്റുകൾ, അതിന്റെ ചേക്കില്ലങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങി, അതിനെ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങുന്നു, അതിനെ ലൈക്ക് പടക്കങ്ങൾ പൊട്ടിച്ച് പറഞ്ഞുവിടാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഇത്തരത്തിലൊക്കെ ഉള്ളത് വീണ്ടും അതിനെ ഒരു സ്ട്രെസ് ഫാക്ടർ ജനറേറ്റ് ചെയ്യും, അതിന്റെ ഇമ്മ്യൂണിറ്റി ലെവൽ താഴെ കൊണ്ടുവരികയും ചെയ്ത് ആളുകളിലേക്ക് അസുഖം വരാൻ സാധ്യത സ്പ്രെഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂട്ടുകയാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടും ഇനി വവ്വാലുകൾ ആ സമയത്ത് നമ്മുടെ 1972 വന്യജീവി നിയമപ്രകാരം ലീസ് കൺസേൺ കാറ്റഗറി അല്ല, 5ാമത്തെ ഷെഡ്യൂൾ വേർമിൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെടിവെച്ച് കൊല്ലാം, ആ കാറ്റഗറിയിലായിരുന്നു ഫ്രൂട്ട് ബാറ്റ്സ് കടന്നിരുന്നത്. പക്ഷെ ഇന്ന് ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവുകൾ വന്നത് കാരണം ഷെഡ്യൂൾ 2 എന്ന് പറയുമ്പോൾ ആനയൊക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന അതേ കാറ്റഗറിയിലോട്ട് നമ്മുടെ ഫ്രൂഗിയോറസ് ബാറ്റിനെ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം അല്ലെങ്കിൽ ഇതിന്റെ ഒരു സക്സസ് എന്നൊക്കെ പറയുന്നത്. അവിടെയും നമ്മുടെ ലോ എൻഫോഴ്സ്മെന്റ് വീണ്ടും പാടി നിൽക്കുകയാണ്. ഷെഡ്യൂൾ 2 ആനിമൽ ആണ് ഫ്രൂഗിയോറസ് ബാറ്റ് എന്നുള്ളത് പലപ്പോഴും നമ്മളുടെ ഈ ലോ കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ല എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഇതിനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ ഏതറ്റം വരെ പോകാന്നുള്ളത് ഒരു ബുക്ക് എടുക്കേണ്ട ആവശ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യം. രാജസ്ഥാനിലും ഇതേപോലെ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവരികയൊക്കെ ഉണ്ടായി. പറഞ്ഞു വരുമ്പോൾ നിപ്പ എന്ന് പറയുന്ന ഒരു അസുഖത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വവ്വാലുകളെന്ന് മാത്രം പറഞ്ഞ് നിർത്താതെ ആവാസ വ്യവസ്ഥയെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടാവാം, വേറെ ജീവികൾ ഉണ്ടാക്കാം. അപ്പൊ അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? അവര് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഇനി അടുത്ത സ്ലൈഡുകളിൽ പറഞ്ഞു വരുന്നുണ്ടാവും. ഒരു റൂസ്റ്റ് അവിടെ കാണുന്നുണ്ടെങ്കിൽ ആ റൂസ്റ്റിൽ നിന്ന് അസുഖം വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റൂസ്റ്റ് അസുഖം വരുത്താൻ സാധ്യതയുള്ളതാണെന്നുള്ള പ്രഡിക്ഷൻ വരുന്നുണ്ടെങ്കിൽ ആ റൂസ്റ്റിനടുത്തുള്ള അതിന്റെ മേലധികാരികൾ ആരൊക്കെയാണ് വരുന്നത്? ചിലപ്പോൾ ഒരു പഞ്ചായത്ത് ആയിരിക്കാം ഇൻചാർജ് വരുന്നത്, അതിനടുത്തൊരു സ്കൂൾ ഉണ്ടായിരിക്കാം, അതിനോട് ചേർന്ന് വരുന്ന ഒരു ക്ലബ്ബ് ഉണ്ടായിരിക്കാം, അതിനോട് ചേർന്ന് വരുന്ന ഒരു കൂട്ടം ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ ഏറ്റെടുത്ത് നിൽക്കുന്ന പരിഷത്ത് പോലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, ശാസ്ത്രബോധം വളർത്താൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കാം, അവിടുത്തെ PHC ഉണ്ടായിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മാത്രമല്ല, ഒരു അസുഖം വരാൻ സാധ്യതയുണ്ടെങ്കിൽ
അത് എത്തരത്തിൽ നമ്മൾ നേരിടണം, അതിന്റെ ഒരു പ്രിപ്പയർനെസ് എങ്ങനെയായിരിക്കണം എന്നുള്ള തലത്തിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എൻഗേജ് ചെയ്ത് ആ ഒരു ശാസ്ത്രീയ അവബോധം ബാക്കിയുള്ള മനുഷ്യരിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഈ വവ്വാലുകളെന്നല്ല മറ്റുള്ള വന്യജീവികളും ആ ലാൻഡ്സ്കേപ്പ് അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയും അതുമൂലം അവിടെ ജീവിക്കുന്ന മനുഷ്യരും ഇനി വരുന്ന തലമുറകളും പ്രൊട്ടക്ട് ചെയ്യപ്പെടുള്ളൂ എന്നുള്ളൊരു ബോധം നമ്മൾ മുന്നോട്ട് വെക്കേണ്ടി വരുന്നുണ്ട്. വവ്വാലുകളെ കുറിച്ച് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് മാറ്റുക എന്ന് പറയുന്നതിനാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. ഒരു ഭയത്തിനപ്പുറത്തേക്ക് പ്രായോഗികമായിട്ടുള്ള ബുദ്ധി എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഭയം ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കലും നമ്മൾ ആ ജീവിയെ കുറിച്ചുള്ള ഒരു ഫോബിയ മാറ്റിയെടുക്കാൻ പോകുന്നില്ല. നമ്മൾ ആ വരുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ ഭയം അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരിക്കും നമ്മൾ അതിനെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ ഓരോ ഇനിഷ്യേറ്റീവ്സും ഓരോ ഇന്റർവെൻഷൻസും അല്ലെ പോളിസി ഇന്റർവെൻഷൻസും എല്ലാം വരാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു പ്രായോഗിക തലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ഥലത്ത് ഇപ്പം വയനാട് പോലെ ഒരു സ്ഥലത്ത് ഒരു പുലി വന്ന് ആക്രമിക്കപ്പെടുമ്പോൾ ആ പുലിയെ മാറ്റി സൂവിൽ കൊണ്ടിടുന്ന പോലെ ആയിരിക്കില്ല ഒരു പ്രദേശത്ത് 1000-ഓളം 3000-ഓളം 5000-ഓളം 10000-ഓളം വവ്വാലുകൾ കൂടി നിൽക്കുന്നത്. അതിനെ അവിടുന്ന് വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്ന അല്ല അതിന്റെ സൊല്യൂഷൻ എന്നുള്ളത് മനസ്സിലാക്കി ആ വെടിവെച്ച് കൊല്ലുന്നത് നമ്മളുടെ സന്തുലിതാവസ്ഥയാണ് അവിടെ നശിപ്പിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കി ഏത് പ്രായോഗികമായി എന്ത് നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള മാക്രോ ലെവൽ പഞ്ചായത്ത് തലത്തിലുള്ള പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമുക്ക് മുന്നിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അത് ഒരു വവ്വാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ജീവിത രീതി എന്താണെന്ന് നോക്കേണ്ടി വരും. ഇപ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഫ്രൂഗിയോറസ് ബാറ്റ്സും ഇൻസെക്ടിവറസ് ബാറ്റ്സും ഉണ്ട്. ഫ്രൂഗിയോറസ് ബാറ്റ്സ് മാത്രമാണ് നമ്മളായിട്ട് ഇത്രയും ഇന്ററാക്ട് ചെയ്യുന്നത്, അതിൽ നിന്നാണ് നിപ്പ പോലുള്ള വൈറസുകൾ വരുന്നതെന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് പറയേണ്ട കാര്യങ്ങളാണ് ഒരു പൊതുജനാരോഗ്യ സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ളത്, ഏകാരോഗ്യ കോൺസെപ്റ്റുകൾ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത്, ഒരു ശാസ്ത്രീയ വിദ്യാഭ്യാസം എങ്ങനെ ജനറേറ്റ് ചെയ്യണം എന്നുള്ളത് ഒക്കെ നമ്മൾ മനസ്സിലാക്കി ആൾക്കാരിലോട്ട് എത്തിക്കാത്തിടത്തോളം കാലം ഇതിന് പ്രോപ്പറായിട്ട് സൊല്യൂഷൻ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെയാണ് ഇപ്പൊ ലൂക്ക അല്ലെങ്കിൽ പരിഷത്തൊക്കെ മുൻകൈ എടുത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള സംവാദങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും ഒക്കെ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇപ്പൊ നിലനിന്ന് പോകുന്ന ഒരു പ്രൊജക്ട് എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാനിപ്പോ എന്റെ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള വനഗവേഷണ സ്ഥാപനത്തിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വൈൽഡ് ബയോളജി, അവിടെ ഒരു പൗരശാസ്ത്ര കേന്ദ്രമുണ്ട്. അവിടെ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തൊരു പ്രൊജക്റ്റാണ് ഫ്രൂട്ട് ബാറ്റ് പ്രൊജക്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തെന്ന് പറയുമ്പോഴും അതിന്റെ ഒരു ലൈഫ് ലൈൻ എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഇടുപ്പെന്നൊക്കെ പറഞ്ഞു പോകുന്നത്, ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത ഈ പറയുന്ന വാർഡുകളിലെ മെമ്പർമാരും അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളും നമുക്ക് പലപ്പോഴായിട്ട് ഇൻഫർമേഷൻ തന്ന ആളുകളുമാണ് അതിന്റെ ഒരു ലൈഫ് ലൈൻ ആയിട്ട് ഞാൻ കണ്ടുപോകുന്നത്. ഇതിന്റെ ഈ പ്രോജക്റ്റിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ലായിരുന്നു, മലപ്പുറത്തും കോഴിക്കോടും വയനാടും അല്ലെ ആ ഒരു മേഖലകളിൽ നിപ്പ ഔട്ട് ബ്രേക്ക് വന്നു. 2022 ആയപ്പോഴും ഇതിനകത്ത് ഒരു സോഷ്യൽ സൈഡ് ആൾക്കാരിലോട്ട് എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ആളുകളുടെ സഹായത്തോടു കൂടി നമുക്ക് ചുറ്റും കാണുന്ന ഈ റൂസ്റ്റുകളെ മാപ്പ് ചെയ്യാം. റൂസ്റ്റ് ചെയ്യുന്ന മാപ്പുകൾ നമുക്ക് ഈ മാപ്പുകളെ റൂസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ അവിടെ പോയിട്ട് ഗ്രൗണ്ട് ട്രൂത്ത് ചെയ്യുന്നു, ഈ റൂസ്റ്റുകൾ ഉള്ളതാണോ എന്നിട്ട് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കുന്നു. അതിൽ എത്ര വവ്വാലുകളുണ്ട്, അതിൽ എത്ര ആൺ പെൺ വവ്വാലുകളുണ്ട്, ആ വവ്വാല് അത് എത്ര കാലം കൊണ്ട് അവിടെ ജീവിക്കുന്നുണ്ട്, അതെന്തെങ്കിലും വേറെ ഒരു ഇപ്പൊ വന്ന് കയറിയതാണോ, ഇതുമൂലം അവിടെയുള്ള ആൾക്കാർക്ക് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. നമ്മൾ അവരുടെ ഒരു നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവരുടെ പെർസ്പെക്റ്റീവ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് ഈ ചോദ്യങ്ങൾ നമ്മുടെ അവിടുത്തെ പഞ്ചായത്തിലേക്ക് നമ്മൾ അഡ്രസ് ചെയ്യണം. ഈ ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു ബൂസ്റ്റ് ഉണ്ട്, അവിടെ ആൾക്കാർ ഇത്രത്തോളം പാനിക്കാണ്, അപ്പൊ നമുക്ക് അവിടെ ഒരു അവബോധം സൃഷ്ടിക്കേണ്ട തരത്തിലുള്ള പരിപാടികൾ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അത് മാത്രമല്ല അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയും വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിനെയും അറിയിച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രൊസീജിയറാണ് ലൈക്ക് ഇവിടെ അസുഖം ഇത്രയും ആൾക്കാർ ഇവിടെ ഇന്ററാക്ട് ചെയ്ത് വരുമ്പോൾ അവിടെ അസുഖം വരാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അതെന്തൊക്കെ ചെയ്യണം. ഇത്തരത്തിൽ കുറച്ചധികം ഒബ്ജക്റ്റീവുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പ്രൊജക്ട് 2022 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഒരു 50ഓളം വവ്വാൽ ഇല്ലങ്ങൾ, ഐ മീൻ ഇന്ത്യൻ ഫ്ലൈങ് ഫോക്സിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പഴവവ്വാലിന്റെ 50ഓളം വവ്വാൽ ചേക്കിലങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് മലപ്പുറത്തും കോഴിക്കോടും മാത്രമായിട്ട് 350ഓളം വവ്വാൽ ചേക്കിലങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയും അത് ഓരോ പഞ്ചായത്തിലും ഓരോ മെമ്പർമാരെ അറിയിക്കാനും സാധിച്ചു എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഒരു ആദ്യത്തെ ഫേസിലുള്ള ഒരു വിജയമായിട്ട് കണക്കാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അറിയിച്ച കാര്യം അവിടുത്തെ ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അത് എൻഗേജ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഇതൊരു ഫൈനൽ ലോങ് റണ്ണിലുള്ള സക്സസിലോട്ട് എത്തുള്ളൂ എന്ന് ഞാൻ പറയപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ആളുകളെ നമ്മളുടെ ഒരു യങ്സ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവയർനെസ്സും അവബോധ പരിപാടികളൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്റ് കോൺസർവേഷൻ കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് തുടങ്ങിയപ്പോൾ ലൈവ്ലി ആയിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ അത് ആക്റ്റീവ് ആവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും മോണിറ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണത്. അടുത്ത മൂന്നാമത്തെ എന്ന് പറയുന്നത് KFRL ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് 2023 മുതൽ
ഇന്റർനാഷണൽ ബാറ്റ് അപ്രിസിയേഷൻ ഡേ ഉണ്ട് ഏപ്രിലിൽ. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ബാറ്റ് ഇയർ വരുന്നുണ്ട്. ഭയങ്കര കൗതുകരമായിട്ട് തോന്നാൻ ചിലപ്പോൾ ഇന്റർനാഷണൽ ബാറ്റ് ഇയറോ നമ്മൾ മറ്റേ ടൈഗർ ഇയർ, എലിഫന്റ് ഇയർ എന്നൊക്കെ പറയുന്നിടത്താണ് ഒരു കൊച്ചു വവ്വാലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അതൊക്കെ വീക്ക്ലി സെലിബ്രേഷൻസ് ആയിട്ടും അല്ലെങ്കിൽ ദിവസം ഒരു ഡേ, ഇന്റർനാഷണൽ ബാറ്റ് അപ്രിസിയേഷൻ ഡേ ഒക്കെ ഒറ്റ ഡേ സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് നടത്തുന്നുണ്ട്. അത് മാത്രമല്ല കഴിഞ്ഞ 3 വർഷമായിട്ട് ബാറ്റ്സിലെ റിസർച്ച് ആൻഡ് കോൺസർവേഷൻ നമ്മളുടെ കേരളത്തിലും ഇന്ത്യയിലും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ചിന്റെ പ്രയോറിറ്റീസ് ഏതൊക്കെ മേഖലകളിൽ വേണം അതിന് വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിക്കൊണ്ടുവരാണ്. അതിനുവേണ്ടി 3 ദിവസത്തെ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ റീജിയണൽ ആയിട്ടും ഇന്റർനാഷണൽ ആയിട്ടുള്ള എക്സ്പേർട്സിനെ, ബാറ്റ് കോൺസർവേഷൻ ഇന്റർനാഷണൽ, ഗ്ലോബൽ സൗത്ത് ബാറ്റ്സ്, ബാറ്റ് കോൺസർവേഷൻ ട്രസ്റ്റ്, അങ്ങനെയുള്ള റീജിയൻസ്, പിന്നെ നമ്മുടെ നേച്ചർ കോൺസർവേഷൻ ഫൗണ്ടേഷൻ, പിന്നെ KFRI കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഇവിടെയൊക്കെ ബാറ്റ്സിൽ വർക്ക് ചെയ്തിട്ടുള്ളതും ബാറ്റ്സുമായിട്ട് എക്സ്പോർട്സ് വെളിയിലൊക്കെ പോയി പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ചേർന്നിട്ടുള്ള ഒരു എക്സ്പേർട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കി അവിടേക്ക് എല്ലാ വർഷവും ഒരു 30 കുട്ടികളെ സെലക്ട് ചെയ്ത്, അത് കുട്ടികൾ എന്ന് പറയുമ്പോഴും UG PG അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ നേച്ചർ എൻതൂസിയാസ്റ്റ് ആവാം, നമ്മുടെ സർപ്പ പോലുള്ള വോളണ്ടിയേഴ്സ് ആയിരിക്കാം ഡിപ്പാർട്ട്മെന്റിന്റെ, അല്ലെങ്കിൽ ഇപ്പം ACFമാരായിരിക്കും, അങ്ങനെയുള്ള ആൾക്കാർ വരെ അതിനകത്ത് പങ്കെടുത്ത് അവരുടെ നോളജ് ബിൽഡ് ചെയ്യുക, അവർക്കൊരു ഇതിലേക്ക് ട്രെയിനിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുക. ലൈക്ക് ബാറ്റ്സിന്റെ റിസർച്ച് കണ്ടക്ട് ചെയ്യണം, അവർ എന്തൊക്കെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം, ഒരു ബാറ്റിനെ എങ്ങനെ പാനിക് ആവാതെ നമ്മളൊരു മിസ്നെറ്റിൽ നിന്നോ ഹാർട്ട് ട്രാപ്പിൽ നിന്നോ എടുക്കണം, അല്ലെങ്കിൽ എത്തിക്കലി അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നമ്മളൊരു ബാറ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വവ്വാൽ റൂസ്റ്റി പോകുമ്പോൾ നമ്മൾ ഏതൊക്കെ ഒരു പ്രൊട്ടക്ഷൻസ് യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞുകൊണ്ടും നമ്മളുടെ കോൺസർവേഷൻ ഏതൊക്കെ മേഖലകളിലോട്ട് പ്രയോറിറ്റൈസ് ചെയ്യണം, നമ്മളുടെ അവബോധ ക്ലാസ്സുകൾ ഏത് രീതിയിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്യണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞുകൊണ്ടും കഴിഞ്ഞൊരു 3 വർഷമായിട്ട് KFRI എടുക്കുന്ന ഇനിഷ്യേറ്റീവുകളെ കുറിച്ചും കൂടിയാണ് പറഞ്ഞു നിർത്തുന്നത്. വേറെ ഒന്നിനുമല്ല, ഈ ഒരു പ്ലാറ്റ്ഫോം അത് സ്പ്രെഡ് ചെയ്യാനും താല്പര്യമുള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാനും ഉള്ള ഒരു ഇടമാവും ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതല്ല, ഈ ക്ലാസ് കേട്ടതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ബാറ്റ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പേജ് സ്ക്രീൻഷോട്ട് എടുത്താലും നന്നായിരിക്കും. ബിഗിനേഴ്സ് ഗൈഡ് ടു ബാറ്റ് വാച്ചിങ് എന്ന് പറഞ്ഞിട്ട് രോഹിത് ചക്രവർത്തി, ഇപ്പം ഇന്ത്യയിൽ ബാറ്റ്സിൽ വർക്ക് ചെയ്യുന്ന വൺ ഓഫ് ദ പൈനിയർ എന്നൊക്കെ വേണേൽ പറയാവുന്ന നേച്ചർ കോൺസർവേഷൻ ഫൗണ്ടേഷൻ, ബാറ്റ് കോൺസർവേഷൻ ഇന്റർനാഷണലൊക്കെ ചെയറാണ്. പുള്ളിക്കാരൻ എഴുതിയൊരു ഗൈഡ് ലൈൻസ് ഉണ്ട്. നമ്മൾ ബാറ്റ് വാച്ചിങ്, പക്ഷി നിരീക്ഷണം ഒക്കെ പറയുന്ന പോലെ തന്നെ ഒരു വവ്വാല് നിരീക്ഷണം ഏത് രീതിയിൽ തുടങ്ങണം, എന്തൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്നതാണ് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ അരണ്യം നേച്ചർ ഫൗണ്ടേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് ആൻഡ് ബേസിക്സ് അബൌട്ട് ബാറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അരണ്യം മാഗസീനിൽ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കുറച്ചധികം ആർട്ടിക്കിൾസ്, അത് നേരത്തെ മുന്നേ ഇവിടെ റിസർച്ച് ചെയ്ത ആളുകളും ഇപ്പൊ റിസർച്ച് ചെയ്യുന്ന കേരളത്തിൽ റിസർച്ച് ചെയ്യുന്ന ആളുകളും ഒക്കെ ചേർത്ത് എഴുതിയിട്ടുള്ള നല്ല പോപ്പുലർ ആർട്ടിക്കിൾസ് ഉണ്ട്. ഇനി അതല്ല, ഒരു സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ് നിങ്ങൾ അത് തന്നെ ആഗ്രഹിക്കുന്നെങ്കിൽ ശ്രീഹരി രാമൻ KUലെ പ്രൊഫസർ ആണ്, ഇപ്പം KFRL PhD ആണ്. അനോട്ടഡ് ചെക്ക്ലിസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റീജിയണൽ സ്റ്റാറ്റസ് ഓഫ് ബാറ്റ്സ് എന്ന് പറയുന്ന ഒരു സയന്റിഫിക് ആർട്ടിക്കിൾ ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് വരെ കണ്ടെത്തിയ വവ്വാലുകളും അതിന്റെ സയന്റിഫിക് നെയിം, ലോക്കൽ നെയിം, അതിന്റെ സ്റ്റാറ്റസുകൾ, അത് എവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനെല്ലാം അപ്പുറത്ത് കേരളത്തിലെ സസ്തനികൾ എന്ന് പറയുന്നത് 2006 2008 രാധാകൃഷ്ണൻ സാറും ZSA മുഹമ്മദ് ജാഫർ പാലോട് സാറൊക്കെ എഴുതിയൊരു ബുക്കുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് എന്നെ ബാറ്റ്സിലേക്ക് അട്രാക്ട് ചെയ്ത് വളരെ രസകരമായിട്ട് അവർ എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ്. കുറച്ച് വവ്വാലുകളെ കുറിച്ചുള്ളൂ, പക്ഷെ നമുക്കതൊരു നല്ലൊരു തുടക്കമായിരിക്കും വായിക്കാനായിട്ട്. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ നേച്ചർ ഗൈഡഡ് ടൂർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫീൽഡ് ഗൈഡ് ടു ഇന്ത്യൻ മാമൽസ് എന്ന് പറഞ്ഞ വിവേക് മേനോന്റെ ഒരു ബുക്കുണ്ട്. പിന്നെ വവ്വാലുകളെ കുറിച്ച് വളരെ ഇൻഡെപ്തിൽ എഴുതിയിരിക്കുന്ന മാമൽസ് ഓഫ് സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞ AJT ജോൺസൺ സാറിന്റെ ഒരു ബുക്കുണ്ട്. ഇനി 1997 പബ്ലിഷ് ചെയ്ത ഹാരിസൺ ആൻഡ് ബേറ്റ്സിന്റെ ബാറ്റ്സ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞ് ബാറ്റ്സിന്റെ ഒരു ടാക്സോണമിക്കൽ അപ്രോച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സയന്റിഫിക്കലി ഒരു ബാറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് അതിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടർ മുതൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ മുതൽ അതിന്റെ സ്റ്റാറ്റസ് മുതൽ ബാറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്ത് ബേർഡ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നവർ അത്ര എളുപ്പമായിരിക്കില്ല. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബാറ്റ്സിന്റെ കോൾ അൾട്രാസോണിക് സൗണ്ട്സ് ആണ് ഈ ഇൻസെക്ടിവസ് ബാറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു എക്യുപ്മെന്റ് ഉണ്ടാവും. അൾട്രാസോണിക് സൗണ്ട്സ് നമ്മളുടെ ഫോണിൽ ചെറിയ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനായിട്ട്, ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷനായിട്ട് കാണിക്കും. സോണോഗ്രാം എന്നാണ് പറയുന്നത് അതിന്. അത് നോക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മുന്നിൽ കൂടെ പോയ ബാറ്റ് ഏതാണെന്ന് തിരിച്ചറിയുന്നത്. രാത്രി കാണാൻ പറ്റാത്തതും അതാണ് ഏറ്റവും നോൺ എത്തിക്കൽ ആയിട്ടുള്ള ഇൻവേസീവ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. പക്ഷെ നേരെ മറിച്ച് ഹാർട്ട് ട്രാപ്പിംഗ്, മിസ്നെറ്റിംഗ് എന്ന് പറയുന്നത്, ഹാർട്ട് ട്രാപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മണലൊക്കെ ആയിരിക്കുന്ന ഫ്രെയിം പോലെ ഇരിക്കും. അതിനകത്ത് ഇങ്ങനെ ഗിറ്റാറിന്റെ സ്ട്രിങ്സ് പോലെ ചൂണ്ട നൂലുകൾ ഇങ്ങനെ വലിച്ചു കെട്ടും. വവ്വാലുകൾ പോകുന്ന പാതയിലായിരിക്കും വെക്കുന്നത്. വവ്വാലുകൾ അധികം വന്ന് വീണ് താഴെ ഒരു പൗച്ചുണ്ട്, അതിനകത്ത് വന്ന് വീഴും. അതിനെ എടുത്തിട്ട് വേണം നമ്മൾ ഏത് വവ്വാലും, നേരത്തെ ഞാൻ പറഞ്ഞു ഒരു വവ്വാലിനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് അതിന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് ജീനസ് ആണെന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് അറിയാം ഫ്രൂട്ട് ബാറ്റ്സിന് നടക്കല ഇൻസെക്ടിവറസ് ബാറ്റ്സ് ഉള്ളത്. ഇൻസെക്ടിവറസ് ബാറ്റ്സ് തന്നെ നമ്മളുടെ കുതിരലാടൻ വവ്വാലിനെ പോലല്ല ഇലമൂക്കൻ വവ്വാലിരിക്കുന്നത്. പക്ഷെ അത് ഏത് സ്പീഷീസ് ആണെന്ന് അറിയണമെങ്കിൽ ഇവരുടെ ഫോറാം, മുൻകൈ, ഈ കൈകൾ നമ്മുടെ കൈകൾ പോലെ തന്നെ പരിണമിച്ചിരിക്കുന്നതാണ്
അവരുടെ കൈകളും നമ്മുടെ കയ്യിലെ വിരലുകളാണ് അവരുടെ ബോണുകളായിട്ട് മാറി അത് 4 limbs ആയിട്ട് മാറിയിട്ട് അത് ചിറകുകൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ 4 ആമിന്റെ ലെങ്തും നോക്കി പല്ലിന്റെ സ്ട്രക്ചർ നോക്കിയിട്ടാണ് മോർഫോളജിക്കലി ഒരു ബാറ്റിനെ തിരിച്ചറിയുന്നത്. അപ്പൊ ഇത്രയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പാകത്തിൽ ഒരുക്കിയിരിക്കുന്നതാണ് ഈ ബാറ്റ്സ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇനി ഒരു ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്റ് കോൺസർവേഷൻ ഇന്റർനാഷണൽ, ഇന്ത്യൻ ബാറ്റ് കോൾ ലൈബ്രറി, ബാറ്റ് കോൺസർവേഷൻ ഇന്ത്യ ട്രസ്റ്റ്. അപ്പൊ ഇത് പിന്നെ ശ്രീഹരി രാമൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ, ഇതൊക്കെ നമ്മുടെ ബാറ്റ്സിനെ കുറിച്ച് നമുക്ക് ഒരു ഡിജിറ്റൽ വേൾഡിൽ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് തരുന്നുണ്ട്. ആക്ച്വലി ബാറ്റ് കോൺസർവേഷൻ ഇന്റർനാഷണൽ പേജ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ലോകത്ത് ബാറ്റ് കോൺസർവേഷന്റെ പ്രയോറിറ്റികൾ എന്തൊക്കെയാണ്, അതിൽ ഈ DCI എന്ന് പറയുന്ന NGO എടുക്കുന്ന ഇനിഷ്യേറ്റീവുകൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെ തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വവ്വാലിനെ കുറിച്ച് നിങ്ങളുടെ നാട്ടിൽ പഠിക്കാൻ എന്തെല്ലാം സാഹചര്യങ്ങൾ അവർ ഒരുക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയുന്ന പോലെ KFRL ഒരു ചെറിയ റീജിയണൽ ടീം, ഗ്ലോബൽ സൗത്ത് ബാറ്റ്സ് എന്ന് പറയുന്ന കോൺസോർഷ്യം, അപ്പൊ ഇവരൊക്കെ ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യണമെന്നൊക്കെ ഈ DCIയുടെ പേജ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞ് അവസാനിക്കുമ്പോഴും നമ്മളുടെ ചോദ്യം വീണ്ടും മുന്നിൽ തന്നെ നിൽക്കുകയാണ്, ഒരു കുഞ്ഞു വവ്വാലിനെയാണോ അതോ നമ്മളുടെ ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റത്തെയാണോ നമ്മൾ നേരിടേണ്ടതെന്നുള്ളത്? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മളെല്ലാം ഒരുമിച്ച് നേരത്തെ പറഞ്ഞ ഒരു ഏകാരോഗ്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ അഡ്രസ് ചെയ്ത് നമ്മൾ വളരെ ഡെവലപ്ഡായി നമ്മൾ വളരെയധികം മുന്നോട്ട് പോയെന്ന് പറയുമ്പോഴും ഇനിയും ബഹുദൂരം പോകാനുണ്ട്. ഒരു അനിമലിന്റെ ഒരു ഇൻട്രൻസിക് വാല്യൂ ചോദ്യം ചെയ്യപ്പെടാത്ത കാലം വരുന്നിടം വരെ നമുക്ക് സഞ്ചരിക്കാനുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. നിതിൻ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഞാൻ അബ്ദുൾ ഹമീദാണ്. ഞാൻ എൻ്റെ സബ്ജക്ട് ഏരിയ അല്ല, ഞാൻ CWRDമിലെ ഒരു റിട്ടയർഡ് സയന്റിസ്റ്റ് ആണ്. വളരെ നന്നായിട്ട് നിതിൻ പ്രസന്റ് ചെയ്തു, അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ആ ഏകലോകം ഏകാരോഗ്യം എന്ന് പറയുന്ന ഒരുപക്ഷെ നമ്മളൊരു ക്യാമ്പയിനായിട്ട് ചെയ്യേണ്ട സംഗതിയാണ്. അതിലേക്കാണ് എത്തി നിൽക്കുന്നത്. എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഇതിപ്പം ഈ വവ്വാലുകൾ കാണപ്പെടുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയാണ്. മനുഷ്യരുടെ ഹാബിറ്റാറ്റുകളിലാണ് ഇത് കാണപ്പെടുന്നത്. നിത്യഹരിത വനങ്ങളിലൊന്നും കാണുന്നില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ശരിയാണെന്ന് എനിക്ക് അറിയില്ല. കാരണം വനമേഖലയിൽ അങ്ങനെ ഇത് കാണാറില്ല. മനുഷ്യൻ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലാണ് അവരുടെ കൂടെ ജീവിക്കുന്ന ഒരു ജീവി എന്നാണ് ഇതിനെ കാണേണ്ടത്. തീർച്ചയായും നമ്മുടെ ഈ ക്യാമ്പയിനിലെ ഫോക്കസ് തീർച്ചയായും നമ്മുടെ ഇക്കോസിസ്റ്റങ്ങളുടെ സംരക്ഷണം തന്നെയാണ്. പക്ഷെ കേരളത്തിലെ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി, നമുക്ക് നമ്മൾ പറയുന്നത് സോ കോൾഡ് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്ന ചില ഇഷ്യൂ ഉണ്ട്. കാരണം അർബനൈസേഷന്റെ വലിയ ഒരു ത്വരയിലാണ് കേരളം. അത് അറിയുമെന്ന് തോന്നുന്നു, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അതാണ് കാണിക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥയിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ എക്കോസിസ്റ്റങ്ങളെല്ലാം തന്നെ ഡിസ്റ്റർബ്ഡ് ആണ് എന്ന് പറയാം. അപ്പം അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെയാണ്. അപ്പൊ ഇവർക്ക് മാത്രമായിട്ട് നമുക്ക് ഹാബിറ്റാറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നമ്മുടെ കൂടെ പിന്നെ എന്താ പറയാ ഹാർമണിയിൽ കഴിയേണ്ട ജീവികളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് അത്തരത്തിൽ വലിയൊരു ലാർജ് സ്കെയിൽ അവയർനെസ് ആയിരിക്കും വേണ്ടി വരിക. മറ്റു കാര്യങ്ങൾ ഇപ്പൊ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ സീരിയസ്നെസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പൊ കോഴിക്കോടൊക്കെ ആണെങ്കിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നമ്മുടെ അനീഷ് ഡോക്ടർ നേരത്തെ തന്നെ ഒരു സെല്ല് തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പേടിയാണ് പൊതുവെ ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. എല്ലാം പേടിയോടെ കാണുക. പല ഫ്രൂട്ട്സ് ഇപ്പൊ ആൾക്കാർ കഴിക്കുന്നില്ല, അവരുടെ പറമ്പിലുണ്ടാകുന്ന കഴിക്കുന്നില്ല. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കഴിക്കും എന്നല്ലാതെ അവരുടെ പറമ്പിലുണ്ടാകുന്നൊന്നും എടുത്ത് കഴിക്കുന്നില്ല. കാരണം ഒരു പേടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ. അല്ലാതെ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രമാണ് മാറ്റിക്കാൻ കഴിയുക. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു നിതിൻ. ഇതിനെ പിന്നെ അഭിനന്ദിക്കാനും ശ്രമിക്കാനും ഉപയോഗിക്കുകയാണ്. ഓക്കെ താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സാർ. ഞാനത് സാറ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഇത് മനുഷ്യനുമായിട്ട് വളരെയധികം ഇടപഴകി ജീവിക്കുന്ന ഒരു ജീവി തന്നെയാണ് വവ്വാലുകൾ എന്ന് പറയുന്നത്. പക്ഷെ കാടുകളിൽ മാത്രം കണ്ടുവരുന്നത്, നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഫ്രിഞ്ച് ഏരിയകളിൽ കണ്ടുവരുന്നത്, അല്ലെങ്കിൽ നിത്യഹരിത മേഖലകളിൽ മാത്രം കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈ ഡിസീസസ് ആയിട്ടുള്ള ഹാബിറ്റാറ്റുകളിൽ കാണുന്നത്, അങ്ങനെയും തിരിക്കാൻ പറ്റുന്ന വവ്വാലുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു കാര്യം. നമ്മുടെ ഒരു പ്രദേശം എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്കൊരു ടൗൺഷിപ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നത് ഒരു 6 മുതൽ 8 വരെ വവ്വാലുകളൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ നേരെ മറിച്ച് നമ്മൾ കുറച്ചുകൂടി ഒരു വില്ലേജ് ഏരിയയിലോട്ടൊക്കെ വരുമ്പോൾ അവിടെ ഒരു അഗ്രികൾച്ചർ ഫീൽഡോ അതിനടുത്ത് ചെറിയൊരു പാച്ച് ഓഫ് കാടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ റൂസ്റ്റ് ചെയ്ത് അവിടുന്ന് ഈ വില്ലേജിലോട്ടും അല്ലെങ്കിൽ അഗ്രികൾച്ചറൊക്കെ ആ ഫീൽഡിൽ നമ്മുടെ ഒരു ഒരു പാടമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻസെക്ട്സിനെ കഴിക്കാൻ വരുന്ന കുറച്ചധികം വവ്വാലുകൾ ഉണ്ടാവാം. പക്ഷെ നേരെ മറിച്ച് കാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡൈവേഴ്സിറ്റി കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നുണ്ട്.
ഇനി അതല്ല വയനാട് പോലെ ഇപ്പം കാടും അവിടുത്തെ ചിലപ്പോൾ ഒരു കാപ്പിത്തോട്ടം അല്ലെങ്കിൽ ഒരു ഏലത്തോട്ടം ഒക്കെ എടുക്കുകയാണെങ്കിൽ സ്ട്രക്ചറലി ഭയങ്കര ഡൈവേഴ്സ് ആണ് അവിടെ ഒരു താഴെ ഒരു കാപ്പി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാപ്പിയുടെ വലിയൊരു തോട്ടം ഉണ്ടെങ്കിൽ അതിന് തൊട്ടടുത്തായിട്ടായിരിക്കും വേറെ വലിയ വലിയ മരങ്ങൾ ഷേഡഡ് ട്രീസ് ഉണ്ടാവുന്നത്. അവിടെ നിന്നായിരിക്കും പതിയെ കാട്ടിലോട്ട് കയറുന്നത്. ആ ഒരു സ്ട്രെച്ച് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും ബാറ്റ്സ് എത്രത്തോളം സ്പെസിഫിക് ആയിട്ടുള്ള ഹാബിറ്റാറ്റുകളിൽ ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം മൈക്രോ ഹാബിറ്റാറ്റുകൾ ജീവിക്കുന്നു എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം കാടുകളും നാടുകളും ഒരേപോലെ തന്നെ ഇതിന്റെ ഒരു ലൈഫ് സ്റ്റൈലിന് ഭാഗമാവുന്നു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. ഓക്കെ, താങ്ക് യു. എനിക്കൊരു ഇതിനെക്കുറിച്ച് സംശയം തോന്നിയത് ഇന്നത്തെ ക്ലാസ് വളരെ വിജ്ഞാനപ്രദമായിരുന്നു. വവ്വാലുകൾ ഉയർത്തുന്ന ആശങ്കകളെ കുറിച്ച് പല മീഡിയകളും ഇതിനകം വന്നിരുന്നു. പക്ഷെ എന്നെ അലസോരപ്പെടുത്തുന്നത് നാട്ടിൽ വർദ്ധിച്ചു വരുന്ന അണ്ണാനുകളുടെ സാന്നിധ്യം. ഏകദേശം സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജീവിത ചുറ്റുപാടുകളിൽ നമ്മളോട് ഇടപഴകുന്ന ഒരു ജീവിയായിട്ട് കാണുന്നു. ഇത് വലിയൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ നാളത്തേക്ക് അവതരിപ്പിക്കുന്ന ഒരു ജീവിയായി മാറുന്നു. നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇന്നത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു സാധ്യമാവുന്നതാണോ എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇതിനകത്ത് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് പോയിന്റിലേക്ക് നമ്മൾ വരേണ്ടി വരും. ഇത് ഓരോ ജീവിയും ഓരോ തരത്തില് നമുക്ക് നമ്മളുടെ പ്രകൃതിയിൽ പലതരത്തിലുള്ള റോളുകൾ വഹിക്കുന്നു. നമ്മൾ വീണ്ടും അതരത്തിൽ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ. അപ്പൊ അത് ഇന്നിപ്പോ അണ്ണാന്റെ കാര്യം പറയുന്നു. അണ്ണാൻ എന്ന് പറയുന്നത് റോഡൻ ഗ്രൂപ്പാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ അഡ്രസ് ചെയ്യാതെയാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് എലിപ്പനി എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളുടെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതലേ ഉള്ള ഒരു അസുഖമായിരിക്കാം. അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും നോക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ പേയ് വിഷബാധ എന്ന് പറയുന്നത് അതിനെ നമ്മൾ ടാക്കിൾ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ നമ്മൾ പലതിനെ കാണാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരെ സിംപ്ലിഫൈ ചെയ്ത് കാര്യങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ, അത് അണ്ണാനായിക്കോട്ടെ വവ്വാലായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഇപ്പം ഏതെങ്കിലും ഒരു പോപ്പുലേഷനിൽ ഒരു വൈറസിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ഇൻഫെക്റ്റഡ് ആയെന്ന് പറഞ്ഞിട്ടോ അതിനർത്ഥം അത് എല്ലാ പോപ്പുലേഷനിലും ഉണ്ട് എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ മാറ്റേണ്ട സമയം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രിപ്പയർനെസിന്റെ ആവശ്യം. നമ്മളെ ഏത് രീതിയിൽ നമ്മൾ പ്രിപ്പയർഡ് ആവുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഐഡന്റിഫൈ ചെയ്യുന്നു, ഹോട്ട്സ്പോട്ടുകൾ നമ്മൾ എങ്ങനെ മാപ്പ് ചെയ്യുന്നു, അവിടെ ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെ മാപ്പ് ചെയ്യുന്നു, അതിനുവേണ്ടി നമ്മൾ ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അവരെ എങ്ങനെ എൻഗേജ് ചെയ്യുന്നു, ആ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ പ്രോപ്പർലി അഡ്രസ് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കണ്ടുപിടിക്കാത്തടത്തോളം കാലം നമ്മളത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും നാളെ നമുക്ക് തന്നെ അതൊരു ഡബിൾ സൈഡഡ് വാളായിട്ട് വരികയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു ഈ ടോക്കിന്റെ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ബാറ്റ്സ് ബാക്കിയുള്ള മറ്റുള്ള എല്ലാ സസ്തനികളിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന്. കാരണം മറ്റുള്ള എല്ലാത്തിനേക്കാൾ കൂടുതൽ വൈറസുകളെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് ഈ വവ്വാലുകളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനുണ്ട്. അതുകൊണ്ട് പലതരം വൈറസുകൾ അതിനുള്ളിൽ ജീവിക്കുകയും അത് വവ്വാലുകളിൽ രോഗമുണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അത് ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. അത് അണ്ണാനും മറ്റുള്ള സസ്തനികൾക്കൊന്നും ഇല്ല അത്തരത്തിലുള്ള പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ ബാറ്റ്സിനെ നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം പല എമേർജിങ് ആയിട്ട് ഇനി വരാൻ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള പല രോഗങ്ങൾക്കും ഒരുപക്ഷെ ഉറവിടം ബാറ്റ്സ് ആയിരിക്കാം. ഇപ്പൊ തന്നെ ഇബോള, നിപ്പ, ഹെൻഡ്ര, ഒരുപാട് രോഗങ്ങൾ ഇതിൽ നിന്ന് മാർബർഗ് വരുന്ന വവ്വാലെന്നാണ്. അപ്പോ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കാം കൊറോണ. അപ്പോ അത് വ്യത്യസ്തമായിട്ട് തന്നെ കാണണമെന്ന് തോന്നുന്നു. ഓഫ്കോഴ്സ് എല്ലാ ജീവികളിൽ നിന്നുള്ള വൈറസുകൾ വരാം. ഇപ്പൊ നമുക്കിപ്പോ നമ്മൾ അറിയുന്ന പല ജീവികളും പല രോഗങ്ങളും, മീസിൽസ് ഒക്കെ പോലെയുള്ള രോഗം ഒരു കാലത്ത് ആനിമൽ വൈറസ് ആയിരുന്നു. അതിൽ നിന്ന് മനുഷ്യനിലേക്ക് വന്ന രോഗങ്ങളാണ്. അപ്പോ അതൊക്കെ പറയുമ്പോൾ തന്നെ ബാറ്റ്സിനെ പ്രത്യേകമായിട്ട് കാണുകയും അതിനെ പ്രത്യേകമായി പഠന വിധേയമാക്കുകയും അതിന്റെ ഈ പറഞ്ഞ ആവാസ വ്യവസ്ഥയും ബിഹേവിയറും സ്ട്രെസ്സും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിനെപ്പറ്റി. അപ്പോ അത് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിപ്പയുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് ഈ രോഗം കേരളത്തില് എവിടുന്ന് വന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും
കൃത്യമായിട്ട് അറിയുന്നില്ല. അത് വേറൊരു ആ സാഹചര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം, പക്ഷെ കൃത്യമായി നമുക്ക് ഇനി കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. സാർ ഞാൻ പറഞ്ഞതിനകത്ത് പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. ഒരു ബാറ്റ്സിനെ പ്രത്യേകം തന്നെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. കാര്യം ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകം ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ മോർഫോളജിക്കലായിട്ടും അനാറ്റമിക്കലായിട്ടും ഫിസിയോളജിക്കലായിട്ടൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു ജീവി തന്നെയാണ്. ഒരു 2013 ഒരു പഠനമായിരുന്നു, ഒരു കോളറാഡോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി വന്നൊരു പഠനമായിരുന്നു. അതിൽ പറയുന്നത് റോഡൻസ് എന്ന് പറയുന്നത് ബാറ്റ്സിനേക്കാൾ കൂടുതൽ വൈറസിനെ ക്യാരി ചെയ്യുന്ന ഒരു അനിമലായിട്ട് പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻസ് നമ്മൾ വരുന്നതും റോഡൻസും ഹ്യൂമൻ ഇന്ററാക്ഷനെയാണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ ആയിട്ട് കണക്കാക്കുന്നത്. ബാറ്റ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷെ ഇന്നത്തെ സാഹചര്യമാണ് ആ ഒരു ഇന്ററാക്ഷനിലേക്ക് എത്തിയെന്നാണ് പറയപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ പക്ഷേ ഈ റോഡൻസ് ആണ് കൂടുതലെന്ന് പറയുമ്പോഴും സൂണോട്ടിക് ആയിട്ടുള്ള ഡിസീസുകൾ കൂടുതൽ ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ വൈറസ് ക്യാരി ചെയ്യുന്നത് വവ്വാലുകളാണെന്ന് തന്നെയാണ് പഠനം പറയുന്നത്. പക്ഷെ ആ ഒരു ഇന്ററാക്റ്റീവ് ഫേസ് അല്ലെങ്കിൽ ഇന്ററാക്ഷൻ സോണുകൾ അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ടുകൾ എവിടെയെന്ന് നിശ്ചയിക്കുന്നത് നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ സാറ് പറഞ്ഞതിന്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ നമുക്കിത് ഈ ഒരു ടാക്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു കോഎക്സിസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വൺ ഹെൽത്ത് പെർസ്പെക്റ്റീവിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമാണെന്ന് തോന്നുന്നു. ഇതിനൊരു കമന്റ് വന്നിട്ടുണ്ട്, വായിക്കുന്നു. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇത് വന്നു എന്നുള്ളത്. അത് ഇപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഐഡിയറയുടെ ആയാലും പഠനങ്ങൾ പറയുന്നത് 99.7% വവ്വാലിലും ഹ്യൂമൻസിലും കണ്ടെത്തിയ നിപ്പ വൈറസിനകത്ത് സിമിലാരിറ്റി ഉണ്ടെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതിനർത്ഥം ഏതോ ആ പോപ്പുലേഷൻ ഓഫ് ബാറ്റ്സിന്റെ ഏതോ ഒരു ഫേസിൽ അവര് നിപ്പ വൈറസിനെ അവര് ലൈക്ക് എൻകൗണ്ടർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവരുടെ ഒരു എങ്ങനെയാണ് ഒരു ലൈക്ക് ഈ പോപ്പുലേഷൻ തന്നെ വൈറസുകൾ നിൽക്കുന്നുണ്ടോ അതിന്റെ റേറ്റിനെ കുറിച്ചുള്ള സ്റ്റഡീസോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങളോ ഇതുവരെ വന്നിട്ടില്ല. ഒരു സീറോ പ്രിവലൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഒരു ആന്റിബോഡി നിരക്ക് എത്രത്തോളം ഇതിന്റെ ശരീരത്തിൽ വരുന്നുണ്ടെന്നുള്ളത്. ഹയർ ആന്റിബോഡി പ്രിവലൻസ് ഒക്കെ വരികയാണെങ്കിൽ ആ പോപ്പുലേഷനകത്ത് വൈറസുകൾ നിൽക്കുന്നുണ്ട്, അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റും നമുക്ക്. പക്ഷെ ഒരിക്കലും നമുക്ക് ഈ ചോദ്യത്തിന് ഒരു പെർഫെക്റ്റ് ഉത്തരമായിട്ട് പറയാൻ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ മാത്രം അത് ഉണ്ടായി, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വേറെ എങ്ങോട്ടും സ്പ്രെഡ് ചെയ്യുന്ന ഇതൊരു പാറ്റേൺ എങ്ങനെയാണെന്ന് നമ്മൾ പറയാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. നേരത്തെ അരവിന്ദൻ സാർ പറഞ്ഞതുമായിട്ടൊക്കെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് അവിടെ. ഈ ഒരു ബാറ്റ് എന്ന് പറയുന്ന ഒരു മാമലിനെ കുറിച്ചുള്ള ഇക്കോളജിക്കൽ ആയിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റഡീസ് വരേണ്ടി വരും. അത് വളരെ ബേസിക് സ്റ്റഡീസ് വേണമെന്നാണ് പറയപ്പെടുന്നത്. കാര്യം അതിന്റെ ലൈഫ് സ്പാൻ എത്ര വരുന്നുണ്ട് കേരളത്തിൽ, അത് എവിടെയാണ് ജീവിക്കുന്നത്, അത് എത്ര കൂട്ടങ്ങൾ വരുന്നുണ്ട്, അതിന്റെ പ്രജനന കാലം പണ്ട് പറഞ്ഞിരുന്നത് ഫെബ്രുവരി മാത്രമായിരുന്നു പ്രജനന കാലം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ നവംബറിൽ നമുക്ക് കുട്ടികളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ 2 പ്രജനന സീസൺ വരുന്നുണ്ട്. ഇത്രയും പോപ്പുലർ ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു അനിമലിന്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റാറ്റസിനെ കുറിച്ച് പോലും നമുക്ക് ഇത്രയും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുള്ളൂ. ഇനി ആ ജീവികൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അവരുടെ ഫൊറേജിങ് പാറ്റേൺ എങ്ങനെയായിരിക്കും, അവരൊരു സീസണിൽ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ചുറ്റുപാടുമുള്ള ഭക്ഷ്യ സുരക്ഷ അടിസ്ഥാനത്തിൽ അവരെങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്, കുട്ടികളിലേക്ക് ഈ നിപ്പ വൈറസ് വരുന്നുണ്ടോ, കുട്ടികൾ വഴി വേറെ എങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറെ അധികം ചോദ്യങ്ങൾ അഡ്രസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഉത്തരം, വ്യക്തമായിട്ടൊരു ഉത്തരത്തിനകത്തേക്ക് എത്താൻ പറ്റുക. നമ്മൾ മലേഷ്യയിലും അല്ലെങ്കിൽ നമ്മളുടെ ബംഗ്ലാദേശിലും ഒക്കെ കാര്യങ്ങൾ കുറച്ചുകൂടെ എവിഡന്റ് ആയിരുന്നു. അത് നമുക്ക് അതിന്റെ ഒരു ഇൻഡെക്സ് കേസിൽ നിന്ന് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് പറയാൻ പറ്റിയിരുന്നത് എന്താണെന്നുള്ളത്. പക്ഷെ നമ്മളുടെ ഇൻഡെക്സ് കേസിൽ നിന്ന് നമുക്ക് ഒരു റീസൺ വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് മുന്നിലുണ്ട്. അരവിന്ദൻ സാർ എന്തോ പറയാനായിട്ട് ഞാൻ ഒന്ന് ആഡ് ചെയ്യാനാണ്. ഇത് കോഴിക്കോട് മാത്രം എന്ന് പറയുന്നത് ശരിയല്ല. കോഴിക്കോട് മാത്രമല്ലല്ലോ, നമ്മളിപ്പോ ബാക്കിയുള്ള പാലക്കാട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിട്ട് മലപ്പുറമുണ്ട്, എറണാകുളമുണ്ട്. അന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും പഠിച്ച സ്ഥലത്ത് നിപ്പ സീറോ പ്രിവലൻസ് ഉണ്ട് ബാറ്റ്സിന്റെ ഇടയിൽ. അപ്പോ ഇത് വളരെ 2 കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി വളരെ റെയർ ഇവന്റ് ആണ്. ഈ പ്രൈമറി ഇൻഫെക്ഷൻ വരുന്നത് ഒരാൾക്ക് ബാറ്റിൽ നിന്ന് കിട്ടുന്നത് വളരെ വളരെ അപൂർവമായിട്ടേ വരുന്നുള്ളൂ. അത് വളരെ ആക്സിഡന്റൽ ആയിട്ട് ഒരു ബാറ്റ് കടിച്ചിട്ട ഒരു പഴമോ, അല്ലെങ്കിൽ കേരളത്തിന്റെ സാഹചര്യത്തിൽ മിക്കവാറും നമ്മൾ കണ്ടെത്തിയ കേസുകളൊക്കെ മിക്കവാറും അടക്ക ബെൽറ്റാണ്, അടക്ക കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ആ ഒരു ഇത് പെറുക്കുന്ന സമയത്ത് വളരെ ഫ്രഷ് ആയിട്ടുള്ള സലൈവ ഉള്ള സാധനം പെറുക്കി കഴിഞ്ഞ് അത് മൂക്കിലെ വായിലേക്കോ ആ കൈ പോകുന്ന ആ തരത്തിലായിരിക്കാം ആ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. പക്ഷെ ആദ്യത്തെ തവണ വന്നത് എന്താന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പേരിലേക്ക് പകർന്നത് കൊണ്ടാണ് അത് വലിയൊരു എപ്പിഡമിക് ആയിട്ട് മാറിയത്. പിന്നീട് അത് അങ്ങനെ സംഭവം അത്ര അധികം വന്നില്ല.
ഫസ്റ്റ് ആളിൽ നിന്ന് പിന്നീട് ട്രാൻസ്മിഷൻ നടക്കുന്നുമില്ല. ആക്ച്വലി ആദ്യത്തെ ആളെയൊക്കെ കൊടുക്കുന്നത് കഴിഞ്ഞാൽ പിന്നെയുള്ള ആൾക്കാരിൽ നിന്ന് വേറെ ട്രാൻസ്മിഷൻ നടക്കുന്നില്ല. സംഭവം അതിന്റെ എക്സാക്ട് റീസൺ, ഫിസിയോളജിക്കൽ റീസൺ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും. അപ്പൊ അതൊരു അപൂർവമായിട്ടുള്ള ഒരു സംഭവം ആണ് ഈ പ്രൈമറി കോണ്ടാക്ട് വരുന്നത്. പിന്നീട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നതാണ് ഈ സ്പ്രെഡ്. പല അന്നത്തെ ആസ്പത്രികളിൽ നിന്നാണ് അത് വന്നത്, ആ ഫസ്റ്റ് എപ്പിഡമിക്കിന്റെ. അതും ഒരു അപൂർവമായിട്ടുള്ള ഒരു സംഭവമായിട്ട് വന്ന സംഗതിയാണ്. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ഇത്തരത്തിലുള്ള സിംറ്റംസുമായിട്ട് വരുന്ന സമയത്ത് ഇപ്പോ നമ്മൾ വളരെയധികം കൂടുതൽ ജാഗരൂകരാണ്. നമ്മൾ സസ്പെക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് സ്ഥലത്ത്, ഇന്ത്യയിൽ പല സ്ഥലത്തും ഇത്തരത്തിൽ ഒരു സിംറ്റംസ് ആയിട്ട് വന്നാൽ ഇതൊന്നും ടെസ്റ്റ് ചെയ്യുന്നേ ഇല്ല. അപ്പോ ഇത് ഇവിടെ മാത്രം ഒതുങ്ങുന്ന ഒരു രോഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. വേറെയും പല സ്ഥലത്തും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവാം. അത് പക്ഷെ പലതും അൺഡയഗ്നോസ്ഡ് ആയിട്ട് തോന്നുന്നു. അത് കോഴിക്കോട്ടെ മാത്രം ഒരു അസുഖമായിട്ട് അത് കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിതിൻ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് അമേസിംഗ് ടോക്ക്. കാരണം വളരെ കേരളത്തിൽ എസ്പെഷ്യലി വളരെ അണ്ടർസ്റ്റഡി ആയിട്ടുള്ള സ്പീഷീസിനെ പറ്റി ഇത്രയും അധികം കാര്യങ്ങൾ പഠിച്ചിട്ട് ലളിതമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം എനിക്കറിയാം, ലൈക്ക് പേഴ്സണലി, സിൻസ് ഐ നോ യു ലൈക്ക് റിയലി പേഴ്സണലി, ഈ ഇത്രയും കാലത്തെ റിസർച്ചിന് ശേഷമാണ് ഇത്രയും സിമ്പിളായിട്ട് ഈ കഥകളും വളരെ ലളിതമായിട്ടൊരു കുട്ടിക്കഥ പോലെ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാവുന്ന ലളിതമായ ഭാഷയിലും ലളിതമായ ശൈലിയിലും ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. ഐ എം റിയലി ഓണേർഡ് ടു ഹിയർ ദാറ്റ്. പിന്നെ ഇത്രയും ആൾക്കാരുടെ ഈ പറഞ്ഞൊരു ഇതുപോലെ വേദിയിൽ ഇത് പ്രസന്റ് ചെയ്യാൻ സമയം കണ്ടെത്തിയതിന് വളരെ വളരെ ഔപചാരികമായിട്ട് സ്നേഹത്തിന്റെ പേരിൽ നന്ദി പറയുന്നു ആദ്യമായിട്ട്. പിന്നെ നമ്മുടെ ഈ ടോക്ക് ഇനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. അടുത്ത മാസം എക്സ്പെക്ട് ചെയ്യുന്നത് കാലാവസ്ഥ വ്യതിയാനവും അതുമായോടനുബന്ധിച്ചിട്ടുള്ള മൈഗ്രേഷൻസിനെ പറ്റിയിട്ടാണ്. വളരെ അധികം പറഞ്ഞു കേട്ടിട്ടില്ലാത്ത, പക്ഷെ ഒരുപാട് വിദൂരത്തല്ലാത്ത ഭാവിയിൽ ഒരുപാട് കേൾക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ കാരണം കൊണ്ടുള്ള ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഡിസ്പ്ലേസ്മെന്റുകൾ. അപ്പൊ അങ്ങനെയുള്ള വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ നോട്ടീസ് ഉടനെ ഉണ്ടാവും. അപ്പോൾ ഈ ടോക്കിന് വന്ന ഓരോ ആളുകളോടും ആദ്യമായി സ്നേഹത്തിന്റെ പേരിൽ നന്ദി പറയുന്നു. അതുപോലെ ഇത്രയും മനോഹരമായിട്ട് വിഷയം കൈകാര്യം ചെയ്ത, സംശയങ്ങൾക്ക് ഉത്തരം തന്ന, പിന്നെ ഈ ഒരു സെഷനെ വളരെ ഇന്ററാക്റ്റീവായിട്ടും വളരെ രസകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി ഇതിനോട് ഒരുപാട് സ്നേഹത്തിന്റെ പേരിൽ നന്ദി പറയുന്നു. എല്ലാവർക്കും പ്രത്യേക നന്ദി.